നമ്മളൊരു ഡിസ്ക്ലെയിമർ ഉണ്ട്. എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ ഇത്രയും കുറഞ്ഞ സമയം കൊണ്ട് ഇത്രയും ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുക എന്ന് പറഞ്ഞാൽ അല്പം ഡിഫിക്കൽട്ടി ആയിട്ടുള്ള കാര്യമാണ്. അതേപോലെ യു കെയിലെ നിയമവും എപ്പോഴും മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഓരോ ക്വസ്റ്റ്യൻ ആൻസറും അതേപോലെ ഇവിടെ പറയുന്ന കാര്യങ്ങളും നിങ്ങളുടെ പർട്ടിക്കുലർ സിറ്റുവേഷൻ അനുസരിച്ച് നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ടതാണ്. പിന്നെ നമുക്ക് ഏകദേശം 20ഓളം ക്വസ്റ്റ്യൻസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആദ്യം ആൾക്കാർ അയച്ചു തന്ന ക്വസ്റ്റ്യൻ ആയിരിക്കും നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ആ ക്വസ്റ്റ്യന് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റെയ്സ് ദ ഹാൻഡ് റെയ്സ് എന്ന് പറഞ്ഞ ഒരു കൈ വെക്കാനുള്ള ഒരു പരിപാടിയുണ്ട്. അപ്പോൾ അത് വേണമെങ്കിൽ ചെയ്യാം. അല്ലെങ്കിൽ പറ്റുന്നില്ല അല്ലെങ്കിൽ ചാറ്റ് ചെയ്യാം. ടെസ്റ്റിനോ അഖിലയോ നിങ്ങൾക്ക് അതിനു വേണ്ടിയുള്ള ഓപ്ഷൻ ചെയ്തു തരുന്നതായിരിക്കും. പിന്നെ 20 ക്വസ്റ്റ്യനോളം ഉണ്ട്. അപ്പോൾ 20 ക്വസ്റ്റ്യൻ ഒരു 3 മിനിറ്റ് വെച്ച് കണക്ക് കൂട്ടിയാലും നമുക്ക് 1 മണിക്കൂറോളം ആവും. അപ്പോൾ ഒത്തിരി ഞാൻ നീട്ടുന്നില്ല. എല്ലാവർക്കും സ്വാഗതം. താങ്ക് യു. താങ്ക് യു ടെൽസനേട്ടാ. അനിലേട്ടാ പ്ലീസ്. ഞാൻ പറയേണ്ട ഒരു ആവശ്യമുണ്ടോ? ഏതായാലും വെൽക്കം എവരി വൺ. ഞാൻ ഈ ടെൽസൺ പറഞ്ഞുകൊണ്ട് ജസ്റ്റ് ആഡ് 2 കാര്യങ്ങൾ പറഞ്ഞേക്കാം. നമ്മൾ ഈ ജോബിക്കറിയാം, ഞങ്ങൾ പലപ്പോഴും സംസാരിക്കാറുള്ളതാണ് ഈ വിഷയങ്ങൾ. ഇങ്ങനെ മേസിയൻസിൻ്റെ ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ഗ്രൂപ്പ് ഉണ്ടെന്നുള്ളതും. അപ്പോൾ ഇതിൻ്റെ പ്രശ്നങ്ങൾ, അപ്പോൾ 1-2 കേസുകൾ ഇതിന് മുമ്പ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നമ്മളിങ്ങനെ ചോദിക്കുമ്പോൾ ഞാനിങ്ങനെ പേഴ്സണലായിട്ട് നമ്പർ കൊടുത്താൽ അവർ വിളിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു, അങ്ങനെ 1-2 പ്രാവശ്യം. അപ്പം ഈ ഇടയ്ക്ക് അതിൻ്റെ ഒരു പ്രശ്നം വന്നത് എന്നാന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു 5-6 പേര് ഇപ്പോൾ ഈ വിസ എക്സ്പയർ ആകുവാണ്. അപ്പോൾ എക്സ്പയർ ആകുമ്പോൾ അവർ കുറച്ച് പേര് വളരെ പ്രശ്നങ്ങൾ വന്നു. അപ്പോൾ ഇതിൻ്റെ പ്രസിഡന്റ് എന്നുള്ള സ്ഥാപനം പുള്ളി ഇപ്പം ജോയിൻ ചെയ്തിട്ടില്ല. പുള്ളി പിന്നെ ഇപ്പോൾ സ്റ്റെൽസിനായിട്ട് എപ്പോഴും ഇങ്ങനെ കുറേ അവരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് വന്നു കഴിഞ്ഞപ്പോൾ ഇങ്ങനെ നമ്മൾ പറയുമ്പോൾ നമ്മളൊക്കെ തന്നെ പറയണത് അതിൻ്റെ ഒരു കറക്റ്റായിട്ടുള്ള കാര്യമാണോ പറയണത് സംശയം തോന്നുന്നു. നമ്മളിപ്പോൾ ചിലപ്പോൾ ഇൻ്റർനെറ്റിലോ അല്ലെങ്കിൽ ന്യൂസുകൾ കണ്ടിട്ടുള്ള ഇൻഫർമേഷനാണ്. ജോബി പറയുമ്പോൾ അതിൻ്റെ ഒരു ലീഗൽ സൈഡിൽ നിന്നുകൊണ്ട് അവർക്ക് അതൊന്ന് ഡെയിലി ചെയ്യുന്നൊരു കാര്യമല്ലേ. അപ്പം നമ്മൾ അങ്ങനെ ഒരു കാര്യം പറയുവാണെങ്കിൽ അത് നല്ലതായിരിക്കും തോന്നി. പിന്നെ ജോബിനെ പ്രത്യേകിച്ച് വെച്ചാൽ എനിക്ക് കൊച്ചിലോട്ട് അറിയാവുന്ന ഒരാളാണ് ജോബി. അപ്പം പുള്ളി പൊതുവേ ഇങ്ങനെ ഒരു സോഷ്യൽ കാര്യങ്ങളിലൊക്കെ ഇടപെടുന്ന ഒരാളായതുകൊണ്ട് വിളിച്ചാൽ വരുമെന്നുള്ള ഒരു ഉറപ്പുള്ളതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഞാൻ പറയാം. പിന്നെ അത് ഇത്ര പെട്ടെന്ന് തന്നെ ചെയ്യണമെന്ന് പറഞ്ഞതാണ് പ്രശ്നമെന്ന്. കാരണം വെച്ചാൽ ഈ ജൂണിൽ കുറേ പേരുടെ എക്സ്പയർ ആകുവാണ്. അപ്പോൾ അവർക്ക് എന്തെങ്കിലും അത് ഹെൽപ്ഫുൾ ആകുവാണെങ്കിൽ ആയിക്കോട്ടെ എന്നുള്ളതാണ്. അപ്പോൾ ഇത് റെക്കോർഡ് ചെയ്ത് കാണുകയും ചെയ്യാൻ കുറച്ച് പേര് ജോയിൻ ചെയ്യാത്ത കുറച്ച് പേരുണ്ട്. ഇപ്പം അടുത്ത മൊമെന്റ് അറൗണ്ട് 19 പേര് ജോയിൻ ചെയ്തിട്ടുണ്ട് ടോട്ടൽ. അപ്പോൾ അത്രയേ ഉള്ളൂ എനിക്ക് പറയാനുള്ളത്. അപ്പം ജോബി, ഇതാണ് നമ്മുടെ ഗ്രൂപ്പ്. വെൽക്കം ആൻഡ് വെൽക്കം എവരിവൺ ടു ദ ഗ്രൂപ്പ്, വെരി ഇൻ ടു ദിസ് സെഷൻ. ഓക്കെ, താങ്ക് യു. Thank you, and Jovi Chetta, once again, thanks for coming up. It's a crucial time, right? ഈ പറയുന്ന പ്രത്യേകിച്ച് പുതിയ വിസ റൂൾസ് ഒക്കെ വന്നപ്പോൾ ഭയങ്കര ക്രൂഷ്യൽ ടൈമാണ്. ആൻഡ് വി ആർ ലൈക്ക് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു ആരെ കോണ്ടാക്ട് ചെയ്യണമെന്ന് അറിയില്ല. ഇപ്പൊ ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയത് ഇറ്റ്സ് വണ്ടർഫുൾ. ആൻഡ് താങ്ക് യു. നമുക്ക് ഐ തിങ്ക് ജോബി ചേട്ടാ എങ്ങനെയാണ്, ഷാൽ വി ഗോ ടു ദ ക്വസ്റ്റ്യൻസ്? ജോബി ചേട്ടൻ 2 സംസാരിക്കണമെന്നുണ്ടോ? എന്നാ ചെയ്യണം, നിങ്ങൾക്ക് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസിലോട്ട് പോകണോ അതോ ജസ്റ്റ് ഒരു ബ്രീഫ് പറയണോ? ബ്രീഫ് പറയാം ജോബി ചേട്ടാ. യെസ്, ഓക്കെ. ടെൽസൺ, ടെസ്വിൻ, അനിൽ, പിന്നെ എല്ലാവരെയും വീണ്ടും ഒരിക്കൽ കൂടി വിഷ് ചെയ്യാണ്. അനില് പറഞ്ഞ പോലെ ഞാനും അനിലും ബാല്യകാല സുഹൃത്തുക്കളാണ്, അയൽവാസികളാണ്. അതുകൊണ്ട് എപ്പോഴും സംസാരിക്കാവുന്ന ഒരു ഫ്രീഡവും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഞങ്ങൾ രണ്ടുപേരും ചെറുപ്പം പോലെ ഓരോ പൊതു കാര്യങ്ങളിലും ഒക്കെ ഇടപെട്ട് ജീവിക്കുന്നതാണ്. അതുകൊണ്ട് ഒരു സോഷ്യൽ കമ്മിറ്റ്മെന്റ് പലപ്പോഴും കാണിക്കാറുണ്ട് പ്രൊഫഷന് പുറത്തോട്ട്. അപ്പം നിങ്ങൾ ഇപ്പം ഇവിടെ അനുഭവിക്കുന്ന ഈ ഒരു ടെൻഷൻ യു കെയിൽ എല്ലാ കാലത്തും ഇമിഗ്രേഷൻ ബേസ് ഇങ്ങനൊരു ടെൻഷൻ ഉണ്ടായിട്ടുണ്ട്. ഈ പറയുന്ന ഞങ്ങളും ഒക്കെ ആ ഒരു കാലഘട്ടത്തിലൂടെയാണ് കടന്നുപോയത്. ഒരു സമയത്ത് ഇവിടെ PR ലഭിക്കുന്നതിനുള്ള ക്രൈറ്റീരിയ 4 വർഷമായിരുന്നു. അതേ സെയിം ടൈമിൽ വർക്ക് പെർമിറ്റ് റൂട്ടിൽ 4 വർഷത്തിൽ നിൽക്കുമ്പോൾ അവരുടെ സ്പൗസ് ഒരു ദിവസമേ UK സ്പെൻഡ് ചെയ്തിട്ടുള്ളെങ്കിലും ഈ വർക്ക് പെർമിറ്റ് ഹോൾഡർ PR അപ്ലൈ ചെയ്യുമ്പോൾ ഡിപ്പെൻഡന്റിന് അപ്ലൈ ചെയ്താൽ PR കിട്ടുമായിരുന്നു. അറ്റ് എ സഡൻ end of 2005 and the starting of 2006 ഇത് 5 year ആക്കി മാറ്റി. 5 year ആക്കി മാറ്റി
ആ ഡിപ്പെൻഡന്റ് അത് അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്തു. പക്ഷേ മീൻ ടൈം ഒരു മിഡിൽ ടൈം അറൌണ്ട് 2006 ഏപ്രിൽ മെയ്യില് സ്പൗസിൻ്റെത് ഇവർ 2 year ആയിട്ട് മാറ്റി. ഞാൻ ഈ PR-വുമായിട്ട് ബന്ധപ്പെട്ട ഒരു ബ്രീഫ് സ്റ്റോറിയാണ് പറയുന്നത് കേട്ടോ. സ്പൗസ് 2 year ആക്കി മാറ്റി. അപ്പോഴും ഈ 5 year എന്നുള്ള ക്രൈറ്റീരിയയിലോട്ട് അത് റിട്രോസ്പെക്റ്റീവ് എഫക്റ്റിലാണ് കൊണ്ടുപോകുന്നത്. നോർമലി ഇവിടെ റിട്രോസ്പെക്റ്റീവ് എഫക്റ്റിൽ പല കാര്യങ്ങളും വരാറില്ല. റയറസ്റ്റ് ഓഫ് റയർ ആണ് റിട്രോസ്പെക്റ്റീവ് എഫക്റ്റ് കാര്യങ്ങൾ വരുന്നത്. അപ്പം ഇപ്പൊ വരുന്ന കാര്യങ്ങളും റിട്രോസ്പെക്റ്റീവ് വരണമെന്നില്ല. അതാണ് ഞാൻ പറഞ്ഞത്, റയറസ്റ്റ് ഓഫ് റയറെ പലപ്പോഴും സംഭവിക്കാറുള്ളൂ. ഇത് റിട്രോസ്പെക്റ്റീവ് എഫക്റ്റ് നടന്നൊരു കാര്യമാണ്. ഇത് കഴിഞ്ഞിട്ട് ഈ 2006 to between 7 സെയിം ലേബർ ഗവൺമെന്റ് ഇത് കഴിഞ്ഞ് 2008-9 വന്നു കഴിഞ്ഞു. 9-10 വന്നു കഴിഞ്ഞപ്പോഴത്തേന് ഗോർഡൻ ബ്രൗൺ, ടോണി ബ്ലെയർ മാറി ഗോർഡൻ ബ്രൗൺ പ്രൈം മിനിസ്റ്റർ ആകുന്നൊരു സമയമാണ്. ഈ ഗോർഡൻ ബ്രൗൺ പ്രൈം മിനിസ്റ്റർ ആകുന്ന സമയത്ത് അറ്റ് എ സഡൻ 5 years ഇവരുടെ ഒരു പ്രപ്പോസൽ വന്നു. PR 8 വർഷത്തേക്ക് മാറ്റി. ആ 8 വർഷത്തേക്ക് മാറ്റി. അതൊരു ഇന്ന ദിവസം മുതൽ ആണ് ഇത് 8 വർഷത്തേക്ക് ആകുന്നതെന്ന് പറഞ്ഞു. അതും ഒരു ഫലത്തിൽ റിട്രോസ്പെക്റ്റീവ് എഫക്റ്റ് ആണ്, പക്ഷെ ഇന്ന ദിവസം മുതലേ അതാകത്തുള്ളൂ എന്ന് പറഞ്ഞു. 3 വർഷം കഴിയുമ്പോൾ അതിനുണ്ടാകുന്ന ക്രൈറ്റീരിയ എന്ന് പറഞ്ഞാൽ PR ലഭിക്കുന്നതിന് 8 വർഷം. 5 വർഷം കഴിയുമ്പോൾ those who completed 5 years in the work route can apply for temporary residence. Then after completing 1 year, they can apply for nationality. If they don't want nationality, they can go for further and stay without any crimes or anything and committed to the society. They can apply for 8 years. അതിൻ്റെ അകത്ത് വീണ്ടും ഇപ്പൊ പറയുന്ന പോലുള്ള ചെറിയൊരു സംഗതികൾ ആക്സിലറേറ്റഡ് റൂട്ടിന് നമ്മുടെ സോഷ്യൽ വർക്ക്സും കാര്യങ്ങളും ഒക്കെ ചെയ്ത് ചാരിറ്റി ഒക്കെ ചെയ്താൽ പിന്നെയും വർഷം കുറയും എന്നുള്ള രീതി വന്നു. അപ്പൊ അത് അന്ന് PR 8 years എന്നുള്ള ഇതിന്റെ പ്രപ്പോസൽ വന്നു. എന്നിട്ട് ഇതിന്റെ മെയിൻ ടൈമിൽ ഈ സ്പൗസിന് 2 വർഷം എന്നുള്ളത് 5 വർഷമാക്കി മാറ്റുകയും ചെയ്തു അറ്റേ സഡൻ. അപ്പൊ അതെല്ലാം ഓരോ സ്പെസിഫിക് ഡേറ്റുകൾ വെച്ചാൽ. അപ്പം എന്നിട്ട് ഈ ഗവൺമെന്റ് മാറി ടോറി ഗവൺമെന്റ്, ടോറി ലിബറൽ ഡെമോക്രാറ്റ്സും ടോറിയും കൂടെ ഉള്ളൊരു ഗവൺമെന്റ് വന്നു. ഡേവിഡ് കാമറൂൺ പ്രൈം മിനിസ്റ്റർ ആയിക്കൊണ്ട്. അപ്പൊ തെരേസ മെയ് ഡിസൈഡ് ചെയ്തത് എന്താന്ന് വെച്ചാൽ ഈ 8 years ആക്കിയ പ്രപ്പോസല് അത് ടോട്ടലി അബോളിഷ് ചെയ്തു. ആ സിറ്റുവാസ് എങ്ങനെയായിരുന്നു അതേ റൂട്ടിൽ തന്നെ നിർത്തി. പക്ഷെ സ്പൗസ് റൂട്ടുകളിൽ കുറെ റെസ്ട്രിക്ഷൻസ് വീണ്ടും കൂട്ടി. അപ്പം എല്ലാ കാര്യങ്ങളും വന്നു എന്നോർത്ത് നിങ്ങൾ പേടിക്കണ്ട എന്നാണ് ഞാൻ ഈ ആദ്യമേ ഈ ഒരു പഴയ ചരിത്രം പറഞ്ഞത്. പക്ഷേ പല കാര്യങ്ങളും ഡേറ്റ് റെട്രോസ്പെക്റ്റീവ് പറയാതെ ഡേറ്റ് സ്പെസിഫൈ ചെയ്തുകൊണ്ട് ഇന്ന് നാളെ മുതൽ ഇങ്ങനെയാണെന്ന് പറഞ്ഞ് റൂട്ട് വന്നിട്ടുണ്ട്. ഇംഗ്ലീഷ് ടെസ്റ്റുകളുടെ കാര്യത്തിൽ അങ്ങനെ വന്നിട്ടുണ്ട്. എന്ന് വെച്ചാൽ 2006 വരെ ലൈഫ് ഇൻ ദി UK ഒന്നുമില്ലായിരുന്നു. നേരെ PR-ന് ആപ്ലിക്കേഷൻ കൊടുക്കാറ്. 2005 എനിക്ക് കറക്റ്റ് ഇയർ മറന്നുപോയി. അത് കഴിഞ്ഞിട്ട് ലൈഫ് ഇൻ ദി UK വന്നു. ഈ ലൈഫ് ഇൻ ദി UK എഴുതാൻ പറ്റാത്തവർക്ക് ESOയിൽ എന്തെങ്കിലുമൊക്കെ മതി എന്ന് പറഞ്ഞു വന്നു. ഇത് കഴിഞ്ഞ് പിന്നീട് ലൈഫ് ഇൻ ദി UKയും ഇംഗ്ലീഷും വേണമെന്ന് പറഞ്ഞു വന്നു. ESOയിൽ അതുപോലുള്ള കാര്യങ്ങൾ. അപ്പൊ ഓരോ ദിവസങ്ങളിൽ ഇവർ മാറ്റിയിട്ടുണ്ട്. ഇപ്പൊ പുതിയ പ്രപ്പോസൽസിന്റെ അകത്തും ഇംഗ്ലീഷ് ടെസ്റ്റുകൾ മാറ്റുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്. അതിന്റെ ഗ്രേഡുകൾ ഫ്രം B1 to B2 ലൈഫ് ഇൻ ദി UK റിവൈസ് ചെയ്യും. അപ്പൊ ഈ വക കാര്യങ്ങളെല്ലാം കാലാകാലങ്ങളിൽ വന്നിട്ടുണ്ട്. നമ്മൾ പേടിച്ചിട്ടുണ്ട്, നമ്മുടെ പേടി പോയിട്ടുണ്ട്, ഇതൊക്കെ വരും. പക്ഷെ ഇതിൻ്റെ അകത്ത് കുറെ ഈ പറഞ്ഞ ഞാൻ ഈ വൈറ്റ് പേപ്പറിന്റെ കാര്യങ്ങൾ അറ്റേ ഗ്ലാൻസ് നോക്കിയിട്ടുണ്ട്. ഇൻഡെപ്ത് ഞാൻ വായിച്ചിട്ടില്ല. അറ്റേ ഗ്ലാൻസ് നോക്കിയതിൻ്റെ അകത്തും കുറെ ആക്സിലേറ്റർ റൂട്ടുകളും കാര്യങ്ങളും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇതെല്ലാം പാർലമെന്റ് ഡിസ്കഷനിലൂടെ കഴിഞ്ഞിട്ടേ വരത്തുള്ളൂ. എന്ന് വെച്ചാൽ ഇവരൊരു ഓർഡിനൻസിലൂടെ വരും എന്ന് നമ്മൾ എക്സ്പെക്ട് ചെയ്യണ്ട. കാര്യം വെച്ചാൽ ഓർഡിനൻസിലൂടെ ചെയ്യാനുള്ള പവേഴ്സ് പാർലമെന്റിന് അല്ലെങ്കിൽ ഏത് ലെജിസ്ലേഷനും ഉണ്ട് നമ്മുടെ പാർലമെന്ററി ഡെമോക്രസിയിൽ.
ഇപ്പൊ നമ്മുടെ നാട്ടിലാണെങ്കിലും ഓർഡിനൻസിലൂടെ ചെയ്യാം, ഒന്നെങ്കിൽ പ്രസിഡൻഷ്യൽ അസംസ് അല്ലെങ്കിൽ ഗവർണറുടെ ഇത് വേണം. ഇവിടെ ഇതിനു മുമ്പ് ഓർഡിനൻസുകളിലൂടെ വന്ന് കുറെ റൂളുകൾ ഉണ്ടാക്കി അവസാനം ഇവിടെ കോടതി ഹോം ഓഫീസിനെ ശരിക്കും വാൺ ചെയ്തിട്ടുള്ള ഇതിനു മുമ്പ്. അപ്പം ഇവിടുത്തെ കോടതിയും ആവക കാര്യങ്ങളിൽ പവർഫുൾ ആണ്, കോടതി വാൺ ചെയ്തിട്ടുള്ളത് കൊണ്ട് ഒരു ഓർഡിനൻസിലൂടെ ഇത് വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കേണ്ട. ബട്ട് ഇറ്റ് ഷുഡ് ബി ഡെഫിനറ്റ്ലി ഡിസ്കസ്ഡ് ഇൻ ദ പാർലമെന്റ്. അപ്പം ഇതിൻ്റെ അകത്ത് കുറേയൊക്കെ നിങ്ങൾക്കും എം പിമാരെയൊക്കെ ബന്ധപ്പെടാനും കാര്യങ്ങളൊക്കെ ചെയ്യാം. പക്ഷെ എം പിമാർക്ക് ലിമിറ്റേഷൻസ് ഉണ്ട്. ഇപ്പൊ പേഴ്സണലി നമ്മളൊക്കെ എം പിമാരോട് ചോദിച്ചപ്പോ എം പിമാർക്ക് പോലും അറിയാൻ മേല, നമുക്കറിയാം. അപ്പം ഇതാണ് കാര്യങ്ങൾ. ഈ പറഞ്ഞ പോലെ ഈ വർക്ക് റൂട്ട്സിലും മാറ്റങ്ങൾ വരും എന്നുള്ള രീതിയാണ് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് ചോദ്യങ്ങൾ ചോദിക്കാം. ഞാനൊരു ബ്രീഫായിട്ട് പറഞ്ഞതേ ഉള്ളൂ കാര്യങ്ങൾ, നിങ്ങൾ പേടിക്കേണ്ട, എന്നാ പേടിക്കാനുണ്ട് താനും. താങ്ക് യു, ദാറ്റ് വാസ് ഹെൽപ്ഫുൾ. ഈ സംഭവം നമുക്ക് ഇങ്ങനത്തെ ഒരു സ്റ്റോറി അറിയാനേ പാടില്ലായിരുന്നു. ഇതൊരു പുതിയ കാര്യമാണ്. ഇപ്പൊ എക്സ്പെർട്ടീസിന്റെ അടുത്തുനിന്ന് ഇങ്ങനത്തെ ഒരു സ്റ്റോറി നമുക്ക് കേൾക്കാം. അനുഭവിച്ചതുകൊണ്ട് പറഞ്ഞതും കൂടിയായത്. ഒരു കാര്യം, ഇപ്പൊ ജോബി ചേട്ടൻ പറഞ്ഞില്ലേ സ്പൗസ് ഇവിടെ ഒരു ദിവസം ഉള്ളതിൽ പിറ്റേ ദിവസം നമുക്ക് PR അപ്ലൈ ചെയ്യാന്ന. എനിക്കും അത് ആപ്ലിക്കബിൾ ആയിരുന്നു. ഞാനുള്ള ഡോക്യുമെന്റ്സ് എല്ലാം കൊണ്ട് ചെന്നപ്പോ അവര് പറഞ്ഞു ഇതിന്റെ ഒന്നും ഒരു ആവശ്യമില്ല ഡിപെൻഡന്റിന്, സ്പൗസിന് ജസ്റ്റ് മാരേജ് സർട്ടിഫിക്കറ്റ് മാത്രം മതി, വന്ന് പിറ്റേ ദിവസം ആണെന്നുണ്ടെങ്കിലും കിട്ടുമെന്ന് പറഞ്ഞായിരുന്നു. നമുക്കറിയത്തില്ലായിരുന്നു, പക്ഷെ അങ്ങനെ ആയിരുന്നു പണ്ട്. അല്ല, അതും അതറിയാൻ മേലാതെ പോയതും അന്നൊരു പ്രോപ്പർ ഗൈഡൻസ് എടുക്കാത്തതുകൊണ്ട് വന്നതാ. അതെ. നൈസ് നൈസ്. ജോബി ചേട്ടാ, നിങ്ങളുടെ ഐഡിയൽ സോളിസിറ്റേഴ്സിനെ കുറിച്ച് ഒരു വാക്കൂടെ സംസാരിക്കാം. അത് നമുക്ക് റീച്ച് ഔട്ട് ചെയ്യാൻ. ഇപ്പൊ നമ്മൾ അതിന്റെ അകത്തൊരു മാർക്കറ്റിംഗ് വേണ്ട, എന്നാലും ഞാൻ പറയാം. ഞാനൊരു ഐഡിയൽ സോളിസിറ്റേഴ്സിന്റെ ഒരു പാർട്ട്ണറാണ്. നമ്മൾ മെയിൻലി കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഇമിഗ്രേഷൻ ആണ്. നമ്മൾ ഡിഫറെന്റ് സെക്ഷൻസ് ചെയ്യുന്നുണ്ട്, പക്ഷെ മജോറിറ്റി ഓഫ് ദ വർക്ക് വരുന്നത് ഇമിഗ്രേഷൻ ആണ്. നമ്മുടെ ഓഫീസ് ഈസ്റ്റ് ഹാമിലാണ്. ഈസ്റ്റ് ഹാമില് സ്റ്റേറ്റ് ബാങ്കിന്റെ തൊട്ടടുത്ത്, അല്ലെങ്കിൽ മുത്തൂറ്റിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ്. ഹൈ സ്ട്രീറ്റ് തന്നെയാണ്, ട്യൂബ് സ്റ്റേഷന്റെ തൊട്ടടുത്താണ്. അപ്പൊ നിങ്ങൾക്കൊരു കാര്യം ചോദിക്കാൻ വേണ്ടി നമ്മളെ തന്നെ വേണമെന്നില്ല, ഒരു എപ്പോഴും ഗൂഗിൾ നോക്കുകയും, അല്ലെങ്കിൽ ഗൂഗിൾ പിന്നെ നോക്കിയാൽ കുറച്ച് കിട്ടും. യൂട്യൂബ് നിങ്ങൾ ഫോളോ ചെയ്യാതെ അറ്റ്ലീസ്റ്റ് ഹോം ഓഫീസിന്റെ വെബ്സൈറ്റിൽ കയറി വായിക്കാൻ നമ്മുടെ യങ്ങർ ജനറേഷൻ മെനക്കെടണം എന്ന് ഞാൻ പറയാം. യൂട്യൂബ് നോക്കരുത്. ഞങ്ങളൊക്കെ വന്ന ഫെയിലിയർ ആയിട്ടുള്ള കേസുകൾ മുഴുവനും നമ്മൾ ഒന്ന് സംസാരിച്ച് കഴിയുമ്പം അതിന്റെ ഉറവിടം യൂട്യൂബും ഫ്രണ്ട്സുമാണ്. പക്ഷെ അവരാരും ആ യൂട്യൂബ് കാണുന്ന സമയത്ത് ഹോം ഓഫീസിന്റെ വെബ്സൈറ്റ് കയറി നോക്കാൻ മെനക്കെടുത്തില്ല. ശരിയാണ്. താങ്ക്സ് ഫോർ ദാറ്റ് അഡ്വൈസ്. ജോബി ചേട്ടാ, നമുക്ക് can we go straight to the question? Yes. So, Aguila, can we share the screen? Yeah, sure. Okay, അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോയാലോ? Yes. So, what visa options are available for starting business in the UK? ആയിരുന്നു നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അത് ഈ ഫസ്റ്റ് ക്വസ്റ്റ്യന്റെ ആൻസർ തന്നെ എനിക്ക് പറയുമ്പം എല്ലാവർക്കും ഡിസപ്പോയിന്റിങ് ആയിട്ടുള്ള ആൻസർ ആണ് പറയാൻ പറ്റുന്നത്. ബേസിക്കലി എന്ന് വെച്ചാൽ പ്രീ കൊറോണ നമുക്ക് ടയർ 1 എന്റർപ്രണർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പൊ അതിന് 200,000 പൗണ്ട്സും 50,000 പൗണ്ട്സിന്റെ ഒരു ഓപ്ഷനിൽ ഇതുണ്ടായിരുന്നു. ഇപ്പൊ ആ റൂട്ടേ ഇവർ നിർത്തി, അത് ഓൺലി എക്സ്റ്റൻഷൻ ആയി പോകുള്ളൂ. പിന്നെ ഇന്നോവേറ്റർ വിസ സ്റ്റിൽ ഉണ്ട്, പക്ഷെ ഇന്നോവേറ്റർ വിസയ്ക്കുള്ള കുഴപ്പമൊന്നും, എൻഡോസിങ് ബോഡി ഉണ്ട്. അത് നമുക്കിപ്പോ ഒരു ബേക്കറി തുടങ്ങാനോ അല്ലെങ്കിൽ ഒരു റെസ്റ്റോറൻറ്റ്, അവിടെ ആളുകൾ എപ്പോഴും ചോദിക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ അതിൻ്റെ അകത്ത് ഇന്നോവേറ്റർ വിസയ്ക്ക് കൊടുത്താൽ ഇവർ എൻഡോസിങ് ബോഡിയെ സർട്ടിഫൈ ചെയ്യണമെന്നില്ല. ഇപ്പൊ നമുക്കിപ്പോ ഒരു ഇന്റർനാഷണൽ ബ്രാൻഡുകൾ ചെയ്യുന്ന പോലുള്ള ബിസിനസ് ഏക്കാണ് നമുക്ക് ചെയ്യാൻ പറ്റില്ല. നമ്മള് 20 മില്യന്റെ ബിസിനസിനെ കുറിച്ച്, മിനിമം 20 മില്യന്റെ അതിനെക്കുറിച്ച് നമുക്ക് ആലോചിക്കേണ്ട കാര്യമില്ല. നമുക്ക് വസ്തു വിറ്റാണെങ്കിലും ചെയ്യാവുന്ന ഒരു മേഖലകൾ എന്ന് പറയുന്നത് ഈ 2 ആയിരുന്നു. ഒരെണ്ണം നിർത്തി
ഇപ്പം ഇന്നോവേറ്റർ ഇതാണ്, ഇന്നോവേറ്റർ വിസ എന്നുള്ളത്. ഇന്നോവേറ്ററിന്റെ ഒരു കുഴപ്പം എന്ന് പറഞ്ഞാൽ ഈ എൻഡോഴ്സിംഗ് ബോഡീസ് സർട്ടിഫൈ ചെയ്യണം. ഈ 2 ഓപ്ഷൻസേ ഉള്ളൂ. അല്ലെങ്കിൽ ചെയ്യാവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ പൈസ മുടക്കി ഇവിടെ നിൽക്കുന്ന കാര്യത്തിന് വേണ്ടി വേറെ നമ്മൾ നേരത്തെ ഉണ്ടായിരുന്ന കുറെ റെസ്ട്രിക്ഷൻസ് മാറ്റിയിട്ടുണ്ട്. നമ്മൾ വർക്ക് റൂട്ട്സിലുള്ളവർക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നതിനൊക്കെ ആ ഭാഗത്തൊരു ലിബറലൈസേഷൻ ഉണ്ടായിട്ടുണ്ട്. ആ ഇതിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ട് നമ്മൾ ചെയ്യേണ്ട കട്ടിൽ നിന്ന് ആരെങ്കിലും സ്പോൺസർഷിപ്പ് എടുത്ത് നമുക്ക് നിൽക്കുന്ന കാര്യങ്ങളോ അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ. അതിൻ്റെ അകത്ത് നമുക്കൊരു ഓപ്പൺ ഫോറത്തിൽ നമുക്ക് അതിൻ്റെ അകത്ത് ഒരു ഡിസ്കഷൻ ബുദ്ധിമുട്ടാണ്. അതിൻ്റെ അകത്ത് അതിൻ്റെ അകത്ത് വേറെ എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ഞാൻ പറയാം. അതിൻ്റെ അകത്ത് ഒരു അക്കൗണ്ടന്റ് സഹായം വേണ്ടി വരും. മെയിൻലി ഒരു ലോയറേക്കാളും കൂടുതൽ അതിൻ്റെ അകത്ത് ഒരു അക്കൗണ്ടന്റ് സഹായം വേണ്ട. പക്ഷെ ലോയർ ഒരു ഇമിഗ്രേഷൻ സ്പെഷ്യലൈസ് ചെയ്യുന്ന ഒരു ലോയറുമായിട്ട് ബന്ധപ്പെടുന്നത് അതിൻ്റെ അകത്ത് ആ ഭാഗം നല്ലതാണ്. പക്ഷെ നമ്മുടെ കൂട്ടത്തിൽ വരുന്നവർ എത്രത്തോളം ട്രസ്റ്റ് വർത്തിയാണ് എന്നുള്ളത് നോക്കണം. ഇപ്പൊ ഇന്നോവേറ്റർ ആണെങ്കിൽ നമുക്ക് തന്നെ ചെയ്യാം, അതിൻ്റെ അകത്ത് നമുക്ക് വിസയും കിട്ടും. എൻഡോഴ്സ്മെന്റ് ബോഡി എന്ന് പറഞ്ഞത് ഒന്ന് പറയാമോ, എന്താ സംഭവം? എൻഡോഴ്സ്മെന്റ് ബോഡി എന്ന് പറഞ്ഞാൽ ഇവര് കുറച്ചധികം ബോഡികളെ സർട്ടിഫൈ, ഒരു സെക്കൻഡ്, നമ്മൾ കൊടുക്കുന്ന പ്രോജക്റ്റുകൾ ഉണ്ടല്ലോ, നമ്മൾ കൊടുക്കുന്ന പ്രോജക്റ്റുകൾ ആ ഒരു എൻഡോഴ്സിംഗ് ബോഡീസിന് കൊടുക്കണം. 1000 pounds ഫീസുമാണ് അതിന്. ആ 1000 pound ഫീസുമായിട്ട് കൊടുത്ത് അവരത് സാറ്റിസ്ഫൈ ചെയ്യുവാണെങ്കിൽ നമുക്കത് ഇങ്ങനെ അതിന്റെ കറക്റ്റ് പേര് പറയണമെന്നുണ്ടെങ്കിൽ നോക്കണം, എൻഡോഴ്സിംഗ് ബോഡി കേട്ടോ. അല്ല നിങ്ങൾക്ക് ഇപ്പം ഗൂഗിൾ ചെയ്താൽ കിട്ടും. നമ്മുടെ കൂട്ടത്തിലുള്ള ഒരാളുടെ വിസ ഇപ്പൊ കുറച്ച് മാസങ്ങൾക്ക് ഉള്ളിൽ തീരുവേ. ഏത് വിസയാ? പുള്ളിയുടെ ഇപ്പൊ PSW നിൽക്കുന്നത്. എന്ന് തീരും? പുള്ളിയുടെ ഇനി ഓഗസ്റ്റ് തീരും. 3 മാസം എന്നാ പറഞ്ഞേ. ഇത് ജൂലൈ അല്ലേ? ഇത് മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് 3 മാസത്തിനകം തീരുന്നാ പറഞ്ഞേ. അപ്പൊ പുള്ളി എന്നോട് ചോദിച്ചായിരുന്നു ഇങ്ങനെ എന്തെങ്കിലും ബിസിനസ് തുടങ്ങാൻ പറ്റുമെന്ന്. ഞാൻ അന്നേരം പറഞ്ഞത് ഈ ഇന്നോവേറ്റീവ്, നമുക്കൊരു ഇന്നോവേറ്റീവ് ഐഡിയാസ് ഉണ്ടാകണം. വേറെ ആരുടെയും കയ്യിലില്ലാത്ത അല്ലെങ്കിൽ ഒരു സ്പെസിഫൈഡ് ആയിട്ടുള്ള, ഇപ്പം ചില കാര്യങ്ങൾ ഇപ്പൊ നിങ്ങൾ ടെക്നിക്കലി നിങ്ങൾ ഞാൻ പറയുന്നതിനേക്കാൾ നിങ്ങൾ മുമ്പിലാണ്. അപ്പൊ ടെക്നിക്കലി ചില കാര്യത്തിന് സ്പെസിഫിക് ഒരു കാര്യത്തിന് ഒരു ടെക്നോളജി ഇല്ല, അല്ലെങ്കിൽ ഒരു ആർട്സിൽ, ഇതിലൊക്കെ നമുക്ക് ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ഐഡിയാസ് ഉണ്ട്. അവരെ സർട്ടിഫൈ ചെയ്ത് തരുവാണെങ്കിൽ അത് ഓക്കെയാണ്. ഒരു സെക്കൻഡ് ടെസ്റ്റിനെ അശ്വിൻ ജോയിൻ ചെയ്തിട്ടുണ്ടോ? ഞാൻ പറയാൻ വന്നത് നമുക്ക് ഫോളോ അപ്പ് ക്വസ്റ്റ്യൻസ് ലെറ്റ്സ് ടേക്ക് ഇറ്റ് ടുവേർഡ്സ് ദി എൻഡ് ഓഫ് Q&A. ആയിക്കോട്ടെ. ഓക്കേ എന്നാ ടെസ്റ്റിന് ശരിയാ. 24 ഓക്കേ. Cool, thanks. Aguila, maybe shall we go to the yes, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഇത് my wife has been working as a team leader in a care home since May 2022. My son and I are her dependents. We are currently in the process of renewing our visa. Given the new immigration rule, will we still be eligible for ILR in 2027 or will we need to wait until 2032? ഇത് മിക്ക എല്ലാവരെയും ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ ആ ഇൻട്രൊഡക്ഷൻ്റെ അകത്ത് അത് വന്നിട്ടുണ്ട്. നമുക്കിതിനെ കുറിച്ച് പാർലമെന്റിൽ പാസ്സാകണം. അതിന് അപ്പർ ഹൗസിൽ പോകണം. അപ്പർ ഹൗസിൽ പോയിട്ട് റോയൽ അസന്റ് കിട്ടണം. എന്നാലേ അത് റൂൾ ആകത്തുള്ളൂ. ആ റൂളായാൽ മാത്രമേ അതിലോട്ട് പോകത്തുള്ളൂ. ഇതിന്റെ അകത്ത് റിട്രോസ്പെക്റ്റീവ് എഫക്റ്റ് പോകും എന്ന് പറയാൻ ഞാൻ ആളല്ല. പക്ഷെ പോകില്ല എന്നുള്ളൊരു ഹോപ്പ് മാത്രമേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. നോർമലി ഇവിടെ വരുന്ന കാര്യങ്ങൾക്ക് എപ്പോഴും റീസെന്റ് കണ്ടുകൊണ്ടിരിക്കുന്നത് റിട്രോസ്പെക്റ്റീവ് വരാതെ ട്രാൻസിഷണൽ അറേഞ്ച്മെന്റ്സ് ആണ് വരുന്നത്. ആ ട്രാൻസിഷനിൽ വരും എന്ന് തോന്നാനുള്ളൊരു കാര്യം 2038 വരെ എക്സ്റ്റൻഷൻ പ്രൊവിഷൻ ആ വൈറ്റ് പേപ്പറിൽ പറയുന്നുണ്ട്. വൈറ്റ് പേപ്പർ ആരെങ്കിലും നോക്കി ഈ ചോദിക്കുന്നവരും നോക്കിയിട്ടുണ്ടോ എന്ന് നമുക്ക് അറിയത്തില്ല. ആ വൈറ്റ് പേപ്പറിന്റെ അകത്ത് ഞാൻ പ്രിന്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിന്റെ പേജ് എക്സാക്ട് അതിൻ്റെ അകത്ത് പറയുന്നുണ്ട് 2038 വരെ ദ ട്രാൻസിഷണൽ അറേഞ്ച്മെന്റ്സ് വിൽ ഗോ. അപ്പൊ ആ ഒരു വേർഡ് കൊണ്ട് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് ഇതിന്റെ അകത്തും ഒരു ട്രാൻസിഷണൽ അറേഞ്ച്മെന്റ് ഉണ്ടാകും എന്നാണ്. പക്ഷെ നമുക്ക് തറപ്പിച്ച് പറയാൻ പറ്റത്തില്ല, ആകാത്തൊരു കാര്യമല്ലേ. Oh, that was helpful.
ഇതോ ഐ മീൻ അതൊരു പുതിയ അറിവായിരുന്നു. അപ്പൊ അതൊരു ഹോപ്പാണെന്ന് പറയുന്നത്. അത് ആ 2038 വരെ അവർക്ക് എക്സ്റ്റൻഷൻ പ്രൊവിഷൻ കൊടുക്കുന്നുണ്ടെന്ന്. മനസ്സിലായി. 2028 അല്ല സർ? 2020 സോറി ദാറ്റില്ല, ഞാൻ 2028 സോറി, കറക്റ്റ്. Okay. ചോദിച്ചോ. അത് കഴിഞ്ഞ് ശരിക്കും 2028 കഴിയുമ്പോഴത്തേക്കും പിന്നെ പുതുതായിട്ട് എക്സ്റ്റൻഷനും അനുവദിക്കില്ല എന്നല്ലേ അതിൽ നിന്ന് മനസ്സിലായത്? പക്ഷെ ഈ ഗവൺമെന്റ് 4 വർഷത്തിൽ കൂടുതൽ വിടില്ലല്ലോ കാലാവധി. ശരിയാണ്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അഖില, അടുത്ത 2 ക്വസ്റ്റ്യൻ ഇതിനോട് സിമിലർ ആണ്. ഇതില് എന്തെങ്കിലും എക്സ്ട്രാ ആഡ് ചെയ്യാനുണ്ടെങ്കിൽ ജോബ് ചേട്ടൻ ആഡ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് we can go to the next question. How will the proposed Please read the next questions. Actually അതും സെയിം കാര്യം തന്നെയാണ് ചോദിക്കുന്നതല്ലോ. Will the proposed 10-year residency requirement for the settlement apply to the individuals already on a skilled worker visa? അത് തന്നെയാണ്. ഈ ക്വസ്റ്റ്യൻ വ്യത്യാസം ഉള്ളതാണോ? സാലറി ത്രഷോൾഡും സാലറി ത്രഷോൾഡ് ഇതിന്റെ അകത്ത് ഇവർക്ക് ഈ ഓക്കുപേഷണൽ കോഴ്സ് ഓഫ് പ്രാക്ടീസ് അനുസരിച്ചുള്ള ഗോയിങ് റേറ്റ്സ് അനുസരിച്ചും ഉള്ള പേ വേണം എന്നുള്ളതാണ് അതിന്റെ ഈ ഇൻഡെഫിനിറ്റ് ILRന്റെ റൂൾസ് അനുസരിച്ചുള്ള ഒരു പാർട്ടിൽ പറയുന്നത്. അതിന്റെ 6A എന്ന് പറയുന്ന ഒരു സെക്ഷൻ ഉണ്ട്. ആ 6A സെക്ഷനിൽ എപ്പോഴും നമുക്ക് ഓക്കുപേഷണൽ കോഴ്സ് ഓഫ് പ്രാക്ടീസ് അനുസരിച്ചുള്ള പേ ഉണ്ടാണ്. ആ റൂളും ഈ മാറിയാൽ മാത്രമേ ഉള്ളൂ ഈ റൂളിന് ഇപ്പം ചോദിക്കുന്ന ആ ചോദ്യവുമായിട്ട് കണക്റ്റഡ് ആകത്തുള്ളൂ. അപ്പം ആ സമയത്ത് ഇമിഗ്രേഷൻ റൂൾസ് മൊത്തം മാറണം. ഈ ടയർ 2 ആയിരുന്നപ്പോഴും ടയർ 2 ഇപ്പൊ വർക്ക് പെർമിറ്റ് എന്നുള്ളത് മാറി ടയർ 2 ആയി. ആ ടയർ 2 2009 ടയർ 2 ആയി. ദെൻ 2020 ടയർ 2 മാറി സ്കിൽഡ് വർക്കർ ആയി. അപ്പൊ ആ സ്കിൽഡ് വർക്കർ ആയപ്പോഴും ആ 6A എന്ന് പറയുന്ന ആ റൂള് മാറിയിട്ടില്ല ഇതുവരെ. SOC കോഡ് അനുസരിച്ചുള്ള പേ ഉണ്ടാകണമെന്നുണ്ട്. ആ പേ ഉണ്ടെങ്കിൽ ILR കൊടുക്കണമെന്നുള്ളതാണ്. പക്ഷെ ഇപ്പൊ ഇവര് പറയുന്ന ചില ഡിസ്ക്രിപ്റ്റൻസീസ് ഉണ്ട് ഇതിന്റെ അകത്ത്. അതിപ്പോ എങ്ങനെ വരുന്നത് പറയാൻ പറ്റൂല. ഞാൻ പറഞ്ഞത് കൃത്യമായിട്ട് മനസ്സിലായില്ലെങ്കിൽ എന്നോട് ചോദിക്കണം കേട്ടോ. അതാ വേണമെങ്കിൽ ആ ക്വസ്റ്റ്യൻ റൈസ് ചെയ്ത ആൾക്ക് വേണമെങ്കിൽ ചോദിക്കാൻ. ആരാത് റേസ് ചെയ്യുന്നല്ല, അത് പറഞ്ഞാൽ അവർക്കത് ക്ലാരിറ്റി കിട്ടുമല്ലോ. ആൾ ഉദ്ദേശം എന്താണെന്നേ. കുഴപ്പമില്ല, അവസാനം നമുക്കൊന്ന് ക്വസ്റ്റ്യൻ ആൻസർ സെഷനിൽ ഒരു പക്ഷെ ചോദിക്കാനൊരു അവസരം ഉണ്ടാകും. അപ്പൊ ഇതില് ആള് തന്നെ ചോദിച്ചിട്ടുണ്ട്, ഒരു എംപ്ലോയേഴ്സ് whether they likely to hesitate extending sponsorship. അത് ഇപ്പം ഒരു എംപ്ലോയറുടെ ഫ്രീഡം ആണ്. പിന്നെ നമ്മൾ 2 years അവിടെ നിന്നാല് നമുക്ക് 2 years ഒരു വർക്ക് എംപ്ലോയറിനോട് നിന്നാലും നമുക്ക് എംപ്ലോയ്മെന്റ് റൈറ്റ്സിൽ പ്രൊട്ടക്ഷൻ കിട്ടത്തുള്ളൂ. പക്ഷെ ഇത് നമുക്ക് ചലഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു പ്ലാറ്റ്ഫോം വേണം. നമുക്ക് വിസ ഇല്ലാതെ നിൽക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പൊ അതിന് നമ്മളെപ്പോഴും നമ്മുടെ ആളുകൾ ഈ റൈറ്റ്സിനെ കുറിച്ച്, എംപ്ലോയ്മെന്റ് റൈറ്റ്സിനെ കുറിച്ച് ഒരു പക്ഷേ പറയുമ്പം വി ഷുഡ് ഹാവ് എ പ്ലാറ്റ്ഫോം. വിതൗട്ട് എ വിസ വി ഡോണ്ട് ഹാവ് എ പ്ലാറ്റ്ഫോം ടു സ്റ്റേ ഇൻ ദ UK. അപ്പൊ എംപ്ലോയേഴ്സ് എപ്പോഴും കോൺട്രാക്ട് കൊടുക്കുന്നതിന്റെ അകത്തൊരു ഡിസ്ക്ലൈമർ ഉണ്ട്, സബ്ജക്ട് ടു ദ ഇമിഗ്രേഷൻ പെർമിഷൻ ടു ദ UK. അപ്പൊ സപ്പോസ് ഇയാൾക്ക് ആരെയും സ്പോൺസർഷിപ്പ് ചെയ്യാൻ താല്പര്യമില്ലെങ്കിൽ ഇയാളൊരു ഇമിഗ്രേഷൻ വയലേഷൻ പർപ്പസ്ഫുള്ളി കാണിച്ചാൽ മതി, അവർ റിവോക്ക് ചെയ്യും. ഒരു സസ്പെൻഡ് ചെയ്യുകയോ റിവോക്ക് ചെയ്യുകയോ ചെയ്താൽ ഇയാൾ പറയാ ഞാൻ റെഡിയാണ്, പക്ഷെ ഐ ലോസ്റ്റ് ദ ലൈസൻസ് എന്ന് പറഞ്ഞാൽ ഇപ്പം നമുക്കൊന്നും ചെയ്യാൻ പറ്റൂലല്ലോ. ഒരു സംശയം ചോട്ടെ, എംപ്ലോയ്മെന്റ് റൈറ്റ്സ് 2 വർഷം കണ്ടിന്യൂസ് ആയിട്ട് എംപ്ലോയി ആയിട്ട് വർക്ക് ചെയ്താലേ എംപ്ലോയ്മെന്റ് പ്രൊട്ടക്ഷൻ ഉണ്ടാവുള്ളൂ. പിന്നെ എപ്പോഴും നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അറ്റ് എനി കോസ്റ്റ് നമ്മൾ അതിന്റെ കൺവേർഷൻ റേറ്റ് നോക്കാതെ യൂണിയനിൽ ചേരാൻ നോക്കുക. നമ്മുടെ ആളുകളുടെ ഒരു വലിയ പലപ്പോഴും ജോലി പോയി എന്ന് പറഞ്ഞ് വരുമ്പോഴത്തേന് നമ്മൾ ചോദിക്കണ യൂണിയനിലുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ പറഞ്ഞാൽ ഞങ്ങൾ യൂണിയനിലില്ല. ആ കാര്യം മാത്രം
ഇവിടെ അന്വേഷിക്കുന്നില്ല. ബാക്കി എല്ലാ കാര്യവും നമ്മൾ അന്വേഷിക്കുന്നുണ്ട്. നമ്മള് ആമസോണിലാണോ ടെമൂലാണോ റേറ്റ് കുറവോ അതെല്ലാം നോക്കും. പക്ഷെ ഈ ഒരു കാര്യം മാത്രം നമ്മൾ നോക്കിയല്ല. അങ്ങനെ ചേരാൻ പറ്റിയ യൂണിയൻ എന്ന് പ്രപ്പോസ് ചെയ്യാൻ പറ്റുമോ ചോദിച്ചാൽ ഏതെങ്കിലും അല്ല, നമുക്ക്? ഇതിപ്പം നമുക്ക് ഓരോരുത്തർക്കും ഓരോ പൊളിറ്റിക്കൽ വ്യൂസ് ഉണ്ട്. ഇപ്പം ഇപ്പൊ യൂണിസൺ ഉണ്ട്, അല്ലെങ്കിൽ യൂണിസന്റെ പല ഓപ്ഷൻസ് ഉണ്ടല്ലേ. പിന്നെ അതുപോലെ തന്നെ ഓരോ മേഖലയിലും ഓരോ റീജിയൻസിലും ശക്തിയായിട്ടുള്ള യൂണിയൻസ് ഒക്കെ ഉണ്ട് ഓരോ മേഖലയിലുമേ. അവരോട് അപ്പൊ നമ്മുടെ കൊളീഗ്സുമായിട്ട് നമ്മൾ സംസാരിക്കാൻ നോക്കുക. അവരൊക്കെ ആരെങ്കിലും ഒക്കെ യൂണിയനിൽ ഉണ്ടാകും ഡെഫിനറ്റ്ലി. ഒരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ, ഒരു യൂണിയന്റെ കാര്യം പറഞ്ഞുകൊണ്ടാണ്. സോറി, അതോ ലാസ്റ്റ് ചോദിച്ചാൽ മതിയോ? യൂണിയൻ ഈ പ്രൈവറ്റ് സെക്ടറിൽ വർക്ക് ചെയ്യുന്നവർക്കും യൂണിയൻ ഉണ്ടോ, അതോ NHS പ്രൈവറ്റ് സെക്ടറിലുള്ളവർക്കും യൂണിയനിൽ ചേരാം? അതെങ്ങനെ ഈ ഇങ്ങനെ മന്ത്ലി ഒരു സബ്സ്ക്രിപ്ഷൻ പോലെ? മന്ത്ലി സബ്സ്ക്രിപ്ഷൻസ് ഉണ്ടാകും. ചിലപ്പം ചിലതൊക്കെ സാലറിയെ ബേസ് ചെയ്താണ് സബ്സ്ക്രിപ്ഷൻസ് പോകുന്നത്. ചിലതൊക്കെ ഫിക്സഡ് ഇതുണ്ട്. ഈ യൂണിയനിൽ ചേർന്നുകൊണ്ടുള്ള ഒരു അഡ്വാൻറ്റേജ് എന്താണ് നമുക്കുള്ള? ഈ യൂണിയനിൽ ഇപ്പൊ നമുക്കൊരു ഡിസിപ്ലിനറി ആക്ഷൻസോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളോ ഉണ്ടാകുമ്പോൾ നമുക്ക് അവരെ കോണ്ടാക്ട് ചെയ്യാം. ഇവരുമായിട്ട് കോണ്ടാക്ട് ഇപ്പൊ ഒരു സസ്പെൻഷൻ ഒക്കെ വരുമ്പോഴത്തേന് ഇവര് എംപ്ലോയർ എന്നാ പറയുന്നത്, യു ക്യാൻ ബ്രിങ് യുവർ കൊളീഗ്, ഫാമിലി ഓർ യൂണിയൻ റെപ്രസെന്റേറ്റീവ് എന്ന് പറഞ്ഞാൽ ഒരു ലെറ്റർ തന്നെ. പല കാര്യങ്ങളിലും അവര് ഹെൽപ്പ് ചെയ്യും. പിന്നെ ചില സാഹചര്യങ്ങളിൽ നമുക്ക് സാലറി ബിഫോർ ടാക്സ് കട്ട് ചെയ്ത് പോകാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പൊ എംപ്ലോയർക്കും അറിയാം അവൻ യൂണിയനിലുണ്ടെന്ന്. പേ സ്ലിപ്പിൽ തന്നെ വരും. പിന്നെ അത് നിങ്ങൾ അവിടുത്തെ സാഹചര്യവും കാര്യങ്ങളും നോക്കി മാത്രം ചെയ്യുക. നിങ്ങൾക്ക് ആരെയും പുറത്തറിയിക്കാതെ നിങ്ങൾക്ക് യൂണിയനിൽ നിൽക്കാം. നമുക്കൊരു കാര്യം സംഭവിച്ചതിന് ശേഷം യൂണിയനിൽ ചെന്ന് കഴിഞ്ഞാൽ അവർ ആ സാധനം മുമ്പുള്ള ഒരു കാര്യത്തിനും അവർ നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുക. താങ്ക് യു. താങ്ക്സ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അഖില. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അത് ILR റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ്. വാട്ട് ടൈപ്സ് ഓഫ് ഡോക്യുമെന്റേഷൻ ആൻഡ് റെക്കോർഡ് ഷുഡ് ഐ സ്റ്റാർട്ട് മെയിൻറ്റെയിനിങ് നൗ ടു സപ്പോർട്ട് ബോത്ത് ആപ്ലിക്കേഷൻ, ബോത്ത് ILR ആൻഡ് നെക്സ്റ്റ് ഇയർ വിസ റിന്യൂവൽ? പിന്നെ അത് റിലേറ്റഡ് ഒരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്, മേ ബി രണ്ടും കൂടി ഒന്ന് ആൻസർ ചെയ്യാം. വാട്ട് checks does the Home Office typically perform during the renewal and ILR application process? Visa renewal ന്റെ സമയത്തും ILR ന്റെ സമയത്തും. ഓക്കെ, സോറി. നമുക്ക് ഏതൊക്കെ എംപ്ലോയേഴ്സിന്റെ അടുത്ത് നമ്മൾ ജോലി ചെയ്തിട്ടുണ്ടോ അവിടെ നിന്നൊക്കെ ലീവ് ചെയ്യുമ്പോൾ ഉള്ള P45 ഡെഫിനറ്റ്ലി കീപ്പ് ചെയ്യണം. P60s ഉണ്ടെങ്കിൽ കീപ്പ് ചെയ്യണം. അതിന്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ ചില സാഹചര്യത്തില് ഹോം ഓഫീസിന് ചിലപ്പോൾ ഈ ഡേറ്റാസ് കാണൂല, അല്ലെങ്കിൽ HMRCയുടെ ഈ സിസ്റ്റംസ് പോകും, ഈ സംഭവിക്കുന്ന പോവാം. അപ്പൊ അതുകൊണ്ട് P60 P45 ഓൾവേസ് കീപ്പ് ചെയ്യുക. പിന്നെ എക്സ്റ്റൻഷൻ സമയത്തൊക്കെ നമ്മൾ ചിലപ്പോൾ വായിച്ചു നോക്കുമ്പോൾ ഓക്കെ നമുക്കൊരു പാർക്കിംഗ് ടിക്കറ്റ് മാത്രമേ കിട്ടിയിട്ടുണ്ടാകത്തുള്ളൂ. ലിറ്ററലി സെൻസിൽ നമ്മൾ നോക്കും ഓക്കെ അതിന്റെ ആവശ്യമില്ല. ഹോം ഓഫീസിന്റെ ആപ്ലിക്കേഷൻ ഫോമിലും പറഞ്ഞിട്ടുണ്ടാകും അതിന്റെ ആവശ്യമില്ല. പക്ഷെ നമ്മൾ ഇതങ്ങ് ഡിക്ലെയർ ചെയ്തേക്കണം. ഈ UK-യില് എസ്പെഷ്യലി ഇംഗ്ലണ്ടില് ഒരു സാധനം കൺസീൽ ചെയ്യുന്നതാണ് ഇവർക്ക് ഏറ്റവും ബുദ്ധിമുട്ട്. സപ്പോസ് നമുക്കൊരു പാർക്കിംഗ് ടിക്കറ്റ് അത് വേറെ എക്സ്റ്റെന്റിൽ പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ അറിഞ്ഞിട്ടുണ്ടാകില്ല. ചിലപ്പം അതിനൊരു എൻഫോഴ്സ്മെന്റ് ഉണ്ട്. നമ്മൾ അവിടെ നോ ഇട്ട് വെച്ചാൽ ഇവര് ഡിസെപ്ഷൻ കയറി പിടിക്കും. ഈ ഡിസെപ്ഷൻ വന്നു കഴിഞ്ഞാൽ 10 years ബാൻ വരും. അതുപോലെ റീസെന്റ് ഉണ്ടായേക്കണ പല AI-യുടെ ഡെവലപ്മെന്റോട് കൂടി ഇപ്പം പുതിയതൊരു ടെൻഡൻസി ഇവിടെ കണ്ടേക്കുന്നതാണ്. ഓൺലൈൻ ആപ്ലിക്കേഷൻസ് വന്നേ പിന്നെ ഇപ്പൊ പലരും ഓക്കെ നാട്ടിലൊരു ഏജന്റിനെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നു, അല്ലെങ്കിൽ നാട്ടിൽ നിന്ന് ഈ ആപ്ലിക്കേഷൻ ഇവർ തന്നെ വേറെ ആരെങ്കിലും ഫ്രണ്ട്സിനെ കൊണ്ട് ചെയ്യിപ്പിക്കും. ദ വെരി ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആർ യു ഇൻ ദ UK എന്നുള്ളതാണ് ഇപ്പോഴത്തെ ആപ്ലിക്കേഷൻ. ആർ യു ഇൻ ദ UK എന്നുള്ള ക്വസ്റ്റ്യൻ യേസ് ഇടുകയും ഈ സാധനം
ഇതിന്റെ പേയ്മെന്റ് സെക്ഷനിലോട്ട് വരുമ്പോൾ നാട്ടിൽ നിന്ന് പേ ചെയ്യുകയും ചെയ്താൽ ഇവരിത് ഫൈൻഡ് ഔട്ട് ചെയ്താൽ അവര് നാട്ടിൽ എന്ന് വെച്ചാൽ ഈ ആപ്ലിക്കേഷൻ ചെയ്തത് നാട്ടിലാണ് ഈ ആളെന്നുള്ള രീതിയിലോട്ട് വരും. ആളിവിടെ ഉണ്ട് താനും. അപ്പം ആള് നാട്ടിലാണോ ഇവിടെയാണോ എന്ന് എഐക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ ഇത് മാത്രമേ ഉള്ളൂ. പക്ഷെ ആള് സത്യത്തിൽ ഇവിടെ ഉണ്ടാവും. ഒരു ഇനീഷ്യൽ റെഫ്യൂസലിന് സാധ്യതയുണ്ട്. ഇപ്പൊ സപ്പോസ് ഇത് ഒരു സോളിസിറ്ററെ ഇത് ഏൽപ്പിച്ചേക്കണമെങ്കിൽ ആ സോളിസിറ്റർക്ക് ലോകത്തുള്ള ആരെ വേണം ഏൽപ്പിക്കാം. പക്ഷെ ഇറ്റ് ഷുഡ് ബി സൂപ്പർവൈസ്ഡ് ബൈ ദ സോളിസിറ്റർ. ഇതേ ആപ്ലിക്കേഷൻ വേറൊരു ഇമിഗ്രേഷൻ കൺസൾട്ടന്റിനെ ഇവിടെ ഏൽപ്പിച്ചേക്കെങ്കിൽ അയാൾക്ക് മാത്രമേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ. വേറൊരാളെ അയാൾക്ക് ഏൽപ്പിക്കാൻ പറ്റില്ല. സോളിസിറ്റർ മാത്രമല്ല, ബാരിസ്റ്ററെ ഏൽപ്പിച്ചാലും ബാരിസ്റ്റർക്കും ഇത് ആരെ വേണം ഏൽപ്പിക്കാം. പക്ഷെ സൂപ്പർവൈസ് ചെയ്യണവരായിരിക്കും. ഇൻ പേഴ്സൺ ചെയ്യുമ്പോഴും ഇമിഗ്രേഷൻ കൺസൾട്ടന്റിനെ ചെയ്യുമ്പോഴും നമ്മൾ UK ഉണ്ടെങ്കിൽ മാത്രമേ ഇൻ ദ UK എന്ന് പറഞ്ഞ് എഴുതാവുള്ളൂ. പക്ഷെ ഒരു എക്സ്റ്റൻഷൻ ഔട്ട് ഓഫ് UK നിന്ന് ആപ്ലിക്കേഷൻ ചെയ്യാനും പെർമിഷൻ ഇല്ല. അതുപോലെ ഈ കേസുകളുടെ കാര്യത്തില് 100% ഒരു ട്രാഫിക് ഒഫൻസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് ഫൈൻ അടച്ചതാണെങ്കിലും അല്ലെങ്കിൽ ഇതിന് 10 വർഷം മുമ്പുള്ളതാണെങ്കിലും 10 വർഷത്തിനുള്ള നമ്മളത് ഡിക്ലെയർ ചെയ്തേക്കുക. ഡിക്ലെയർ ചെയ്തില്ലെങ്കിൽ ഉള്ളൊരു ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാൽ ഒരു ഡിസെപ്ഷൻ വന്നാൽ ഇംഗ്ലീഷുകാർക്ക് ഒട്ടും സഹിക്കില്ലാത്തൊരു കാര്യമാണ് ഡിസെപ്ഷൻ. ഉള്ള കാര്യം ഉള്ളതുപോലെ പറഞ്ഞാൽ ദേ ആർ ഹാപ്പി. പിന്നെ സ്പോൺസർ ഇതല്ലേ ഇതിന്റെ ക്വസ്റ്റിനകത്തുള്ളൂ, ഡോക്യുമെന്റേഷനല്ലേ ഉള്ളൂ. അതെ. അല്ല, പിന്നെ എനിക്ക് ഒരു ക്വസ്റ്റ്യൻ തോന്നിയത്, ഇത് ഇപ്പൊ നമ്മൾ ഇവിടെ നിന്നാണ് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്നത്. പക്ഷെ നമ്മൾ പേയ്മെന്റ് ചെയ്യുന്നത് നമ്മുടെ കാർഡ് ഇന്ത്യൻ കാർഡ് അല്ലെങ്കിൽ ബാങ്ക് ഇന്ത്യൻ കാർഡ് ആണെങ്കിൽ അതൊരു ഇഷ്യൂ ആണോ? നോർമലി ഇവിടുത്തെ കാർഡിന് നമ്മൾ ഇന്ത്യൻ ഇവര് GBPയിലല്ലേ പേ ചെയ്യണ്ടേ? അതെ. പക്ഷെ ഇവിടുന്ന് പേ ചെയ്യുന്നതെന്ന് ഏകദേശം ഇവർക്ക് അറിയാമല്ലോ. ഇന്ത്യൻ കാർഡ് ആണെങ്കിലും കുഴപ്പമില്ല, ഇവിടുന്ന് പേ ചെയ്യുന്നതെന്ന്. ഇപ്പൊ നമ്മൾ ആപ്ലിക്കേഷൻ കൊടുത്താൽ പോലും ഇവര് ചിലതിന്റെ അകത്ത് മാത്രം IST പറയാറുണ്ട്. ചിലപ്പോ ചിലതിന്റെ അകത്ത് IST ടൈം അടിച്ചു വന്ന് ഞാൻ കണ്ടിട്ടുണ്ട്. GMT അല്ലാതെ വന്നേക്കണമുണ്ട്. GMT എന്നല്ല ഇവരടിച്ചു വന്നെ BST എന്ന് പറഞ്ഞാൽ ഇവരടിച്ചു വരുന്നത്. ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചോട്ടെ, മനോജാണ്. നമ്മൾ ഈ ട്രാഫിക് ഫൈൻ്റെ കാര്യം പറഞ്ഞല്ലോ. നമ്മൾ ട്രാഫിക് ഫൈന് ഇപ്പം എൻ്റെ വണ്ടിക്ക് 2-3 ഡ്രൈവേഴ്സിനെ നമ്മൾ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. വൈഫിന് അനിയത്തിയുണ്ട്, ഞാനുണ്ട്, ഞങ്ങൾ 3 പേരുണ്ട്. നമ്മൾ 2-3 കൊല്ലത്തെ ഈ ഫൈനെല്ലാം ഓർത്തിരുന്ന് എഴുതി വെക്കണോ? അറിയത്തില്ല, അതാണ് ചോദിക്കുന്നത്. പാർക്കിംഗ് ഫൈൻ ഡിക്ലെയർ ചെയ്യണം. ഇപ്പൊ നേരത്തെ ലാസ്റ്റ് 2 years ഇപ്പൊ പല ക്വസ്റ്റിനും ഹാവ് യു എവർ എന്നാണ്. നമുക്ക് അറിയാതെയാണെങ്കിലും ഒരു ഇതിനിടയ്ക്ക് ഞാൻ വിട്ടുപോയി, ഒരു പബ്ലിക് ഫണ്ട് അറിയാതെയാണെങ്കിലും വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം നമ്മളത് ഡിക്ലെയർ ചെയ്ത് അത് ചെയ്യണം. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെയുള്ള പല ക്വസ്റ്റ്യനുകളും ആർ യു റിസീവിങ് എനി പബ്ലിക് ഫണ്ട്സ് എന്നുള്ളതായിരുന്നു. അല്ലെങ്കിൽ ഡു യു ഹാവ് ഇത് അതുകൊണ്ട് എപ്പോഴേലും പബ്ലിക് ഫണ്ട് മേടിച്ചിട്ടുണ്ടെങ്കിൽ പോലും ചെയ്യണം. അതുപോലെ ഈ പറഞ്ഞ ഒഫൻസുകൾ ഡിക്ലെയർ ഞാൻ ചോദിക്കുന്നത്, ഓഫൻസ് ഡിക്ലെയർ ചെയ്യാം, സ്പെസിഫൈ ചെയ്യണോ ഇന്ന ദിവസം ഇന്ന ടിക്കറ്റ് കിട്ടിയെന്ന്? കാരണം അതൊക്കെ നമ്മുടെ കയ്യിൽ അത് ആ ക്വസ്റ്റിന്റെ അകത്ത് ഏസ് അടിച്ചാൽ പിന്നെ ഓൺലൈൻ്റെ അകത്ത് അത് വരും. ഇനി അറിയാൻ വേണമെങ്കിൽ ആ ഇയർ എങ്കിലും മന്ത് ഏകദേശം ഐഡിയ കാണുമല്ലോ. മെയിനായിട്ടും പാർക്കിംഗ് ഫൈൻ ആയിട്ടേക്കുന്നത്, വേറെ ഒന്നും കിട്ടിയിട്ടില്ല. പാർക്കിംഗ് അത്രയും പ്രശ്നമല്ല. പാർക്കിംഗ് വേറെ നമ്മൾ അടച്ചിട്ടുണ്ടെങ്കിൽ ഓക്കെ, പാർക്കിംഗ് അടക്കേണ്ടെന്ന് ഇവർ കൃത്യമായിട്ട് പറയുന്നുണ്ട്. മെയിൻലി സ്പീഡിംഗ് ആണ്. ഞാൻ പാർക്കിംഗ് എന്ന് പറയാൻ നമ്മളൊരു പാർക്കിംഗ് വന്നു, അത് ഒന്നും സംഭവിച്ചില്ല, പക്ഷെ അത് കോടതി പോയല്ലോ നമുക്ക് അറിയത്തില്ല. അതുകൊണ്ട് ഞാൻ പാർക്കിംഗ് എന്ന് പറഞ്ഞതാ. എല്ലാം അടച്ചിട്ടുണ്ടോ എല്ലാം കൃത്യമായിട്ട്? പിന്നെ ഉള്ള എന്ന് പറഞ്ഞാൽ പലപ്പോഴും നമ്മള് ഫിക്സഡ് പെനാൽറ്റി ആണെങ്കിൽ അവർ അത്രയും പ്രശ്നം ഉണ്ടാക്കാറില്ല. ആ സമയം നമ്മൾ ചലഞ്ച് ചെയ്ത് ഫൈൻ വന്നു കഴിയുമ്പോൾ ഒന്നുകൂടെ ഇഷ്യൂസ് വരാറുണ്ട്. ഞാൻ പാർക്കിംഗ് എന്നൊരു ഉദാഹരണം പറഞ്ഞ കേട്ടോ. മെയിൻലി സ്പീഡിങ്ങും കാര്യങ്ങളും ഒക്കെയാണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് കേട്ടോ. പക്ഷെ ഈ പാർക്കിംഗ് അടയ്ക്കാതെ പോയി കോടതിയിൽ പോയി കേസായിട്ടുണ്ടെങ്കിലാണ് അതൊരു ഇഷ്യൂ തന്നെ. പ്രൈവറ്റ് പാർക്കിംഗും ബാധകമാണോ ജോബി ചേട്ടാ? ഇത് എവിടെയാണല്ലോ അത് അവർക്ക് എൻഫോഴ്സ്മെന്റ് റൈറ്റ്സ് ഉണ്ടല്ലോ. അല്ല, പ്രൈവറ്റ് പാർക്കിങ്ങിന്റെ അതിന്റെ അകത്ത് ഡിക്ലെയർ ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുന്നില്ല. ഞാൻ മെയിൻലി ട്രാഫിക് മറ്റേ സ്പീഡിങ്ങും കാര്യങ്ങളുമാണ്. ഈ പാർക്കിങ്ങിന്റെ ഒക്കെ അടയ്ക്കാതെ ചലഞ്ച് ചെയ്യില്ല പലപ്പോഴും. ഞാൻ ആ ഒരു ഇതാണ് ഉദ്ദേശിച്ചത് കേട്ടോ.
പ്രൈവറ്റ് പാർക്കിംഗ് ഡാറ്റാബേസിൽ പോകുന്നുണ്ട് കേട്ടോ. പ്രൈവറ്റ് പാർക്കിംഗ് എന്ന് പറഞ്ഞാൽ അത് എൻഫോഴ്സ്മെന്റിന്റെ അകത്ത് വരുന്നതാണ്. അതും ഡാറ്റാബേസിൽ പോകുന്നുണ്ട്. എനിക്കറിയാം, ഞങ്ങളുടെ പള്ളിയുടെ പാർക്കിംഗ് അങ്ങനെ കൊടുത്തിട്ടുണ്ട്. ചോദിച്ചോട്ടെ, ഒരു സംശയം ചോദിച്ചോട്ടെ. പറഞ്ഞില്ലായിരുന്നു നമുക്ക് ഈ അറിയാതെ ആണെങ്കിലും പബ്ലിക് ഫണ്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഡിക്ലെയർ ചെയ്യണമെന്ന്. അങ്ങനെ എന്തെങ്കിലും ഫണ്ട് കിട്ടുമോ? അങ്ങനെ കിട്ടിയായിട്ട് പലർക്കും കിട്ടാറുണ്ട്. പലപ്പോഴും തെറ്റി ചൈൽഡ് ബെനിഫിറ്റും കാര്യങ്ങളും ഒക്കെ കിട്ടിയിട്ടുള്ള സംഭവം ഒത്തിരി. ഓക്കെ 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 ഓക്കെ. അതുപോലെ ചില മെറ്റേണിറ്റി അലവൻസുകൾ വാങ്ങിക്കുന്നവരുണ്ട്. ഇപ്പൊ ഹോം ഓഫീസ് ഈ ക്വസ്റ്റ്യൻസ് എല്ലാം മാറി, അതുകൊണ്ടാണ് ഇപ്പം. ഇത് അറിയത്തില്ലായിരുന്നു. ഓക്കെ. അതുപോലെ ചേട്ടാ, ഈ നമ്മുടെ റൈറ്റ് ടു ചൂസ് പാത്ത് എന്നൊക്കെ പറഞ്ഞ NHS-ന്റെ അതൊക്കെ പബ്ലിക് ഫണ്ടിൽ വരുന്നതാണോ? എങ്ങനെയാ റൈറ്റ് ടു ചൂസ് പാത്ത് എന്നൊക്കെ പറഞ്ഞ മറ്റേ ഈ ADHD ഒക്കെയുള്ള ഈ ഡയഗ്നോസ്റ്റിക്സിന് NHS പ്രത്യേകം വിടാറുണ്ട് വേറെ. അത് ശരിക്കും ഈ പബ്ലിക് ഫണ്ടിൽ അങ്ങനെ തീർത്തു പറയാൻ, പബ്ലിക് ഫണ്ട്സിനെ കുറിച്ച് തീർത്തു പറയാൻ ഞാൻ ആളല്ല. ഏതൊക്കെയാണ് നമ്മള് അത് അവരോട് ചോദിക്കുക പബ്ലിക് ഫണ്ട് ആണോ എന്ന്. നമുക്ക് ഏതൊക്കെയാണ് പബ്ലിക് ഫണ്ട് എന്ന് പറയാൻ ഞാൻ ആളല്ല. ചോദിച്ചതാ. ഇപ്പൊ നമ്മുടെ ഈ സിക്ക് പേ കിട്ടുന്നത് പബ്ലിക് ഫണ്ട് ആണോ? നമുക്ക് പബ്ലിക് ഫണ്ട് അല്ല, SMB മറ്റേ ഇതല്ലേ SSP, സ്റ്റാറ്റ്യൂട്ടറി സിക്ക് പേ. അത് പബ്ലിക് ഫണ്ട് അല്ലല്ലോ, സ്റ്റാറ്റ്യൂട്ടറി സിക്ക് പേ. എംപ്ലോയർ കൊടുക്കുന്നല്ലേ? പക്ഷെ മറ്റേണിറ്റി അലവൻസ് ആണെന്നല്ലേ? മറ്റേണിറ്റി അലവൻസ് പബ്ലിക് ഫണ്ട്, അതേസമയം SMB പബ്ലിക് ഫണ്ട് അല്ല. ഓക്കെ. അത് ഇത് എല്ലാവർക്കും വളരെ സംശയമുള്ള ഒരു ചോദ്യമാണ്. എനിക്കാണ് ഇതിന്റെ ഫോളോ അപ്പ് ക്വസ്റ്റ്യൻസ് കുറെ ഉണ്ടാവും. എനിക്കും ഉണ്ട് 2-3 ക്വസ്റ്റ്യൻസ്. അവസാനം ചോദിക്കാം. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാനില്ല. ഓക്കെ. ഇനി അടുത്തത് ആപ്ലിക്കേഷൻ പ്രോസസ് റിലേറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ഇഫ് ദ ഹോം ഓഫീസ് റിക്വസ്റ്റ് സോറി ടു ഇന്ററപ്റ്റ്, ലൈക്ക് അടുത്ത 3 ക്വസ്റ്റ്യൻ ഞാൻ എന്റെയാണ്. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് സിനാരിയോ എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും ബെറ്റർ. ഓക്കെ. സോ ഗുഡ് ആഫ്റ്റർനൂൺ എവരിവൺ. നമസ്കാരം ചോദിച്ചിട്ടാ. എൻ്റെ പേര് റോഷൻ. ഞാനിപ്പോൾ കറന്റ് സ്കിൽഡ് വർക്കർ വിസ ആപ്ലിക്കേഷൻ അപ്ലൈ ചെയ്തിരിക്കുന്നതാണ്. സോ കമ്പനി ഒരു COS സർട്ടിഫിക്കറ്റ് സ്പോൺസർഷിപ്പ് ഇഷ്യൂ ചെയ്തു. അതിൽ ഫസ്റ്റ് ഒരു അഡ്രസ്സിന്റെ ഇഷ്യൂ ഉണ്ടായിരുന്നു. അതൊരു സ്പോൺസർ നോട്ട് ആഡ് ചെയ്ത് കറക്റ്റ് ചെയ്തു. എന്നിട്ടാണ് വിസ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ എൻ്റെ BRP ചിപ്പ് സ്കാൻ ചെയ്യുന്ന ഇഷ്യൂ ഉണ്ടായിരുന്നു. അപ്പോൾ ഇൻ പേഴ്സൺ അപ്പോയിന്റ്മെന്റ് എടുത്ത് ബയോമെട്രിക്സും കംപ്ലീറ്റ് ആയി. ഇതെല്ലാം കഴിഞ്ഞിട്ട് വിസ ആപ്ലിക്കേഷൻ പ്രോസസ് തുടങ്ങിയപ്പോൾ സാലറി ത്രെഷോൾഡിൽ ഒരു ഇഷ്യൂ വന്നു. അപ്പോൾ ഹോം ഓഫീസ് ഡയറക്ട്ലി സ്പോൺസറെ കോൺടാക്ട് ചെയ്തു. അവർ അഡീഷണൽ ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യണമെന്നും പറഞ്ഞ്. അത് 6th അവർ കോൺടാക്ട് ചെയ്തത്. ഞാൻ പ്രയോറിറ്റി ആപ്ലിക്കേഷൻ ആണ് വെച്ചത്, പ്രയോറിറ്റി സർവീസ് ആണ് വെച്ചത് സ്കിൽഡ് വർക്കറിന്. സോ 2 days കഴിഞ്ഞിട്ട് സ്പോൺസറും സാലറി കറക്റ്റ് ചെയ്ത് വീണ്ടും ഒരു സ്പോൺസർ നോട്ട് ആഡ് ചെയ്തു. സോ ഇപ്പോൾ അത് കഴിഞ്ഞിട്ട് ഒരു 6 working days ഓൾറെഡി കംപ്ലീറ്റ് ആയി. ഇപ്പോഴും ആപ്ലിക്കേഷന്റെ ഒരു ഡിസിഷൻ വന്നിട്ടില്ല. എനിക്കാണെങ്കിൽ അർജന്റായിട്ട് നാട്ടിൽ പോകേണ്ട ഇഷ്യൂ ഉണ്ടായിരുന്നു. ലൈക്ക് ഈ വീക്കെൻഡ് എൻഗേജ്മെന്റ് ആണ്. ആക്ച്വലി ഇന്നലെയായിരുന്നു നാട്ടിൽ പോകേണ്ടിരുന്നത്. ഫ്ലൈറ്റും ഞാൻ ക്യാൻസൽ ചെയ്തു. ഒരു 2-3 days കൂടി വെയിറ്റ് ചെയ്യാന്ന് പറഞ്ഞ്. അപ്പോ എങ്ങനെയാ നാട്ടിൽ പോകുന്നതുകൊണ്ട് എന്തെങ്കിലും കോൺസിക്വൻസ് ഉണ്ടാവുമോ? വേറൊരു ഇഷ്യൂ ഉള്ളത്, കമ്പനിക്ക് ഈ സർട്ടിഫിക്കറ്റ് ഓഫ് സ്പോൺസർഷിപ്പ് ഇഷ്യൂ ചെയ്യുന്ന ലിമിറ്റ്സ് ഉണ്ടെന്ന് തോന്നുന്നു. സർട്ടൻ ഇയർ ഇത്ര സർട്ടിഫിക്കറ്റ്സ് ഇഷ്യൂ ചെയ്യാൻ പറ്റുള്ളൂ ലിമിറ്റ്സ് ഉണ്ട്. സോ അതും ഒരു ഇഷ്യൂ ആണ്. പ്രയോറിറ്റി സർവീസ് ആയതുകൊണ്ട് 5 days ഡിസിഷൻ വരേണ്ടതാണ്. പക്ഷെ ഇങ്ങനെ ഒരു ഇഷ്യൂ വന്നുകൊണ്ട് ഇനിയും എന്ന് വരുമെന്നൊരു ഐഡിയ ഇല്ല. ഓക്കെ. പ്രയോറിറ്റി സർവീസ് ഹോം ഓഫീസ് ഒരു ഡിസ്ക്ലൈമറിലാണ് എടുക്കുന്നത്. ഓക്കെ. ഇപ്പം എവരിതിങ് വാസ് പെർഫെക്റ്റ്. ആ പെർഫെക്റ്റ് ആയിട്ടും ഹോം ഓഫീസിന്റെ ഭാഗത്തുനിന്ന് ഒരു ഡിലേ ഉണ്ടെങ്കിൽ അവർ ആ പ്രയോറിറ്റിയുടെ പൈസ റീഫണ്ട് ചെയ്യും. പക്ഷെ ഇവിടെ ഈ സെനോറിയോയില് മിസ്റ്റേക്ക് നമ്മുടെ ഇതാണ്. ഒന്ന്, ഈ COS കിട്ടിയപ്പം ഈ COS ചെക്ക് ചെയ്യുന്നില്ല വെദർ ഇറ്റ് വാസ് മീറ്റിംഗ് വിത്ത് ദ ലീഗൽ കംപ്ലയൻസ്. അതിന്റെ റെസ്പോൺസിബിലിറ്റി നമുക്കായിരുന്നു. ഇതിന്റെ അകത്ത് സാലറി ത്രെഷോൾഡ് മീറ്റ് ചെയ്യുന്നുണ്ടോ, ഇത് പ്രോപ്പർ ആയിട്ടാണോ COS വന്നേക്കണേ, അങ്ങനെയുള്ള കാര്യങ്ങൾ COS കിട്ടുമ്പോൾ നമ്മൾ നോക്കണം. അപ്പൊ COSന്റെ അകത്ത് ആ കൺസേൺഡ് ആയിട്ട് എനിക്ക് ഞാൻ വിശ്വസിക്കുന്നത് ആ ജോബിനുള്ള സാലറി ഇല്ലായിരുന്നായിരിക്കണം. അതാണോ ഉദ്ദേശിക്കുന്നത്? അത് ന്യൂ എംപ്ലോയ്മെന്റ് തന്നിട്ട് കൂടുതൽ ഇടുവാണോ ചെയ്തത്?
അതോ ന്യൂ എൻട്രന്റ് കാറ്റഗറി? അല്ല കൊടുത്തേ, സ്പോൺസർ കോഡിനുള്ള ആ ജോബ് കോഡിനുള്ള സാലറി. അപ്പൊ ആ ജോബ് കോഡിനുള്ള സാലറി ഉണ്ടോ ഇല്ലയോ എന്ന് നമ്മള് നോക്കണമായിരുന്നു. നമുക്കറിയാൻ വേണമെങ്കിൽ നമ്മൾ എക്സ്പേർട്ട് ഒപ്പീനിയൻ എടുക്കണമായിരുന്നു. ആ എക്സ്പേർട്ട് ഒപ്പീനിയൻ എടുത്തിരുന്നെങ്കിൽ അവിടെ ആ കാര്യം അവരത് സൈറ്റ് ചെയ്തേരെ. ഇതൊന്നും ചെയ്യാതെ നമ്മൾ കൊടുത്തു. ഇപ്പം ഈ പന്ത് ഹോം ഓഫീസിന്റെ കയ്യിലാണ്. പിന്നെ ഒരു ആപ്ലിക്കേഷൻ പെൻഡിങ് ആയിരിക്കുമ്പോൾ UK വിട്ടു പോകാവുന്ന ഏക സ്ഥലം റിപ്പബ്ലിക് ഓഫ് അയർലൻഡ് ആണ്. കോമൺ ട്രാവൽ ഏരിയ. വി കാൺട്ട് ലീവ് ഔട്ട് ഓഫ് ദ കോമൺ ഏരിയ. Common travel area. If you leave out of the common travel area, the application will be deemed to be withdrawn. അതാണ് ഇമിഗ്രേഷൻ റൂൾസ്. ഇതിപ്പം പുതിയ നിങ്ങളെ ഇപ്പം നേരത്തെ വന്നവർക്ക് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ ചെയ്താൽ പാസ്പോർട്ട് ഹോം ഓഫീസ് മേടിച്ചു വെക്കുമായിരുന്നു. അവർക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഇത് വിഡ്രോ ചെയ്തുകൊണ്ട് ഈ പാസ്പോർട്ട് മേടിച്ചോണ്ട് പോകാൻ. ഇപ്പം ടെക്നോളജി ഡെവലപ്പ് ചെയ്തപ്പം ഈ സാധനം നമ്മുടെ കയ്യിലോട്ട് തന്നു വിടുന്നു എന്ന് പറഞ്ഞാലും the application is pending before the Secretary of State. When an application is pending before the Secretary of State, you cannot leave out of the common travel area. If you go out of the common travel area, the application will be deemed to be withdrawn. പക്ഷേ എന്നാലും ചിലർക്കൊക്കെ അടിച്ചു കിട്ടിയിട്ടുണ്ട്. നാളെ ഒരു കാര്യത്തിന് ചെല്ലുമ്പം ഇവരിത് ഫൈൻഡ് ഔട്ട് ചെയ്താൽ അവിടെ വെച്ച് അത് ഡിസെപ്ഷൻ ആയിട്ട് പോകും. അപ്പൊ എന്റെ ക്ലയൻസിനും ഞാൻ പോലും അറിയാതെ നാട്ടിൽ പോയി PR കിട്ടിയവരുണ്ട്. പക്ഷെ അവർ നാളെ സിറ്റിസൺഷിപ്പിന് ചെല്ലുമ്പോഴായിരിക്കും ഈ ട്രാവലും ഈ എക്സിറ്റ് എൻട്രിയും ആ PR നമ്മൾ കാണുന്നത്. ചിലപ്പോൾ അവിടെ വെച്ച് ക്യാൻസൽ ചെയ്തിട്ടുള്ളത്. സിറ്റിസൺഷിപ്പ് കിട്ടിയവരെ സിറ്റിസൺഷിപ്പ് ക്യാൻസൽ ചെയ്യാതിരിക്കാൻ എന്തെങ്കിലും റീസൺ പറഞ്ഞോന്ന് പറഞ്ഞ് നമ്മുടെ മലയാളികൾക്ക് ഉൾപ്പെടെ കിട്ടിയിട്ടുണ്ട് ലെറ്റർ, റീസണിങ് കിട്ടിയിട്ടുണ്ട്. പക്ഷെ പല ഇന്ത്യക്കാരും സിറ്റിസൺഷിപ്പ് കിട്ടിയതിനു ശേഷം ക്യാൻസൽ ആയി പോകാതെ രക്ഷപ്പെടേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഡ്യുവൽ സിറ്റിസൺഷിപ്പ് ഇല്ല. ഡ്യുവൽ സിറ്റിസൺഷിപ്പ് ഉണ്ട് ഇവർക്ക് സ്ട്രൈറ്റ് അവേ ഒരു സിറ്റിസൺഷിപ്പ് ഇവരുടെ സിറ്റിസൺഷിപ്പ് ക്യാൻസൽ ചെയ്യാം. നമ്മൾ സ്റ്റേറ്റ്ലെസ് ആയി പോകും. അതുകൊണ്ടാണ് ഇന്ത്യൻസിനെ പലരും ക്യാൻസൽ ചെയ്യാതെ ഇവർ ഓപ്പർച്യൂണിറ്റി കൊടുക്കുന്നത്. നമുക്ക് ആയിട്ട് ആപ്ലിക്കേഷൻ വിഡ്രോ ചെയ്യാൻ പറ്റുമോ? അങ്ങനെ ഒരു ഓപ്ഷൻ നമുക്ക് വിഡ്രോ ചെയ്യാം, സ്ട്രൈറ്റ് വിഡ്രോ ചെയ്യാം, എന്നിട്ട് പോവാം. പക്ഷെ നമുക്ക് തിരിച്ചു വരാൻ വിസ ഉണ്ടോ? എനിക്ക് June 7th വരെ വിസ ഉള്ളൂ. അതൊരു റിസ്കി ഫാക്ടർ ആണ്. ഞാൻ June 1st എനിക്ക് റിട്ടേൺ ട്രൈ ചെയ്യുന്നത് ഇപ്പോ. പക്ഷെ നമുക്ക് അവര് തിരിച്ചു വരാം. പക്ഷെ ഈ ആപ്ലിക്കേഷൻ വിഡ്രോ ചെയ്തിട്ട് വേണം പോകാൻ. പക്ഷെ അന്നേരം വേറെ എംപ്ലോയറെ കൊണ്ട് നോക്കുകയും ചെയ്യണം. എംപ്ലോയർക്ക് ഇങ്ങനെ ഇഷ്യൂ ഉണ്ട്. അവർക്ക് സർട്ടിഫിക്കറ്റ് സ്പോൺസർഷിപ്പ് ഇഷ്യൂ ചെയ്യുന്നതിൽ എന്തോ ലിമിറ്റ്സ് ഉണ്ട്. ഈ COS യൂസ്ഡ് ആണെന്ന് പറഞ്ഞു. ഈ COS യൂസ്ഡ് അല്ലെങ്കിൽ ബൈ റൂൾ അനുസരിച്ച് ബുദ്ധിമുട്ടാണ്. ഞാൻ അതിന്റെ പ്രാക്ടിക്കൽ സെൻസിലാണ് ഇപ്പൊ പറയാൻ പോണ കാര്യം. ഇതൊരു പ്രോപ്പർ അഡ്വൈസ് ആയിട്ട് കൂട്ടരുത്. എന്ന് വെച്ചാൽ ഈ COS യൂസ്ഡ് അല്ലെങ്കിൽ നമുക്ക് വിഡ്രോ ചെയ്തിട്ട് പോയിട്ട് ആരും തിരിച്ചു വരാം. പക്ഷെ അത് യൂസ്ഡ് ആണോ ഇല്ലോ എന്ന് എംപ്ലോയർക്ക് സിസ്റ്റത്തിൽ അറിയാൻ പറ്റത്തുള്ളൂ. ഇത് ആക്ച്വലി നമ്മൾ യൂസ് ചെയ്തല്ലോ ആപ്ലിക്കേഷൻ. അത് കേസ് വർക്കർ ഹോം ഓഫീസിലാണ് ചെയ്യണത്. ഓക്കെ, നമുക്ക് ഈ ആപ്ലിക്കേഷന്റെ സ്റ്റേറ്റസ് റിക്വസ്റ്റ് ചെയ്യാനോ അങ്ങനെ ഒരു ഓപ്ഷനും ഇല്ല. എത്ര അങ്ങനെ ഒരു സിസ്റ്റം UK ഇന്ന് വരെ ഇല്ല. ഓക്കെ, ഈ സ്റ്റാറ്റസ് നോക്കാൻ അത് ആളുകൾ ഇങ്ങനെ പറഞ്ഞുണ്ടാക്കും. പലരും ഞങ്ങളോട് ചോദിക്കാറുണ്ട് സ്റ്റാറ്റസ്. ഞങ്ങൾക്ക് ഇന്ന് വരെ അറിയത്തില്ല. ഞാൻ 2009 UK ഓഫീസ് തുടങ്ങിയത്. എനിക്കറിയത്തില്ല ഇങ്ങനെ ഒരു സിസ്റ്റം. ഓക്കെ, എനിക്കിപ്പോ മാക്സിമം ഒരു വെനസ്ഡേ വരെ നോക്കാന്ന് മാത്രമേ ഉള്ളൂ. അതിൽ കൂടുതൽ ഈ എംപ്ലോയർ ഈ കാര്യങ്ങള് കേസ് വർക്കർക്ക് അയച്ചു കൊടുത്തിട്ടുണ്ടോ? ഇവർക്ക് ഷെയർ ചെയ്തിട്ടുണ്ട്. ആ സാലറി ചേഞ്ച് ചെയ്ത കാര്യം എല്ലാം സ്പോൺസറിനോട്ട് അവർ ഷെയർ പക്ഷെ ഇതെല്ലാം സംഭവിച്ചത് നമ്മുടെ ഒരു ഓവർ കോൺഫിഡൻസും നമ്മുടെ ഒരു ഈഗർനെസ്സും കൊണ്ട് സംഭവിച്ചതായത്. അതിനകത്ത് പ്രോപ്പർ അഡ്വൈസ് ആയിരുന്നല്ലോ നമ്മുടെ സാലറി ത്രെഷോൾഡ്. ഞാൻ സ്പെസിഫിക് ജോബ് കോഡ്സിനനുസരിച്ച് ഞാൻ പിന്നെ നോക്കാൻ പോയില്ല. കാരണം അതിന്റെ എടുക്കാത്ത കൊണ്ട് പറ്റിയതാണ്. ഇപ്പോ ഇതിലിപ്പോ വേറെ എന്താ ചെയ്യാൻ പറ്റുക? ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. നമുക്ക് കറി വെച്ചു, അത് ആറാൻ നോക്കിയിരിക്കുക. ഓക്കെ, ഈ വിത്ഡ്രോ ചെയ്യുന്നോണ്ട് എന്തെങ്കിലും ഗുണം ഉണ്ടാവുമോ? അത് കഴിഞ്ഞിട്ട് തിരിച്ചു വരാനൊരു ഇഷ്യൂ ഉണ്ടാവുമോ? June 1st 7th വരെ വിസ വാലിഡ് ആണ്. അപ്പം അന്നേരം വേറെ COS കിട്ടുമോ? അതാണ് കമ്പനിയോട് ചോദിക്കണം, കമ്പനിക്ക് വേറെ COS ഉണ്ടോ, അല്ലെങ്കിൽ ഈ കമ്പനിക്ക് COS, അല്ലെങ്കിൽ ഇത് യൂസ്ഡ് അല്ലെങ്കിൽ വേണമെങ്കിൽ റിസ്ക് ഫാക്ടർ എടുത്ത് ചെയ്യാം, റിസ്ക് എടുക്കുക. ഇത് യൂസ്ഡ് ആണെന്ന് എങ്ങനെ ആർക്കാ ചെക്ക് ചെയ്യാൻ പറ്റുക? എംപ്ലോയർക്ക് മാത്രമേ പറ്റൂ. ഓക്കെ, അത് അവർക്ക് സ്പോൺസർഷിപ്പ് ഇഷ്യൂ എന്ന സിസ്റ്റത്തിൽ നോക്കിയാൽ ചെക്ക് ചെയ്യാൻ പറ്റുമല്ലേ? പക്ഷെ ഇതിന്റെ അകത്ത് നമ്മൾ പോവുകയും ഇത് അലോവുകയും ഒക്കെ ചെയ്യുന്ന ചിലപ്പം
ഒറ്റ ദിവസം കൊണ്ട് ചിലപ്പോൾ സംഭവിക്കാനുള്ള കാര്യങ്ങളുണ്ട്. ഇപ്പൊ നമ്മൾ ചിലപ്പം PR-നൊക്കെ ആപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ നമ്മൾ ഈ അടുത്ത കാലത്തൊന്നും കണ്ടിട്ടില്ല, നേരത്തെ കണ്ടിട്ടുള്ള കാര്യമാണ്. ഒരേ കമ്പനിയിൽ നിന്നുള്ള ഒരേ ദിവസം തന്നെ 2 സമയത്ത് കൊടുക്കുമ്പോൾ ഒരാൾക്ക് കിട്ടി ഒരാൾക്ക് കിട്ടാതെ ഉച്ച കഴിഞ്ഞ് മറ്റവന്റെ ലൈസൻസ് ചിലപ്പോൾ സസ്പെൻഡ് ചെയ്തിട്ടുണ്ടാവും. രാവിലെ സസ്പെൻഡ് ചെയ്യാത്ത നമുക്ക് അനുഭവം. ഓക്കെ, താങ്ക് യു ചേട്ടാ. അഖില, അത് ഓൾറെഡി 3 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു ഷീറ്റിലുണ്ടായിരുന്നേ. ഓക്കെ, അത് 3ഉം എല്ലാം ഉണ്ട്. 3 ഉണ്ട്. അടുത്ത തന്നെയാണ്. ഇത് സ്കിപ്പ് ചെയ്യാലോ അല്ലേ ഇതെല്ലാം? IHS ചോദിച്ചിട്ടുണ്ടല്ലോ. IHS റീഫണ്ട് ചെയ്യുമെന്ന് ചോദിച്ചത്. ഓട്ടോമാറ്റിക്കലി വിഡ്രോ ചെയ്ത ആപ്ലിക്കേഷൻ വിഡ്രോ ചെയ്താലും IHS റീഫണ്ട് ചെയ്യും. നോർമലി IHS 28 ഡേയ്സിനുള്ളിൽ അവര് 28 വർക്കിംഗ് ഡേയ്സിനുള്ളിൽ റീഫണ്ട് ചെയ്യാറുണ്ട്. നമ്മൾ ട്രാവൽ ചെയ്ത് ക്യാൻസൽ ആയാലും IHS റീഫണ്ട് ചെയ്യും. പക്ഷെ പലപ്പോഴും അതാണ് ഞാൻ പറഞ്ഞ ട്രാവൽ ചെയ്യുന്ന APR ഓട്ടോമാറ്റിക് പാസഞ്ചർ റെക്കോർഡ് എന്ന് ഞങ്ങൾ അതിന്റെ ഫുൾ ഫോം ഞാൻ മറന്നുപോയി. ആ സിസ്റ്റത്തിൽ കൂടിയാണ് അവര് ഓട്ടോമാറ്റിക് പാസഞ്ചർ റെക്കഗ്നേഷൻ അങ്ങനെ ഉണ്ടാവും. അപ്പൊ അതിലൂടെ കണ്ടാണ് പലപ്പോഴും ഇവർ കണ്ടുപിടിക്കുന്നത്. അപ്പൊ ചിലപ്പം ഈ വിഡ്രോൺ ആകത്തില്ല, ചിലപ്പം അവർ അലോ ചെയ്ത് തരും. പക്ഷെ ഇൻ ഫ്യൂച്ചറിലായിരിക്കും നമ്മളെ പിടിക്കുന്നത് പ്രോബ്ലം വരുന്നത്. ഓക്കെ, താങ്ക് യു സബ്ജക്ട്. ഓക്കെ, ഇനി നെക്സ്റ്റ് 2 ക്വസ്റ്റ്യൻ ഒരാളുടെ തന്നെയാണ്. I am employed as a carer under job code 6145. When I recently received my visa in January 2024, I was legally allowed to work as to work an additional 20 hours in the roles like mechanical engineering, which was then on the shortage occupation list. In April 2024, the list was replaced by immigration salary list, and the mechanical engineering remained eligible. However, in the new guidance stated that extra 20 hours can only be worked in the same job code 6145. Does this rule still apply? Can I still take up an additional 20 hours job in the mechanical engineering? Adana first. ഓക്കെ, മൊത്തം വായിച്ചോ. മൊത്തം ഞാൻ ക്വസ്റ്റ്യൻ കണ്ടു. അതിന്റെ അകത്തുള്ള ഒരു റീസെന്റ് ചേഞ്ചസും കാര്യങ്ങളും കൂടെ ഞാൻ പറയാം. നേരെ ഈ 6145 മാറി 6135 ആയി. മറ്റേ അത് ജനുവരി 2024 ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ജനുവരി 24 തന്നെയാണ്. ജനുവരി 2024 നമ്മൾ ഷോർട്ടേജ് ഓക്യുപ്പേഷൻ അല്ല എലിജിബിൾ ഓക്യുപ്പേഷൻ കോഴ്സ് ഇതുമാണ്. പക്ഷെ എന്നാലും അതിന്റെ കണ്ടന്റ് ഒന്നും വ്യത്യാസമില്ല. ഇപ്പൊ നമുക്ക് നേരത്തെ റൂൾ അനുസരിച്ചെന്ന് പറഞ്ഞാൽ നമുക്ക് ഏത് ജോബാണോ തന്നേക്കണത് ആ കോഡിലോ അല്ലെങ്കിൽ ഷോർട്ടേജ് ഓക്യുപ്പേഷനിലോ ഉള്ള ഒരു ജോലി എക്സ്ട്രാ 20 hours വിത്ത് ദ പെർമിഷൻ ഓഫ് ദ എംപ്ലോയർ ഹു ഗീവ് us സ്പോൺസർഷിപ്പ് നമുക്ക് ചെയ്യാന്നുള്ളതാണ്. അല്ലെങ്കിൽ ഒരു സപ്ലിമെന്ററി സ്പോൺസർഷിപ്പ് സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്ത് അവിടെ ചെയ്യണമായിരുന്നു. പക്ഷെ ഈ റീസെന്റ് ഇവരൊരു ചെറിയ ചേഞ്ചസ് കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്ക് 20 hours ഏത് ജോലിയും മറ്റേ ആ എലിജിബിൾ ആയിട്ടുള്ള എലിജിബിൾ ഓക്യുപ്പേഷണലിസ്റ്റ് അല്ല എലിജിബിൾ ആയിട്ടുള്ള ഏത് ജോബും ചെയ്യാമെന്നുള്ള രീതിയിൽ വന്നിട്ടുണ്ട് ഇപ്പം. പക്ഷെ ആരും ജോലി കൊടുക്കണില്ല. ആ പഴയ റൂള് തന്നെയാണ് എംപ്ലോയേഴ്സ് ഫോളോ ചെയ്യുന്നത്. മനസ്സിലായോ? അതോ കൺഫ്യൂഷൻ ആണോ? അതായത് പുതിയ റൂളിലെ എംപ്ലോയറിനെ അറിയിക്കണ്ട എന്നാണ് എന്റെ ഒരു സാരം. അറിയിക്കണം, പക്ഷെ എംപ്ലോയറുടെ പെർമിഷൻ ഉറപ്പായിട്ടും വേണം. അപ്പുറത്തൊരിക്കലും മറ്റേ കുഴപ്പമുണ്ടാകാൻ പറ്റില്ലല്ലോ മെയിൻ സ്പോൺസർക്ക്. പക്ഷെ ഏത് ജോലിയും എലിജിബിൾ ഓക്യുപ്പേഷൻ ആയിട്ടുള്ളതിന്റെ അകത്ത് ചെയ്യാം എന്നുള്ളതാണ് പുതിയതിന്റെ അകത്ത് വന്നേക്കുന്നത്. ഈ 20 hours നേരത്തെ നമുക്ക് ആ സെയിം ജോബ് മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ. ക്വസ്റ്റ്യൻ ചോദിച്ച ആൾക്ക് കുറച്ചുകൂടെ ക്ലാരിഫിക്കേഷൻ വേണമെങ്കിൽ ചോദിക്കാമല്ലോ. അത് ഒരുവിധം എംപ്ലോയേഴ്സ് ആരും തരത്തില്ല. അവരവരുടെ സേഫ്റ്റി നോക്കൂലോ. ഇപ്പോൾ എല്ലാരും ഫോളോ ചെയ്യുന്നത് പഴയ സിസ്റ്റമാണ്. ഇത് സ്കിൽഡ് വർക്കർ വിസയാണോ ഈ പറയുന്നത്? സ്കിൽഡ് വർക്കറിലുള്ളവർക്ക് 20 hours പുറത്ത് ചെയ്യാന്നുള്ളതേ.
അല്ല, ഞാൻ ഗ്ലോബൽ മൊബിലിറ്റിയാണ് ഞാൻ. പക്ഷെ എനിക്കും ഈ 20 hours എക്സ്ട്രാ പറയുന്നുണ്ട്. പക്ഷെ അത് എംപ്ലോയറെ ഇൻഫോം ചെയ്യണമെന്ന് പറയുന്നില്ല COS-ൽ. അല്ല, COS പറയണില്ല, പക്ഷെ മറ്റേ എംപ്ലോയറുടെ കയ്യിൽ നിന്ന് പെർമിഷൻ മേടിക്കണമെന്നുള്ളത് മറ്റേ ഇമിഗ്രേഷൻ റൂൾസിന് അത് പറയുന്നുണ്ട്. ഓക്കെ 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 നമ്മുടെ കയ്യിൽ എഴുതി തന്നതിൻ്റെ അകത്ത് ഒന്നും കാണണമെന്നില്ല. എന്റെ ഇതിൽ മനോജെ പറഞ്ഞേക്കുന്നത് സെയിം പ്രൊഫഷൻ സെയിം എംപ്ലോയറുടെ ജോബ് ചെയ്യാമെന്നാണ്. എംപ്ലോയറുടെ കോൺട്രാക്റ്റിൽ അത് എഴുതിയിട്ടുണ്ടാവും. ഓക്കെ ഓക്കെ ഓക്കെ, താങ്ക് യു. ഒരു ഇതില് ഒരു ഡൗട്ട് ഞാൻ ഉള്ളത്, നമുക്ക് ഈ ഡിപ്പെൻഡൻസിന് 2 ജോബ് ചെയ്യുന്നത് അങ്ങനെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ? ഡിപ്പെൻഡന്റ് എന്തും ചെയ്യാം ഇവിടെ. ബിസിനസ് വേണേ ബിസിനസ് ചെയ്യാം, എന്ത് തോന്നിയോ എന്ത് തോന്നാതെ ചെയ്യാം. പക്ഷെ ഡിപ്പെൻഡ് നമ്മുടെ കൺട്രോളിലായിരിക്കും. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാലോ? ഓക്കെ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഇത്. ഫസ്റ്റ് ഇപ്പോഴത്തെ വൈറ്റ് പേപ്പറിൽ വന്നേക്കുന്നത് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇപ്പൊ അതിനകത്ത് പറഞ്ഞിട്ടുണ്ടല്ലോ എഞ്ചിനീയേഴ്സും നഴ്സസും ഡോക്ടേഴ്സും. അതിനകത്ത് ഈ എഞ്ചിനീയേഴ്സിന് എന്തെങ്കിലും ഇന്ന റോൾസിലുള്ള എഞ്ചിനീയേഴ്സിന് മാത്രമാണ് ഇത് ആപ്ലിക്കബിൾ എന്നുള്ളത് അത് ഇപ്പൊ പറയാൻ പറ്റുമോ? അത് നമുക്ക് വെയിറ്റ് അത് ചെയ്യണം. പറയാൻ പറ്റൂല. എന്ന് വെച്ചാൽ ഇവിടെ ആർതർ മില്ലറിന്റെ ഒരു നോവലിന്റെ അകത്ത് പറയണ പോലെ ഹെവി വെയിറ്റ് ചാമ്പ്യനെ മഹാത്മാഗാന്ധി ആക്കി മാറ്റാൻ പറ്റും ഇവിടുത്തെ ബ്രിട്ടീഷ് പാർലമെന്റ് എന്നാ പറഞ്ഞത്. ആർതർ മില്ലറിന്റെ ഒരു നോവലിന്റെ അകത്ത് പറഞ്ഞ പോലെ, ഡ്രാമയ്ക്കകത്ത് പറഞ്ഞ പോലെ ഇവരെന്നാ ചെയ്യാൻ പോണെന്ന് നമുക്ക് അറിയത്തില്ല. ഇതിന്റെ അകത്തെല്ലാം പ്രപ്പോസൽസ് അല്ലേ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇത് ഇംപ്ലിമെന്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു സെഷനും കൂടി വെക്കുകയാണെങ്കിൽ ഹെൽപ്ഫുൾ ആയിരിക്കും. അതിപ്പോ ഡിസ്കഷൻസ് ആണ്. പക്ഷെ ഞാൻ ഇതിനകത്ത് വായിച്ചിടത്തോളം ഞാനൊരു കാര്യം മനസ്സിലാക്കിയത്, ഇവരുടെ പ്രപ്പോസൽ അനുസരിച്ച് ഇറ്റ് വിൽ ഗോ ടു ദ 10 years, ബട്ട് ദർ ഷുഡ് ബി ആൻ ആക്സിലേറ്റർ റൂട്ട്. ആ ആക്സിലേറ്റർ റൂട്ടാണ് നിങ്ങളിപ്പോ ചോദിച്ച ആ ചോദ്യം, ഹൗ വി ആർ കോൺട്രിബ്യൂട്ടിംഗ് ടു ദ എക്കണോമി. എക്കണോമി എന്ന് പറഞ്ഞാൽ ഇറ്റ് ക്യാൻ ബി എ ജോബ്, ഇറ്റ് ക്യാൻ ബി ഓൺ ദ ബേസിസ് ഓഫ് ദ സാലറി. അപ്പൊ അങ്ങനെയുള്ളവർക്ക് പ്രിഫറൻസ് അനുസരിച്ച് നേരത്തെ PR കിട്ടുമെന്നാണ് ആ പറഞ്ഞേക്കുന്നത്. പക്ഷെ അന്നേരം ഒരു അസർട്ടൈൻ ചെയ്യുന്ന ഒരു കാര്യം, ആ 5 years മാത്രമായിരിക്കും എന്ന് പറയുന്നത് PR ബ്രിട്ടീഷ് സിറ്റിസൺഷിപ്പോ ഉള്ളവരുടെ സ്പൗസിന്റെ കാര്യത്തിൽ അവർ മാറ്റുന്നില്ലെന്നും കൂടെ പറഞ്ഞിട്ടുണ്ട്. അതൊരു പൊളിറ്റിക്കൽ ജിമ്മുക്കായിരിക്കും വോട്ട് കിട്ടുക എന്നുള്ളത്. ഇത് നമുക്കറിയത്തില്ല ഇതെന്താ അവർ ചെയ്യാൻ പോണേന്ന്. പക്ഷെ ഇങ്ങനൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ഇതേ കാര്യമാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആദ്യത്തെ ഈ 2008 സമയത്ത് 8 വർഷം ആക്കുന്ന സമയത്ത് ഒരു പറഞ്ഞൊരു പോയിന്റ്സ് മെയ്റ്റ് ചെയ്താൽ നേരത്തെ കൊടുക്കുമെന്ന് പറഞ്ഞത്. അതുപോലെയാണ് ഈ ആക്സിലേറ്റർ റൂട്ട്. അപ്പൊ അതിൻ്റെ അകത്ത് ഡോക്ടേഴ്സ്, നഴ്സസ്, എഞ്ചിനീയേഴ്സും ഒക്കെ പെടും എന്നാണ് പറഞ്ഞേക്കണത്. അതൊരു ഉദാഹരണമാണ് പറഞ്ഞേക്കണത്. ചിലപ്പോ ആരെ വേണം കൂട്ടാം, ഇതിൻ്റെ അകത്തോട്ട് കൂട്ടാം, അതേപോലെ ആരെ വേണം മാറ്റാം. അപ്പൊ എനിക്ക് തോന്നുന്നു ക്വസ്റ്റ്യൻസ് കഴിഞ്ഞു. നമുക്ക് കുറെ അധികം ഫോളോ അപ്പ് ക്വസ്റ്റ്യൻസ് എനിക്ക് തന്നെ ഉണ്ട് കുറെ എണ്ണം. നമുക്ക് ഫോളോ അപ്പ് ക്വസ്റ്റ്യൻസിലേക്ക് പോയാലോ ചോദിച്ചേട്ടാ? എല്ലാം കഴിഞ്ഞോ? ക്വസ്റ്റ്യൻസ് നമ്മൾ ഓൾറെഡി ഫ്രീ ആയിട്ട് ഫില്ല് ചെയ്ത ക്വസ്റ്റ്യൻസ് കഴിഞ്ഞു. ഇനിയും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ചോദിക്കാം ആൾക്കാർക്ക് എല്ലാവരും. തുടങ്ങാം. എനിക്ക് തോന്നുന്നു ഓക്കെ, മനോജ് തോമസിനെ ഹാൻഡ് റേസ് ചെയ്തിട്ടുണ്ട്. മനോജ് തോമസ്. എന്റെ ഇതാണ്, ഞാനിപ്പം ഗ്ലോബൽ മൊബിലിറ്റി വിസയിലാണ്. എന്റെ ആദ്യം 2 years ആയിരുന്നു, അത് എക്സ്റ്റെൻഡ് ചെയ്യും. 2 years എക്സ്റ്റെൻഡ് ചെയ്ത് 27 March 31 വരെ വിസയുണ്ട്. വൈഫ് എന്റെ ഡിപെൻഡന്റ് ആണ്. വൈഫിന്റെ കമ്പനി സിവിൽ കൺസ്ട്രക്ഷൻ ആണ്. അത്യാവശ്യം ടേണോവറുള്ള ഒരു മീഡിയം സൈസ് കമ്പനിയാണ്. അവിടെ COS ചോദിച്ചു. അപ്പോൾ അവർ CS കൊടുക്കാമെന്ന് പറഞ്ഞു. അപ്പം അവർക്കൊരു ഭയങ്കര ഹൈലി എസ്റ്റാബ്ലിഷ്ഡ് HR സ്ട്രക്ചർ ഒന്നുമില്ല, ഒരു സാധാ കമ്പനി. പക്ഷെ അവർ എല്ലാ റൂൾസ് എല്ലാം നല്ലതായിട്ട് ഫോളോ ചെയ്യുന്ന ഒരു കമ്പനിയാണ്. അപ്പം ഒരു 10 വർഷമായിട്ട് ഇവിടെ ഉണ്ട്. COS ചോദിച്ചപ്പം കമ്പനി പറഞ്ഞു ഓക്കെ എന്ന്. വൈഫിനോട് പറഞ്ഞു നിങ്ങൾ തന്നെ ഒരു കാര്യം ചെയ്യും, എന്തൊക്കെ ചെയ്യണമെന്നുള്ളത് കംപ്ലീറ്റ് പ്രോസസ്സ് ചെയ്തിട്ട് പറഞ്ഞാൽ മതി, ഞങ്ങൾ സൈൻ ചെയ്ത് തരാം, പ്രശ്നമൊന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പം തന്നെ അവിടെ നോക്കിയപ്പോൾ അവർക്ക് COS വിഷയം ലൈസൻസ് ഇല്ല. അപ്പം വൈഫിനോട് പറഞ്ഞൊരു കാര്യം ചെയ്യും, ലൈസൻസിന്റെ ആപ്ലിക്കേഷൻ പ്രോസസ്സ് ചെയ്യാൻ പറഞ്ഞു. അവർ തന്നെ പറഞ്ഞു, കമ്പനി പറഞ്ഞു ചെയ്തോളൂ, അത് എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. അപ്പൊ അതിന് നമ്മൾ ഒരു സോളിസിറ്ററെ വേണം. അത് ജോയ് സാർ ഈ സർവീസ് ചെയ്യുന്നുണ്ടോ എന്നറിയാൻ വേണ്ടി. നമ്മൾ ചെയ്യുന്നതാണ്. പക്ഷെ നമ്മുടെ ഒരു പ്രീവിയസ് എക്സ്പീരിയൻസിലുള്ള കാര്യം പറയാം. ഇതുപോലെ പലരും ലൈസൻസ് എടുക്കാനും കാര്യങ്ങളും ഒക്കെ പറയും. നമ്മൾ അവിടുത്തെ ഇന്നവിറ്റബിൾ ഫാക്ടർ അല്ലെങ്കിൽ ഇവർ ഇതിന്റെ ടാക്സും കാര്യങ്ങളും
ഇപ്പൊ ഈ ടാക്സ് ഇതെല്ലാം കൂടെ വരുമ്പോഴത്തേന് ഇറ്റ് ഈസ് ടു മച്ച് എന്നുള്ളത് ഇവര് പറഞ്ഞ് നമ്മുടെ അടുത്ത് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് സമ്മതിക്കില്ല, അങ്ങനെയൊക്കെ പലപ്പോഴും കേട്ടിട്ടുണ്ട്. ഇതിപ്പോ ഓണേഴ്സ് ആണ് നമ്മൾ അവിടുത്തെ ഇന്നവിറ്റബിൾ ഫാക്ടർ ആയിരിക്കണം. മനസ്സിലായി. ഇതിപ്പോ ഞങ്ങള് സംസാരിച്ചപ്പം അവര് ഞങ്ങൾ പൈസ ഇനി ഞാൻ പറഞ്ഞു വേണമെങ്കിൽ എടുക്കാമെന്ന് പറഞ്ഞു, ഞങ്ങൾ എടുത്തോളാന്ന് പറഞ്ഞു. അതൊരു പ്രശ്നമല്ല, അത് അവർക്കും അതൊരു പ്രശ്നമല്ല. പിന്നെ ചിലര് ഡേറ്റ പുറത്തു കൊടുക്കാൻ താല്പര്യമില്ലാത്തവരുണ്ട്, ചില ബിസിനസ് ചെയ്യുന്നവര്. നമ്മൾ ലൈസൻസ് ചെറിയ കമ്പനികൾ മുതൽ വലിയ കമ്പനികൾക്ക് വരെ നമ്മൾ ചെയ്യുന്നതാണ്. ഇവിടുത്തെ പല വലിയ ഗ്രൂപ്പുകൾക്കും നമ്മൾ ചെയ്യാറുണ്ട്, ചെറിയ ചെറിയ ആളുകൾക്കും നമ്മൾ ചെയ്യുന്നതാണ്. വലിയ ഗ്രൂപ്പ് വലിയ ആളുകളെക്കാളും കൂടുതൽ ചെയ്യുന്ന ചെറിയ ആളുകൾക്കാണ്. പക്ഷെ ഞാൻ ഓഫ്ലൈൻ കണക്ട് ചെയ്യാം. ഒരു ക്വസ്റ്റ്യൻ കൂടെ ഉള്ളത്, ഈ വിസയുടെ നമ്മളിപ്പം വിസ ഇവിടെ ഉള്ളവരാണെങ്കിൽ ഒരു പക്ഷേ അവരൊരു ചിലപ്പം PR-ന് 5 years കൺസിഡർ ചെയ്യുന്നു പറഞ്ഞു. അത് ഏതെങ്കിലും ചാൻസിൽ ഗ്ലോബൽ മൊബിലിറ്റി വിസയ്ക്ക് ആപ്ലിക്കബിൾ ആണോ? ICT വിസ ഞാൻ ചോദിക്കുന്നത്. ICTക്ക് ഗ്ലോബൽ മൊബിലിറ്റിക്ക് ഇപ്പോഴും ആ പണ്ടത്തെ രീതി തന്നെയാണല്ലോ. അത് 10 yearsന്റെ അത് മാത്രമേ കാൽക്കുലേറ്റ് ചെയ്യത്തുള്ളൂ. ഒരാള് 10 years ക്വാളിഫൈ ചെയ്യുവാണെങ്കിൽ അതിന് ഗ്ലോബൽ മൊബിലിറ്റി കൺസിഡർ ചെയ്യാം. അല്ലാതെ നമുക്ക് വർക്ക് റൂട്ട്സിലെ മറ്റേ 5 year ഓട്ടോമാറ്റിക് സെറ്റിൽമെന്റിന്റെ അകത്തോ ഒന്നും ഗ്ലോബൽ മൊബിലിറ്റി അല്ലെങ്കിൽ ICT കയറൂല. ഓക്കെ ഞാൻ ഓഫ്ലൈൻ കണക്ട് ചെയ്തോളാം. ഓക്കെ, താങ്ക് യു. ഓക്കെ, താങ്ക് യു. സിറിയക്. നമസ്കാരം ജോബിച്ചേട്ടാ. എനിക്കറിയത്തില്ല ഈ ഒരു ക്വസ്റ്റ്യൻ ഫോർത്ത് ചോദിച്ചിട്ടുണ്ടോ എന്ന്. ഇത് IHS റീഫണ്ടിനെ കുറിച്ചായിരുന്നു. അപ്പം ഞാൻ എൻ്റെ സ്റ്റാറ്റസ് പറയാം. എനിക്കിപ്പം ILR ആയിട്ട് 1 വർഷം കഴിഞ്ഞു. അപ്പം എൻ്റെ വൈഫ് സ്കിൽഡ് വർക്കർ, ആദ്യം ടയർ 2 ആയിരുന്നു, പിന്നെ അത് സ്കിൽഡ് വർക്കറായി, പിന്നെ ILR ആയി. അപ്പം എൻ്റെ വൈഫ് വന്നിട്ട് എനിക്ക് തോന്നുന്നു ഇപ്പം 2 വർഷം ആവുന്നു. അപ്പോൾ ഞങ്ങളുടെ കമ്പനിയിൽ ഒരു പോളിസി ഉണ്ടായിരുന്നു, അതായത് നമ്മുടെ ഡിപ്പെൻഡൻസിനെയും കൂടെ പൈസ അവരെടുക്കും, കമ്പനി എടുക്കും. അപ്പം ഇവിടെ വന്നപ്പോഴും ഇവളുടെ എക്സ്റ്റൻഷന് സമയത്തും കംപ്ലീറ്റ് സാധനം പേ ചെയ്തത് കമ്പനിയാണ്. അപ്പം ഇങ്ങനെ ഒരു റൂൾ ഉണ്ടല്ലോ, അതായത് നമ്മുടെ അതായത് ഹെൽത്ത് കെയർ, അതായത് NHS വർക്ക് ചെയ്യുവാണ് നമ്മുടെ മെയിൻ ആപ്ലിക്കൻ്റ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ IHSന്റെ റീഫണ്ട് വരും അല്ലേ? അപ്പം എൻ്റെ കേസിൽ ഞാൻ സ്കിൽഡ് വർക്കറും അവൾ NHSൽ വർക്ക് ചെയ്തതാണ്. അപ്പോൾ 6 മാസത്തെ പേ സ്ലിപ്പ് കാണിച്ചു കഴിഞ്ഞാൽ റീഫണ്ട് കിട്ടും എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പം ഞാനിത് ആക്ച്വലി ഹോം ഓഫീസിന് ഒരു ക്വയറി ഇട്ടായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു നിങ്ങൾ സ്കിൽഡ് വർക്കർ ആണെങ്കിൽ കൂടെ നിങ്ങളുടെ ഡിപ്പെൻഡന്റ് NHS വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ സ്റ്റിൽ എലിജിബിൾ ആണ്, നിങ്ങൾക്ക് റീഫണ്ട് കിട്ടുമെന്ന്. അപ്പോൾ ഇതിൻ്റെ അതൊരു പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് റീഫണ്ട് വരുന്നത് നമ്മൾ ആപ്ലിക്കേഷൻ പേ ചെയ്ത കാർഡ് അതിലേക്കേ പോകത്തുള്ളൂ. അത് തന്നെ. അപ്പം ഞാനത് കമ്പനിയിൽ സംസാരിച്ചു. അപ്പം അവര് ബേസിക്കലി അതൊരു ലോ ഫേമിന് അവർ സബ് കോൺട്രാക്ട് ചെയ്ത് കൊടുത്തേക്കുന്നത്. അപ്പം നിങ്ങൾക്ക് റീഫണ്ട് എടുക്കുവാണെങ്കിൽ നിങ്ങൾ എടുത്തോ, അതിന് ഞാൻ എൻ്റെ കമ്പനിക്ക് അത് കുഴപ്പമില്ല എന്ന് പറയും. പക്ഷെ പ്രശ്നം ഇത് അവരുടെ അക്കൗണ്ടിലേക്കാണ് പോകുന്നത്. അപ്പൊ അവരുടെ അക്കൗണ്ടിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരു പ്രോപ്പർ ലോ ഫേം ആണെങ്കിൽ, ഒരു സോളിസിറ്റർ ഫേം ആണെങ്കിൽ അവർക്ക് ആ പൈസ എടുക്കാൻ പറ്റില്ല. അവര് അതേസമയം ഇത് ഈ പല കമ്പനികളും ഏൽപ്പിക്കുന്നത് ഇമിഗ്രേഷൻ കൺസൾട്ടന്റ്മാരെയാണ് പലരും ഏൽപ്പിക്കുന്നത്. അപ്പം അവരുടെ റെഗുലേഷൻ അത്രയും ഒന്നുമില്ല. സോളിസിറ്റേഴ്സിന് ആ പൈസ ഒരിക്കലും എടുക്കാൻ പറ്റില്ല. അതാ പ്രശ്നം. ഇതൊരു ലോ ഫേം ആണ്. എനിക്കൊന്ന് ഫ്രാഗമൻ കണ്ട കമ്പനിയുടെ പേര്, ഫ്രാഗമൻ. അപ്പോ അത് ഭയങ്കര പാടാ, അത് കിട്ടാനും ചാൻസ് ഇല്ല. അപ്പൊ ഞാനിപ്പോ അവളുടെ ആണ് വിസ എക്സ്റ്റൻഷന് നിൽക്കുവായിരുന്നു. അപ്പൊ ഞാൻ ഓർത്തത് മേ ബി അവര് ത്രൂ ഇപ്പം അവരെ അല്ല, അത് ബേസിക്കലി എന്റെ കേസിൽ എല്ലാം അവര് തന്നെ ചെയ്യുന്നത്, അവര് തന്നെ ചെയ്യുന്നത്. നമ്മൾ എക്സ്റ്റൻഷൻ ഉള്ളത് അവര് തരും. അപ്പൊ ഞാൻ ഓർക്കുന്നത് അങ്ങനെയാണ്, ഞാൻ തന്നെ ചെയ്തിട്ട് ഇവരെ വെക്കാണ്ട് തന്നെ ചെയ്തിട്ട് എക്സ്പെൻസ് ആയിട്ട് ക്ലെയിം ചെയ്യാന്നായിരുന്നു ഞാൻ ഓർത്തത്. അപ്പം ഇത് പാസ്റ്റിലുള്ളത് നമുക്ക് ഒരിക്കലും എടുക്കാൻ പറ്റത്തില്ലല്ലോ, അത് ആ കാർഡിലേക്ക് തന്നെ അല്ലേ പോകത്തുള്ളൂ. അതിനെ ഹോം ഓഫീസിന് നിലവിൽ പ്രൊവിഷൻ ഞാൻ കേട്ടിട്ടുള്ളൂ. ഇൻ കേസ് ഞാൻ ഒരു കാര്യം ഞാൻ ഹോം ഓഫീസിൽ ചോദിച്ചിരുന്നു. അപ്പൊ അവര് പറഞ്ഞത്, അതായത് നിങ്ങൾ ഇപ്പം അപ്ലൈ ചെയ്തപ്പോൾ ഒരു ക്രെഡിറ്റ് കാർഡോ ഡെബിറ്റ് കാർഡോ ആയിരുന്നു നിങ്ങൾ അപ്ലൈ ചെയ്തത്, പക്ഷെ നിങ്ങൾ ആ ബാങ്ക് അക്കൗണ്ട് ക്ലോസ് ചെയ്തു. അങ്ങനെ ഏതെങ്കിലും ഒരു ഓപ്ഷൻ അത് റീബൗണ്ട് ചെയ്ത് വന്നാൽ മാത്രമേ അവരൊരു ഓപ്ഷൻ തരുള്ളൂ. അല്ലാണ്ട് നമുക്കൊരു ഓപ്ഷൻ ഇല്ല അല്ലേ? അതെ. ഓക്കെ. ആപ്ലിക്കേഷൻ കൊടുത്ത് നിർത്തി പോകുന്നവര് അവർ പലപ്പോഴും പോകും. അവർക്ക് ഇവിടെ ബാങ്ക് അക്കൗണ്ട് ഉണ്ടാവൂല. അപ്പം ഹോം ഓഫീസ് ചെക്ക് ഇഷ്യൂ ചെയ്യാറുണ്ട്. ഓക്കെ. അപ്പൊ വേറെ ഓപ്ഷനും ഇല്ല അല്ലെ? കാർഡിലേക്ക് വരിക എന്നുള്ളതാണ് അവിടെ ഫസ്റ്റ് മോഡ് ഓഫ് പേയ്മെന്റ്. അതല്ല നമുക്കൊരു സ്പെഷ്യൽ റിക്വസ്റ്റ് ഇടാനൊന്നും പറ്റില്ല അല്ലെ? സ്പെഷ്യൽ റിക്വസ്റ്റ് ഇട്ട് നോക്കുക. ഇപ്പം ഇവർക്ക് തരാൻ താല്പര്യമാണെങ്കിൽ തരും.
ശരി. അക്കൗണ്ട്സ്. പക്ഷെ അക്കൗണ്ട്സ് ഇരിക്കുന്നവർ അത്രയും മെനക്കെടണമെന്നില്ലല്ലോ എന്നേ. അത് ശരിയാ. അല്ല, ഞാൻ ആ ലോ ഫേമിലേക്ക് പോയി കഴിഞ്ഞാൽ അത് കിട്ടാൻ ഭയങ്കര പാടാന്ന് അവർ തന്നെ പറഞ്ഞു. കാരണം അവർക്ക് ഇതിന്റെ ട്രാക്ക് ഒന്നും ചെയ്യാറില്ല. അത് ബേസിക്കലി നമ്മുടെ കമ്പനി അങ്ങ് കൊടുക്കുന്ന, കമ്പനി ഇതിന് റിക്കവർ ചെയ്യാൻ എഫർട്ട് എടുത്തില്ല. നിങ്ങൾക്ക് കിട്ടുവാണെങ്കിൽ നിങ്ങൾ വാങ്ങിച്ചോളൂ എന്ന് പറഞ്ഞു. ചിലപ്പോ കമ്പനിക്ക് തിരിച്ചു കൊടുത്തിരിക്കും. അഗൈൻ അത് നോർമലി അത് ചിലപ്പോ സംഭവിച്ചിട്ടുണ്ടാവും. കുഴപ്പമില്ലാന്ന് പറഞ്ഞു. ചിലപ്പം ഈ സോളിസിറ്റർ ഫേമിന് ഒരു പൈസ പോലും എടുക്കാൻ പറ്റില്ല. അല്ലെ അവനെ മുക്കി മൊത്തം നിർത്തി പോണ പരിപാടിയായിരിക്കണം. നിർത്തി പോകണമെങ്കിൽ ലീഗലായിട്ട് നിർത്തി പോകണമെങ്കിൽ അതിന് റൺ ഓഫ് കവർ എടുക്കണം. റൺ ഓഫ് കവർ അവിടുത്തെ ഒരു ഓഫീസ് പോലും നിർത്താൻ പറ്റത്തുള്ളൂ. നോർമലി ഇത് ഈ ലോ ഫേമിൽ നിങ്ങളുടെ കമ്പനി കൊടുത്തിട്ടുണ്ടാകും. കമ്പനി അത് ഈ ലോ ഫേം കമ്പനി ഹോം ഓഫീസിൽ കൊടുത്തിട്ടുണ്ടാകും. ഹോം ഓഫീസിൽ നിന്ന് പൈസ റിട്ടേൺ കിട്ടിയിട്ടുണ്ടെങ്കിൽ ആളുടെ ഒരു റെഫറൻസ് വെച്ചായിരിക്കും ഈ ലോ ഫേം നിങ്ങളുടെ കമ്പനിക്ക് തിരിച്ചു കൊടുത്തിട്ടുണ്ടാകും നോർമലി. മനസ്സിലായി. ഓക്കെ. നമ്മളവിടെ കലക്കോളത്തിൽ മീൻ മേടിക്കുക. എന്നാലും നമ്മുടെ കയ്യിൽ പോക്കറ്റിൽ നിന്ന് പോയ പൈസയല്ലോ, കമ്പനിയുടെ പൈസയല്ലേ. ആ പൈസ കമ്പനിയുടെ അല്ലേ, അവർക്ക് അവകാശപ്പെട്ടതല്ലേ, നമുക്ക് അവകാശപ്പെട്ടതല്ലോ. അത് ശരിയാണ്, പോയിന്റ് ആണ്. അപ്പൊ അവർക്ക് തന്നെ കിട്ടട്ടെ അത്. ഓക്കെ. താങ്ക് യു ചേട്ടാ. അടുത്തത് അഖില. ഇത് കേൾക്കുമ്പോ സിറിയക്കന്റെ ഉദ്ദേശം എന്തായിരുന്നാവോ? എന്റെ ഉദ്ദേശോ സാബു ചേട്ടാ, ഞാൻ ഈ കമ്പനിന്ന് പോവാണെന്ന് വെച്ചോ. അപ്പം ഞാനിപ്പോ അവളെ എക്സ്റ്റെൻഡ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ മേ ബി അപ്പൊ അവര് ഇമീഡിയറ്റ്ലി നമ്മൾ പോവാണെങ്കിൽ അവര് റീഇംബേഴ്സ്മെന്റ് ചോദിക്കും. അതിലും ബെറ്റർ ഞാൻ തന്നെ ചെയ്തിട്ട് എക്സ്പെൻസ് ക്ലെയിം ചെയ്യുന്നതായിരിക്കും എളുപ്പം. ഫ്യൂച്ചറിൽ എനിക്ക് റീഫണ്ട് വരുവാണെന്നുണ്ടെങ്കിൽ, അതായത് ഞാനിപ്പോ അവളുടെ എക്സ്റ്റെൻഡ് ചെയ്യാൻ നിൽക്കുവാണ്. മനസ്സിലായോ? ദുരുദ്ദേശം ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പൊ? ദുരുദ്ദേശം ഒന്നും ഇല്ല. അത് ഞാനത് കമ്പനിയിൽ ഓപ്പൺലി നമ്മള് HR തന്നെ റിക്വസ്റ്റ് ചെയ്തപ്പോ എനിക്ക് വന്ന റിപ്ലൈ ആണിത്. കാരണം അവർ ത്രൂ അല്ലേ നമ്മൾ ചെയ്തേ. സമയത്തിന്റെ ലിമിറ്റേഷൻ കാരണം. അഖില, എന്റെ ക്വസ്റ്റ്യൻ ഗ്ലോബൽ ടാലന്റ് വിസയെ പറ്റിയായിരുന്നു. അപ്പൊ ഈ ഗ്ലോബൽ ടാലന്റ് വിസയില് 3 years ആണെങ്കിൽ ILR കിട്ടും, അങ്ങനെ ഒരു ഇതുള്ള ഇല്ലേ? അപ്പൊ ഇതിനെ പറ്റി കുറച്ച് ഡീറ്റെയിൽസ് പറയുകയാണെങ്കിൽ ഇപ്പൊ ആർക്കെങ്കിലും ഹെൽപ്ഫുൾ ആണെങ്കിൽ. ഈ ഗ്ലോബൽ ടാലന്റിന്റെ അത് സ്റ്റിൽ എക്സിസ്റ്റിംഗ് ആണ് ആ റൂളുകൾ. പക്ഷെ അതിന്റെ അകത്ത് ഈ പുതിയ ചേഞ്ചസിന്റെ അകത്ത് അത് എത്രത്തോളം പോണേന്ന് നമുക്ക് പറയാൻ പറ്റൂല. അതിനകത്ത് ഇപ്പം അഖില ഇപ്പം ഗ്ലോബൽ ടാലന്റിലാണോ? അല്ല, ഞാൻ സ്കിൽഡ് വർക്കറിലാണ്. അപ്പൊ അതിന്റെ അകത്ത് നമുക്ക് ഗ്ലോബൽ ടാലന്റിന്റെ ഒരു രീതിയിലും നമുക്ക് കമന്റ് പറയാൻ പറ്റത്തില്ല. അത് നമുക്ക് ഓരോ സ്പെസിഫിക് സിറ്റുവേഷൻസിലും അവര് കൊടുത്ത കോൺട്രിബ്യൂഷനും ഒക്കെ അതിനകത്ത് കൺസിഡർ ചെയ്യുന്നുണ്ടല്ലോ. ഇപ്പൊ നമ്മുടെ കുറെ PSW നിൽക്കുന്ന കുറെ മെയ്സ് അലൂമിനീസ് ഉണ്ടല്ലോ. അപ്പൊ അവർക്ക് ഗ്ലോബൽ ടാലന്റ് വിസ സ്കിൽ വർക്കർ ഒന്നും കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് അങ്ങനത്തെ ഒരു ഓപ്ഷൻ നോക്കുവാണെങ്കിൽ എത്രമാത്രം ഡിഫിക്കൽട്ട് ആണ് ഗ്ലോബൽ ടാലന്റ് വിസ കിട്ടാൻ? ഇപ്പോ ഗ്ലോബൽ ടാലന്റ് വിസ കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഒന്നാമത്തെ കാര്യം, നമുക്ക് പല കാര്യങ്ങളും ഇപ്പം സപ്പോസ് ഒരു ഡാൻസർ ആണെന്ന് വെച്ചാൽ, ഡാൻസർ ആണ് ഇവിടുത്തെ സൊസൈറ്റികൾ സർട്ടിഫൈ ചെയ്യുന്ന അല്ലെങ്കിൽ അവാർഡ് കിട്ടിയതും അങ്ങനെയുള്ള കാര്യങ്ങളുണ്ടല്ലോ അതിനകത്ത്. അല്ലെങ്കിൽ ഇപ്പൊ ഒരു IT പ്രൊഫഷണൽ ആണെങ്കിൽ അവർക്ക് എല്ലാവർക്കും ഓരോ സൊസൈറ്റീസ് സർട്ടിഫൈ, ആ സൊസൈറ്റീസിന്റെ അവാർഡും കാര്യങ്ങളും ഒക്കെ അവർ കൺസിഡർ ചെയ്യുന്നുണ്ടല്ലോ. അപ്പൊ ഇവർക്ക് ഇപ്പൊ ഈ PSW പല ഐഡിയാസ് ഉണ്ടാകും. പക്ഷെ ആ ഐഡിയാസ് കൊണ്ട് നമുക്ക് ഇന്നോവേറ്ററിലല്ലേ പോകാൻ പറ്റുള്ളൂ. ഒരു ഗ്ലോബൽ ടാലന്റിലോട്ട് എങ്ങനെയാ പോണേ? അല്ല, ഞാൻ ഇൻ കേസ് ആർക്കെങ്കിലും ഒക്കെ അത് ഹെൽപ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ ആ വിസ എനിക്ക് ഒരു പോയിന്റ് വേണം ആഡ് ചെയ്യാൻ കേട്ടോ. ഞാൻ ഈ ഒരു റൂട്ട് കുറച്ച് എക്സ്പ്ലോർ ചെയ്തതാ. അപ്പം ഈ ഗ്ലോബൽ ടാലന്റിൽ നമുക്ക് ഒന്നെങ്കിൽ ഇന്റർനാഷണലി റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു പ്രൈസ് ഉണ്ടെങ്കിൽ നമുക്ക് അപ്ലൈ ചെയ്യാം. അല്ലാതെ ഒരു ഓപ്ഷൻ ഉണ്ട്. നമ്മുടെ ഇന്നോവേറ്റ് UK എന്നൊക്കെ പറഞ്ഞ ഇവരുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്, UK റിസർച്ച് ആൻഡ് ഇന്നോവേഷൻ UK. അവരുടെ ഏതെങ്കിലും ഒരു ഫണ്ട് നമുക്ക് അവാർഡ് ചെയ്ത് അതിൽ നമുക്കൊരു ഡെസിഗ്നേഷൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ആക്ച്വലി ഗ്ലോബൽ ടാലന്റിലേക്ക് സ്വിച്ച് ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഇപ്പൊ ഈ PhD അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കമ്പനിയുടെ ആണെങ്കിലും റിസർച്ച് പ്രൊജക്റ്റിൽ നിങ്ങൾ പാർട്ടായിട്ട് നമുക്ക് ഇതിനൊരു റോൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഗ്ലോബൽ ടാലന്റ് കിട്ടും. അത് കിട്ടും. വേണുഗോപാൽ കൈവയ്ക്കായിരുന്നു. ആളെവിടെ പോയി? ക്വസ്റ്റ്യൻ ഉണ്ടോ? ചുമയുണ്ടോ? ഹലോ,
വേണുഗോപാൽ. പറഞ്ഞോ. ആ, അല്ല എന്റെ ഒരു കേസ് ഉണ്ടായിരുന്നത് ചെറിയൊരു ഡൗട്ട് ആയിരുന്നു. ഇപ്പം എന്റെ വൈഫിന്റെ പേരിലാണ് സ്കിൽഡ് വർക്കർ വിസ ഉള്ളത്. അപ്പം ഞങ്ങൾ ഒരുമിച്ച് അപ്ലൈ ചെയ്തായിരുന്നു. പക്ഷെ കുട്ടികളുടെ വന്നപ്പോഴത്തേക്കും ശരിക്കും ഞങ്ങളുടെ വിസ എൻഡ് ചെയ്യുന്നത് May 1, 2026 ആണ്. പക്ഷെ കുട്ടികളുടെ കിടക്കുന്നത് 1 March 2026 എന്ന് പറഞ്ഞത്. അത് ഈ ശരിക്കും ഈ വിസ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് കറക്റ്റ് ഡേറ്റ് കണ്ടത്. പണ്ട് മറ്റേ ഇതിൽ വരത്തില്ലായിരുന്നല്ലോ ഡേറ്റ്. അപ്പം അത് ആ ഒരു ഡിഫറൻസ് ഒരു 2 months ഉണ്ട്. ശരിക്കും അത് എന്തെങ്കിലും ഈ വിസ ചെയ്തപ്പോ ഒന്നെങ്കിൽ ഈ വിസയുടെ ഒരു ടെക്നിക്കൽ എറേഴ്സ് ചെയ്യാനുള്ള ഒരു ഇമെയിൽ ID ഇല്ലേ അതിന്റെ അകത്ത്? അവരെ കോൺടാക്ട് ചെയ്തായിരുന്നോ ടെക്നിക്കൽ എറേഴ്സില്? അല്ല അത് ശരിക്കും ഈ വിസയുടെ ഇഷ്യൂ ആയിട്ട് വന്നതാണോ അതോ ഓൾറെഡി അവർ അന്ന് രണ്ട് കാര്യങ്ങൾ വരാം. ഒന്നെങ്കിൽ ഈ വിസയുടെ എറേഴ്സ് കൊണ്ട് വരാം, അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു പേരന്റിന് ഏതെങ്കിലും എസ്പെഷ്യലി ഇപ്പം വൈഫാ മെയിൻ ആപ്ലിക്കന്റ് എന്നല്ലേ പറഞ്ഞേ? അതെ അതെ. അല്ലെങ്കിൽ വേണുഗോപാലിന്റെ വിസ ഈ മാർച്ച് ആണോ വൈഫിനൊപ്പമാണോ? അല്ല രണ്ടുപേരുടെയും May 1 തന്നെ നടക്കുന്നത്. അപ്പൊ അത് ഒരു ഡെഫിനറ്റ്ലി ഒരു എറേഴ്സ് വന്നേക്കണം. ആണല്ലേ? അത് ഈ വിസ തന്നെ കോണ്ടാക്ട് ചെയ്താൽ മതിയോ? അവരെ തന്നെ കോണ്ടാക്ട് ചെയ്താൽ മതി. അത് നോർമലി എന്റെ ഒരു റീസെന്റ് എക്സ്പീരിയൻസ് എന്റെ ഒരു ഫ്രണ്ടിന് ഇതുപോലെ ഒരു എറർ വന്നിട്ടുണ്ട് കേട്ടോ ഈ വിസയില്. അത് അവിടുന്ന് പ്രോസസ് ചെയ്തപ്പോൾ വന്നൊരു എററാണ്. അത് അവര് കറക്റ്റ് ചെയ്തോളൂ. അതൊരു എനിക്കൊന്ന് അതെങ്ങനെ രണ്ടാമത് ആപ്ലിക്കേഷൻ കൊടുക്കേണ്ടി വരും, ഫോളോ അപ്പ് ചെയ്യേണ്ടി വരും. ഫോളോ അപ്പ് ചെയ്യേണ്ടി വരും അത്. ആണല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. ഞാൻ നോക്കിയോളാം. ഓക്കെ, വേണുഗോപാൽ സംശയം അടുത്ത ആളുടെ അടുത്തേക്ക് പോവാം. സോറി, ഓക്കെ, താങ്ക് യു. സനൽ എന്താണ് ചോദിക്കൂ. ഹലോ ജോബി ചേട്ടാ, എനിക്ക് ചോദിക്കാനുള്ളത് നമ്മൾ ഈ പുതിയ ഈ ഒരു ILRനെ പറ്റി സംസാരിക്കുന്ന അതിലൊരു പോയിന്റ്സ് ബേസ്ഡ് സിസ്റ്റം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് ഇവിടെ നമ്മൾ ഇനിയിപ്പം കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് അല്ലെങ്കിൽ അതിൽ കോൺട്രിബ്യൂട്ട് UK സൊസൈറ്റിക്ക് വേണ്ടി കോൺട്രിബ്യൂട്ട് അത് ഏതൊക്കെ തരത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും? അല്ല, ഇത് അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് അവരൊന്നും പറഞ്ഞിട്ടില്ല. നമ്മൾ വായിച്ച അറിവ് തന്നെ എനിക്കും ഉള്ളൂ. അപ്പൊ അതിൻ്റെ അകത്ത് ആ പോയിന്റ് ബേസ് സിസ്റ്റത്തിൽ അവര് ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ പ്രൊഫഷൻ അനുസരിച്ച് പിന്നെ അപ്പൊ ഏതൊക്കെ സൊസൈറ്റി ഇപ്പൊ ചാരിറ്റിക്ക് ചെയ്യുന്നതാണോ അല്ലെ എക്കണോമിക്ക് ചെയ്യുന്നതാണോ അതിനെക്കുറിച്ച് അവർ വ്യക്തമായിട്ട് പറഞ്ഞിട്ടില്ല. അവരിപ്പം ഈ വൈറ്റ് പേപ്പർ കഴിഞ്ഞൊരു റൂൾസും അല്ലെങ്കിൽ ഇന്റന്റ് ഓഫ് ചേഞ്ചസും അല്ലേ. ഇനി ഇന്റന്റ് ഓഫ് ചേഞ്ചസ് സാധാരണ വരാറുണ്ട് റൂൾസ് പാസ്സായി കഴിയുമ്പോൾ. എന്നാലും നമുക്കൊരു ഐഡിയ ഉണ്ടാകത്തുള്ളൂ. ഇപ്പം നമ്മളൊക്കെ എല്ലാവർക്കും ഉള്ള അറിവ് തന്നെ എനിക്കും ഉള്ളൂ. പിന്നെ ഒരു ഇച്ചിരൂടെ ഇന്റർപ്രറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളത്. അതെ, അല്ല ഇപ്പം പൊതുവെ ഇപ്പത്തെ ഈ ILRന് ആപ്ലിക്കേഷൻ കൺസിഡർ ചെയ്യുമ്പോൾ ഇങ്ങനെ എന്തെങ്കിലും ഡിക്ലറേഷൻസോ അല്ലെങ്കിൽ കമ്മ്യൂണിറ്റിക്ക് ഇത് ചെയ്തു അങ്ങനെ എന്തൊക്കെയാണ് വെക്കാറ്? അതൊന്നും വെക്കേണ്ട കാര്യമില്ല. ഇപ്പൊ അതൊന്നും വെക്കേണ്ട കാര്യമില്ല. ഓക്കെ ഓക്കെ. നമ്മൾ ഈ സ്കിൽ വർക്കർ എന്ന് പറയുന്നത് തന്നെ ഒരു പോയിന്റ് ബേസ് സിസ്റ്റമാണ്. അതിന്റെ പോയിന്റ് കൊടുക്കുന്നത് വേറെ രീതിയിലാണേ ഉള്ളൂ. ഇപ്പൊ നമ്മള് ഒരു ILR അല്ല, അതിന് മുമ്പുള്ള സ്റ്റേജില് സ്പോൺസർഷിപ്പിന് 20 പോയിന്റ്, അതിന്റെ ജെനുവിൻ വേക്കൻസിക്ക് 20 പോയിന്റ്, ഇംഗ്ലീഷിന് 10 പോയിന്റ്, അങ്ങനെ സാലറിക്ക് 20 പോയിന്റ്, അങ്ങനെ അതുകൊണ്ടാണ് ഈ പോയിന്റ് ബേസ് സിസ്റ്റം എന്ന് ഈ സ്കിൽഡ് വർക്കറെ പറയുന്നത് തന്നെ. ഓക്കെ ഓക്കെ, താങ്ക് യു ചേട്ടാ. ഓക്കെ, താങ്ക് യു. ഇത് സെയിം സംശയം എനിക്കും ഉണ്ടായിരുന്നു. പക്ഷെ ഒന്ന് രണ്ട് എക്സാമ്പിൾസ് കൂടെ പറയാമോ? ഈ കോൺട്രിബ്യൂട്ടിംഗ് ടു ദ എക്കോണമി അല്ലെങ്കിൽ കോൺട്രിബ്യൂട്ടിംഗ് ടു ദ എക്കോണമി ഒന്ന് നമ്മുടെ സാലറി. പിന്നെ ഇപ്പൊ ഒരു സപ്പോസ് ഒരു ഡോക്ടറാണ്, നേഴ്സാണ്, കോൺട്രിബ്യൂട്ടിംഗ് ടു ദ എക്കോണമി ബ്രിട്ടീഷ് സൊസൈറ്റിയെ സെർവ് ചെയ്യുന്നു. അല്ല ഒരു കെയറാണ്, ബ്രിട്ടീഷ് ഒരു എഞ്ചിനീയർ ആണ്, അപ്പൊ അത് ബ്രിട്ടീഷ് സൊസൈറ്റിനെ സെർവ് ചെയ്യും. അതെല്ലാം കോൺട്രിബ്യൂട്ടിംഗ് ടു ദ എക്കണോമിയാണ്. നമ്മൾ ടാക്സ് പെയർ ആകുമ്പോൾ തന്നെ കോൺട്രിബ്യൂട്ടിംഗ് ടു ദ എക്കണോമിയാണ്. പിന്നെ ചാരിറ്റികൾ, ഇപ്പം പഴയ പ്രപ്പോസലിൽ ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നല്ലോ 2008 അവർ പറഞ്ഞത് നമ്മൾ ചാരിറ്റി വർക്കിലും ഒക്കെ ഇൻവോൾവ് ആകുമ്പോൾ അതിനനുസരിച്ച് നമുക്ക് അവർ സർട്ടിഫൈ ചെയ്യുമ്പോൾ നമ്മൾ കയറി വരുമെന്ന്. അതുപോലെ ഒരു പോയിന്റ് ഇതിൻ്റെ അകത്ത് കിടക്കുന്ന കണ്ടു, ആ സെയിം പോയിന്റ് പോലെ തന്നെ. പക്ഷെ അത് എങ്ങനെയാണെന്ന് നമുക്ക് അറിയത്തില്ല. മനസ്സിലായി. ഓക്കെ, താങ്ക് യു. മിലൻ, എന്താണ് താങ്കളുടെ ഡൗട്ട്? ഹലോ, എന്റെ ഡൗട്ട് എന്താന്ന് വെച്ചാൽ എനിക്ക് 2 ഡൗട്ട് ഉണ്ട്. അതിൻ്റെ ഒന്നാമത്തെ, നമ്മൾ ILRന് അപ്ലൈ ചെയ്യുമ്പോ
എംപ്ലോയർ സൈഡിൽ നിന്ന് എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് വേണ്ടേ? അത് 1 ക്വസ്റ്റ്യൻ. പിന്നെ രണ്ടാമത്തത്, നമുക്ക് 1 ഇയർ സ്കിൽഡ് വർക്കർ ഡിപ്പെൻഡന്റ് പ്ലസ് 4 ഇയർ സ്കിൽഡ് വർക്കർ ഇത് കമ്പൈൻ ചെയ്യാൻ പറ്റുമോ? എല്ലാവരും കൊടുക്കാൻ പറ്റും? ഒരിക്കലും കമ്പൈൻ ചെയ്യാൻ പറ്റില്ല. ILRന് നമുക്ക് കമ്പൈൻ ചെയ്യാവുന്നത് ആ സ്പെസിഫിക് റൂട്ട് മാത്രമേ ഉള്ളൂ. നമുക്ക് ഡിപ്പെൻഡന്റ് ആണെങ്കിൽ വീണ്ടും ഇത് സ്കിൽഡ് വർക്കിലോട്ട് പോയിട്ടുണ്ടെങ്കിൽ ആ സ്കിൽഡ് വർക്കർ എന്നാണോ സ്റ്റാർട്ട് ചെയ്ത് അവിടുന്ന് നമുക്ക് ചെയ്യാൻ പറ്റും. നമ്മൾക്ക് അതുപോലെ നമ്മള് സ്കിൽഡ് വർക്കറിലുള്ള ഒരാള് ILRന് പോകാനാണ് എംപ്ലോയറുടെ കയ്യിൽ നിന്ന് ലെറ്റർ വേണം. ആ ലെറ്ററിൻ്റെ അകത്ത് നമ്മുടെ ജോബ് സ്റ്റാർട്ട് ഡേറ്റ്, നമ്മുടെ സാലറി, SOC കോഡ് ആൻഡ് ദിസ് പേഴ്സൺ ഇസ് സ്റ്റിൽ നീഡഡ് ഫോർ എംപ്ലോയ്മെന്റ് എന്നുള്ള ഒരു വേർഡിങ്ങും ഉണ്ടാകണം. പിന്നെ ഓൾ ദി ആബ്സെൻസസ് ഔട്ട് ഓഫ് എംപ്ലോയ്മെന്റ് വിത്ത് ഓതറൈസേഷനും ഉണ്ടാകണം എന്നുള്ളതാണ് റൂള്. പക്ഷെ പലപ്പോഴും ഇതെല്ലാം കാണാറില്ല. പക്ഷെ ഉറപ്പായിട്ടും സാലറിയും SOC കോഡും ഇതിൻ്റെ അകത്ത് ഉണ്ടായിരിക്കണം, ജോബ് ടൈറ്റിലും. താങ്ക് യു. ഓക്കെ, താങ്ക്സ് മുലയൻ. അടുത്ത് എൻ്റെ ചോദ്യമാണ്, എൻ്റെ അവസരമാണ് ചോദ്യം ചോദിക്കാൻ. അതില് നേരത്തെ പറഞ്ഞ പാർക്കിംഗ് ടിക്കറ്റിനെ കുറിച്ചാണ്. ഒരു പാർക്കിംഗ് ടിക്കറ്റ് ഞാൻ അടയ്ക്കാണ്ട് കോടതിയിൽ പോയി ചലഞ്ച് ചെയ്യാമെന്ന് വിചാരിച്ച് ഞാൻ ഇരിക്കണയാണ്. കാര്യം അവര് ഭയങ്കര എന്താ പറയാ, ഭയങ്കര അൺജസ്റ്റ് ആയിട്ട് എനിക്ക് തോന്നി അറിഞ്ഞിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഒരു അവസരത്തില് നമുക്ക് കോടതി പോയി ഞാൻ ചലഞ്ച് ചെയ്ത് ഫെയിൽ ആയി കഴിഞ്ഞാൽ എനിക്ക് അടക്കാം. പക്ഷെ അങ്ങനെയാണെങ്കിൽ എന്തോ അങ്ങനെ ഫിക്സഡ് ചെയ്ത് ഔട്ടായി. അപ്പൊ സിവിൽ പെനാൽറ്റി നമുക്ക് വന്നിട്ടുണ്ടല്ലോ. ഓക്കെ, അപ്പൊ അതില് നമുക്ക് അതങ്ങനെ ഡിക്ലെയർ ചെയ്ത് സിവിൽ നമുക്ക് ഡിക്ലെയർ ചെയ്ത് വിട്ട് കഴിഞ്ഞാൽ നമുക്ക് യാതൊരു നഷ്ടവും ഇല്ല. അപ്പൊ അത് ഡിക്ലെയർ ചെയ്താൽ മാത്രം മതി. അപ്പൊ അങ്ങനെ ഒരു സിറ്റുവേഷനില്ല, അതല്ലാതെ വേറെ ഒന്നും പേടിക്കാനില്ല എനിക്ക്. ഒന്നുമില്ല, നോർമലി അഫക്ട് ചെയ്യല. അടയ്ക്കാതിരുന്നാൽ മാത്രമേ ഉള്ളൂ. അത് കൂടുതലും ഇപ്പൊ ഒരു സിറ്റിസൺഷിപ്പ് ആപ്ലിക്കേഷൻ ആണ് കൂടുതലും എഫക്ട് ചെയ്യുന്നത്. ഓക്കെ ഓക്കെ. ജോബി, എനിക്ക് എന്റെ സംശയം എന്ന് പറഞ്ഞാൽ, ടെസ്റ്റിന്റെ സംശയം എന്ന് വെച്ചാൽ, അത് ഇനി കോടതി പോകേണ്ട ആവശ്യമുണ്ടോ, കോടതി പോണോണ്ട് എന്തെങ്കിലും നെഗറ്റീവ് ഉണ്ടോ എന്നുള്ളതായിരിക്കും. കോടതി പോകുന്നതുകൊണ്ട് നെഗറ്റീവ് ഒന്നും. കോടതി പോയിട്ട് ഇത് വന്ന് പലപ്പോഴും ഇവര് ഓരോ അൺവാണ്ടഡ് ചലഞ്ച് പോലെയാണ് വരുന്നത്. നമുക്ക് പല കാര്യങ്ങളും കോടതിയുടെ സമയം കളഞ്ഞതായിട്ട് ഒരു കൂട്ടും. പക്ഷെ ഇതിനത്രയും വലിയൊരു പ്രശ്നം വരാറില്ല. ഇവരെ കാലാകാലങ്ങളായിട്ട് എനിക്ക് കോടതി വിടും എന്നും പറഞ്ഞ് ഇങ്ങനെ അയക്കണ മാത്രമേ ഇതുവരെ കാണത്തുള്ളൂ. ഇതുവരെ കോടതിയിൽ അങ്ങനെയാണെങ്കിൽ അതിൻ്റെ അകത്ത് ഒരു സിവിൽ പെനാൽറ്റിക്ക് സാധ്യതയുണ്ട്. ഇവര് ചിലപ്പോൾ ഇവർക്ക് കൊടുക്കാം, ഡെബിറ്റ് റിക്കവറിക്കാർക്ക് കൊടുക്കാം. അവർ ആ ഡെബിറ്റ് റിക്കവറിക്കാർ ഇതിന് കേസ് കൊടുത്തേച്ച് എൻഫോഴ്സ്മെന്റ് ചെയ്യാം. അതെ അതെ, അല്ല ഡെറ്റ് റിക്കവറിയുടെ കയ്യിലാണ് ഇത്. ഡെറ്റ് അപ്പൊ ഇത് ആക്ച്വലി കോടതി വിധി അയക്കണത്. കോടതി വിധി അയക്കണതാണ് ഇത്. അല്ലെങ്കിൽ പിന്നെ എങ്ങനെയാ ഡെബിറ്റ് റിക്കവറി വേണ്ടേ? ഓക്കെ, അതൊന്നുകൂടെ നോക്കേണ്ടി വരും. അല്ല, അവര് കോടതിയിലേക്ക് വിടും എന്നും പറഞ്ഞത് ലെറ്റർ കോടതിയിലേക്ക് വിടും എന്നാണോ പറഞ്ഞേക്കുന്നത് ഡെബിറ്റ് റിക്കവറിക്കാരെ? അതെ അതെ. ഇത് ചെറിയ തുകയുള്ള അടച്ചു തീർന്നേക്കുമല്ലേ നല്ലത്. നമ്മള് ചില കാര്യങ്ങള് നമ്മള് താഴ്ന്നു കൊടുക്കാൻ അതല്ല നല്ലത്. ഓക്കെ ഓക്കെ. കോടതി പോയാൽ ചലഞ്ച് ചെയ്യാൻ വക്കീലിന് കാര്യം കൊടുക്കണം, അവിടെ കൊടുക്കണം, ഇവിടെ കൊടുക്കണം, നമ്മുടെ സമയം പോകും. ഉറപ്പായിട്ട് ദൂരം നിങ്ങൾക്ക് ചെയ്യണമെന്ന് നിർബന്ധം ഉണ്ടെങ്കിൽ 5 വർഷം കഴിഞ്ഞ് എല്ലാവർക്കും കിട്ടിക്കഴിഞ്ഞിട്ട് നിങ്ങൾ അങ്ങ് ചലഞ്ച് ചെയ്തോ. എനിക്ക് ഇതുപോലത്തെ ഒരു കേസ് ഉണ്ടായിരുന്നു. ഞാൻ പക്ഷെ ആ കാസ്റ്റ് ഒക്കെ കൊടുത്ത്, അതാണ് ഏറ്റവും നല്ലത്. പലപ്പോഴും നമ്മൾ താഴ്ന്നു കൊടുത്തേക്കാക്കി അതാ നല്ലത്. ആ പാസ്പോർട്ട് കയ്യിലേക്ക് മേടിച്ച് സല്യൂട്ട് അടിച്ചിട്ട് പോകുന്നു, അത്രേ ഉള്ളൂ. ഓക്കെ ഓക്കെ ഓക്കെ. താങ്ക് യു ജോബി ചേട്ടാ. അടുത്ത ആള് റോഷൻ ബേബി. നമസ്കാരം ചോദിച്ചിട്ടാ. നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്ത സർട്ടിഫിക്കറ്റ് ഓഫ് സ്പോൺസർഷിപ്പിനെ കുറിച്ച് അതിന്റെ സ്റ്റേറ്റസ് ഞാൻ ചെക്ക് ചെയ്തായിരുന്നു. അത് കറന്റ് സ്റ്റേറ്റസ് അസൈൻഡ് എന്നേ കിടക്കുന്നുള്ളൂ. അപ്പൊ യൂസ് ചെയ്തിട്ടില്ലെന്ന് തോന്നി ഇതുവരെ. യൂസ് ചെയ്തിട്ടുണ്ടാവില്ല. അപ്പോ അത് വിത്ഡ്രോ ചെയ്യുന്നോണ്ട് കുഴപ്പമുണ്ടാവില്ലല്ലോ?
ആപ്ലിക്കേഷൻ വിഡ്രോ ചെയ്ത് കഴിഞ്ഞിട്ട് അപ്പൊ ഇപ്പൊ എങ്ങനെ നോക്കിയത് എങ്ങനെയാ? അപ്പൊ എംപ്ലോയറിന്റെ ഇതിന്റെ അകത്ത് നമുക്ക് എനിക്ക് ആക്സസ് ഉണ്ടോ? എംപ്ലോയർ സ്ക്രീൻഷോട്ട് അയച്ചു തന്നായിരുന്നു മറ്റേ SMS പോർട്ടലിൽ നിന്നുള്ളത്. എപ്പോ അയച്ചു? ഇപ്പഴാ? ഇപ്പഴല്ല, ഞാൻ കഴിഞ്ഞ ദിവസം എന്നോട് ചോദിച്ചായിരുന്നു. ഞാൻ ഒന്നോടെ ഒന്ന് ചെക്ക് അപ്പം ചെയ്യാം. അത് പറയാൻ പറ്റില്ല. അതാ ഞാൻ ചോദിച്ചത്. ഇപ്പൊ അയച്ചതാണെങ്കിൽ ചിലപ്പം അസൈൻഡ് ഇപ്പൊ അയച്ചതാണെങ്കിൽ ഓക്കെ. നേരത്തെ അയച്ചത് നമുക്ക് ഈ അസൈൻഡ് വീണ്ടും യൂസ്ഡ് ആ. അസൈൻഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ COS നോക്കിയാലും അസൈൻഡ് കാണത്തുള്ളൂ. ഓക്കെ ഓക്കെ, അവര് SMS പോർട്ടലിൽ നിന്ന് അയച്ചു തന്നെ 15th SMS പോർട്ടലിൽ നോക്കിയാലും നമുക്ക് ഇതിന്റെ വേറൊരു പാർട്ടിൽ നോക്കിയാലാണ് അത് യൂസ്ഡ് ആണോ അല്ലോ എന്ന് അറിയാൻ പറ്റും. ഓക്കെ ഓക്കെ. ഇതിപ്പോ വിഡ്രോ ചെയ്യണമെങ്കിൽ എന്താ പ്രൊസീജിയർ? എന്താ ബയോമെട്രിക്സ് ഇൻ പേഴ്സൺ ആയിരുന്നു. അപ്പൊ ഓൺലൈൻ വിഡ്രോ ചെയ്യണമെങ്കിൽ ആപ്ലിക്കേഷൻ അതിനകത്ത് വിഡ്രോ ചെയ്യാൻ അവർക്ക് റിക്വസ്റ്റ് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട്. ഓൺലൈൻ ചെയ്യാൻ പറ്റില്ലെന്ന് തോന്നുന്നു, കാരണം ഞാൻ ഇൻ അവർക്ക് പേഴ്സൺ. മെയിൽ ചെയ്താൽ മതി അവര്. ഓക്കെ ഓക്കെ, അവർ അക്നോളജ് ചെയ്യണല്ലേ അപ്പോ? ഓക്കെ ഓക്കെ. ഈ എംപ്ലോയറോട് ചോദിച്ചു നോക്കാം, വേറെ COS ഉണ്ടെങ്കിൽ അവർക്ക് വേറെ COS ഇല്ലെന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ പിന്നെ നമ്മളെങ്ങനെ തിരിച്ചു വരും, പിന്നെ നമ്മൾ എങ്ങനെ നിലനിൽപ്പുണ്ടാവും? അല്ലെങ്കിൽ കല്യാണമാണ് ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള കാര്യമല്ലേ? അപ്പൊ പിന്നെ അല്ല അതുപോലെ തന്നെ ഈ ചെറിയ ഷോർട്ട് പീരീഡ് ആണ് തിരിച്ചു വരുന്നതെങ്കിൽ അവര് എൻട്രി ക്ലിയറൻസ് പ്രശ്നം ഉണ്ടാക്കാൻ വഴിയില്ലേ? തീരെ കുറച്ച് വിസ വാലിഡിറ്റി ബാക്കിയുള്ളെങ്കിൽ. UK അങ്ങനെ അത്ര വലിയൊരു പ്രശ്നം ഉണ്ടാക്കാറില്ല അല്ലേ? നാട്ടിൽ എയർലൈൻസുകാരനും പ്രശ്നം ഉണ്ടാക്കാറില്ല. ഇമിഗ്രേഷൻകാരെന്തായാലും ചോദിച്ചാലേ ഉള്ളൂ. അവരോട് പറയും അവിടെ ചെന്ന് കഴിഞ്ഞാൽ പറയണ്ടല്ലോ. ഓക്കെ, കല്യാണം മാറ്റി വെക്കാൻ പറ്റത്തില്ല അല്ലേ? കല്യാണം 1 വീക്ക് നോട്ടീസേ ഉള്ളൂ. ഒരു ഇച്ചിരി നോട്ടീസ്, 1 വീക്ക് പോലും നോട്ടീസ് ഇല്ല. സാറ്റർഡേ ആണ്. എൻഗേജ്മെന്റ് മാറ്റാമല്ലോ. എൻഗേജ്മെന്റ് ഒരു വലിയ സംഭവമല്ലല്ലോ, കല്യാണം അല്ലേ ഉള്ളൂ. ഇതൊന്നും ഇല്ലെങ്കിൽ റോഷ, ഈ പെങ്കൊച്ചു ഇവിടെ ഉള്ളതാണെങ്കിൽ നമുക്ക് ഇതൊക്കെ ഇവിടെ തന്നെ നടത്തിക്കളയാം. കാറ്ററിംഗിന്റെ ഫുഡ് പ്രശ്നമാക്കരുത് കേട്ടോ. അതൊക്കെ നഷ്ടപരിഹാരം കൊടുക്കണം. അതൊക്കെ ഒരാഴ്ച മുമ്പ് അവരോട് പറയണം. ഏതായാലും റോഷന് ആവശ്യത്തിൽ കൂടുതൽ ടെൻഷൻ ഉണ്ട് അപ്പൊ അല്ലേ? ഉണ്ട്, ഇഷ്ടം പോലെ ഉണ്ട്. നാട്ടിലെവിടെയാ? നാട്ടിൽ എറണാകുളം, മൂവാറ്റുപുഴ. ഇതിപ്പോ കുറച്ച് നാളായിട്ട് ഇങ്ങനെ നടക്കുമായിരുന്നു. ഞാൻ ഇന്നലെ പോകണ്ടോ, ഇന്നലത്തെ ഫ്ലൈറ്റ് ഞാൻ ക്യാൻസൽ ചെയ്തു. ഒരു 3 days കൂടെ വെയിറ്റ് ചെയ്യാന്ന് വെച്ചു. കാരണം ഞാൻ കോവൻട്രി. ഞാൻ ES സൊല്യൂഷൻസ് എന്ന് പറഞ്ഞ കമ്പനിയാ. ES സൊല്യൂഷൻസ്. അവർക്കും പ്രോപ്പർ ആയിട്ടൊരു സോളിസിറ്റർ ഒന്നും ഇല്ലായിരുന്നു ജോബ് ചേട്ടാ. അപ്പോ ഞാനും അത്ര ശ്രദ്ധിച്ചില്ല, കാരണം എനിക്കും ഇത് പെട്ടെന്ന് ചെയ്യണമായിരുന്നോണ്ട് ഞാനും ജോബ് കോഡിനനുസരിച്ചുള്ള സാലറി ത്രെഷോൾഡ് നോക്കിയില്ല. 38,700 മുകളിലുണ്ടായിരുന്നു. പിന്നെ അവരത് കറക്റ്റ് ചെയ്ത് തന്നു, സ്പോൺസർ നോട്ട് ആഡ് ചെയ്ത്. പക്ഷെ ഒരു കാര്യം ചെയ്യാം, ഒരു ഇമെയിൽ ഇട്ട് അവർക്ക് ഒന്ന് എക്സ്പീഡിയേറ്റ് ചെയ്യാൻ പറഞ്ഞൊരു ഇമെയിൽ ചെയ്ത് നോക്കുന്നു. ഇന്ന് ചെയ്തിട്ട് അത് മറ്റേ ടാറ്റൂന്റെ ഒരു ഇമെയിൽ ഉണ്ട് അവര്. പക്ഷെ കല്യാണം ഞാൻ ഹോം ഓഫീസിന് ഒത്തിരി തവണ ട്രൈ ചെയ്തു. ഫിലിപ്പീൻസിലും homeoffice.uk അതിൽ മെയിൽ അയക്കാനാ പറഞ്ഞത്. അതിന്റെ സ്റ്റാൻഡേർഡ് റിപ്ലൈ ടൈം 20 കിട്ടാൻ ചാൻസ് ഇല്ല. റോഷൻ, എന്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് എന്റെ കമ്പനി ഇപ്പൊ അപ്ലൈ ചെയ്തവർക്കെല്ലാം ഭയങ്കര ഡിലേഡ് ആയിട്ടാണ് വിസ കിട്ടുന്നത് കേട്ടോ. 2 മാസം ഒക്കെ ഡിലേ വരെ പോയിട്ടുണ്ട്. അതുകൊണ്ട് അത് ഒരു 2-3 ദിവസത്തിനുള്ളിൽ റിസൾട്ട് കിട്ടുമെന്നും പറഞ്ഞൊന്നും പ്ലാൻ ചെയ്യരുത്. ഞാൻ ഇപ്പൊ പറഞ്ഞ കാരണം അതാണ്, കല്യാണം മാറ്റി വെക്കാൻ പറ്റുമെന്ന് ചോദിച്ചു. അതുപോലെ തന്നെ വിസയുടെ ട്രാവൽ ചെയ്യാനും പറ്റത്തില്ല. പക്ഷെ ഒരു മൺഡേ നോക്കണം. മൺഡേ എനിക്കറിയത്തില്ല, സ്റ്റാഫിനെ അറിയാവുള്ളൂ. മറ്റേ ചെയ്യുന്നൊരു മെയിലുണ്ട് എക്സ്പീഡിയേറ്റ് ചെയ്യാനുണ്ട്. പക്ഷെ അതിനകത്ത് ഈ എൻഗേജ്മെന്റിന്റെ വല്ല ഇൻവിറ്റേഷനോ എന്തെങ്കിലും കയ്യിലുണ്ടെങ്കിൽ എമർജൻസി ട്രാവൽ എന്ന് പറഞ്ഞു കൊടുക്കാനാ, അല്ലെങ്കിൽ എന്തെങ്കിലും എമർജൻസി സംവിധാനം നമ്മളായിട്ട് നമ്മുടെ ബുദ്ധിയിൽ ഉണ്ടാകുക. തിരിച്ചു വരാനുള്ള ഡേറ്റ്സും കുറവാണ്. കാരണം June 1 ഞാൻ തിരിച്ചു വന്നാൽ 7th വരെ എനിക്ക് വിസ വാലിഡ് ആയിട്ടുള്ളൂ. കമ്പനിയുടെ മെയിൻ ഇഷ്യൂ അവർക്ക് COS തിരിച്ചു കിട്ടുമോ എന്നുള്ളതാണ്. മീൻസ് ആ COS വീണ്ടും ഇഷ്യൂ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. അല്ല, അവർക്ക് വേറെ ഉണ്ടോന്ന് ആദ്യം ചോദിച്ചു നോക്കി. എങ്കിൽ പിന്നെ ഇത് വിഡ്രോ ചെയ്താൽ പോരെ. അവർക്ക് വേറെ ഇല്ലെന്നാണ് പറയുന്നത്. അലോക്കേഷൻ ഇല്ലെന്നാണ് പറയുന്നത്. പക്ഷെ എന്റെ ഒരു എക്സ്പീരിയൻസ് പറയട്ടെ. ഞാൻ എന്റെ വിസ എക്സ്റ്റെൻഡ് ചെയ്ത സമയത്ത് ഞാൻ 5 day വിസ കൊടുത്തത്. അപ്പം 5 ദിവസം കൊണ്ട് കിട്ടണമല്ലോ. അപ്പൊ 5 ദിവസമായിട്ട് എന്റെ വന്നില്ല. അപ്പം നമ്മൾ ത്രൂ മറ്റേ കമ്പനിയുടെ സോളിസിറ്റർ വഴിയാണല്ലോ. അപ്പൊ അവർ അന്വേഷിച്ചപ്പോൾ അവർ പറഞ്ഞത് ബേസിക്കലി ഇവർക്ക് എന്തോ കൺഫ്യൂഷൻ വന്നു. ഹോം ഓഫീസിന്റെ ഭാഗത്തിലെ പ്രശ്നമായിരുന്നു. അവർക്ക് എന്തോ ക്ലാരിഫിക്കേഷൻ വരുന്നത്. അത് അവർ ഇന്റേണലി അത് സോർട്ട് ചെയ്തു. പക്ഷെ ഞാൻ അപ്പോഴും എന്റെ ഓർമ്മ എന്ന് പറഞ്ഞാൽ 5 ദിവസം കൊണ്ട് ഇത് കിട്ടും എന്നുള്ളതായിരുന്നു. പക്ഷെ എന്റേത് അവരുടെ ഭാഗത്തെ പ്രശ്നമാണെങ്കിൽ അവർ പറഞ്ഞു 5 ദിവസം കൊണ്ട് ഞങ്ങൾക്ക് ചേരാൻ പറ്റിയില്ല, ഞങ്ങൾ 500 പൗണ്ട് റീഫണ്ട് ചെയ്ത് തരാം,
പക്ഷെ എന്നിട്ട് കൂടി ഒരു 2 to 3 weeks എടുത്തു. അപ്പൊ അവര് പറഞ്ഞതെന്ന് വെച്ചാൽ വൺസ് ഈ പ്രയോറിറ്റിക്കകത്ത് എന്തെങ്കിലും ഒരു നമ്മളാ ക്യൂവിലാണല്ലോ ഉള്ളത്, എന്തെങ്കിലും ഒരു ക്വറി വന്നാൽ ചിലപ്പോൾ അത് 2 to 3 weeks വരെ എടുക്കാം. അത് നമുക്ക് എപ്പോഴാണെന്നുള്ള ഒരു ക്ലാരിറ്റി ഇല്ല. അപ്പം നമ്മുടെ ഭാഗത്തെ മിസ്റ്റേക്ക് ആണെങ്കിലും അവരുടെ ഭാഗത്തെ മിസ്റ്റേക്ക് ആണെങ്കിലും ആ വൺസ് ആ ക്യൂവിൽ നിന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ ഈ പ്രയോറിറ്റി ക്യൂവിന്റെ തന്നെ പിന്നെയും ബാക്കിലേക്ക് നമ്മൾ എത്തുക. അപ്പം ഡിലേ ആവാനായിരിക്കും സാധ്യത, എന്റെ എക്സ്പീരിയൻസ് എന്ന് പറയുകയാണെങ്കിൽ. പിന്നെ ഒരു ചെറിയ ഹോപ്പ് ഉള്ളത് സ്പോൺസർക്ക് പോയേക്കുന്ന മെയിലിൽ 10 വർക്കിംഗ് ഡേയ്സിനുള്ളിൽ അവർ റെസ്പോണ്ട് ചെയ്തില്ലെങ്കിൽ അവരൊരു ഡിസിഷൻ എടുക്കുന്നൊരു മെയിൽ ഉണ്ടായിരുന്നു സ്പോൺസർക്ക് പോയേക്കുന്ന നമ്മളെ ലിറ്റററി സെൻസിൽ ഇതൊന്നും കാണണ്ട. പറ്റുമെങ്കിൽ ഇപ്പോൾ മെഡിക്കൽ സർട്ടിഫിക്കറ്റോ എന്തെങ്കിലും ഇവർക്ക് അയച്ചു കൊടുത്തേച്ച് വിഡ്രോ ചെയ്യാൻ അല്ല വിഡ്രോ ചെയ്യാതെ അത്യാവശ്യമായിട്ട് എനിക്ക് നാട്ടിൽ പോകേണ്ട കാര്യമാണ് ഇതെന്ന് പറഞ്ഞു കൊടുത്താൽ പലപ്പോഴും ഒരു പോസിറ്റീവ് റെസ്പോൺസ് ഇവരുടെ കയ്യിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട്. ഇപ്പം നമ്മളിപ്പോ പറഞ്ഞത് ഇപ്പം സൺഡേ മൺഡേ സൺഡേ എന്നുള്ളൊരു പ്രശ്നമൊന്നും ഇല്ല. ഇവര് 365 days 24 hours വർക്കിംഗ് ആണ് ഇപ്പം. അപ്പം ഇപ്പൊ ചിലപ്പോ നമ്മൾ പറഞ്ഞോണ്ടിരിക്കുമ്പോഴാണ് ഷെഫീൽഡ് ചിലപ്പോ ഇത് അപ്രൂവ് ചെയ്ത് വന്നിരിക്കും. ഡിസിഷൻ ഒരിക്കലും നെഗറ്റീവ് ആവുമെന്ന് പേടിക്കരുത് കേട്ടോ, കാരണം അത് സംഭവിക്കത്തില്ല. പക്ഷെ ഡിലേ ഉറപ്പായിട്ടും പ്രതീക്ഷിക്കണം. നമുക്കൊരു പറ്റുമെങ്കിൽ മൺഡേ വല്ല മെഡിക്കൽ സർട്ടിഫിക്കറ്റോ അങ്ങനെ എന്തെങ്കിലും കൊടുക്കാമോ, അല്ലെങ്കിൽ മെഡിക്കൽ സർട്ടിഫിക്കറ്റോ അല്ലെങ്കിൽ കല്യാണത്തിന്റെ കാര്യങ്ങളോ. ഇപ്പൊ കല്യാണം ഫിക്സ്ഡ് ആണെന്നുള്ള രീതി അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ചിലപ്പം ഡിസിഷൻ എടുത്ത് നമുക്ക് ചിലപ്പോ തന്നിരിക്കും. ഇത് ഞാൻ 2nd May ആപ്ലിക്കേഷൻ അപ്ലൈ ചെയ്തതാണ്. എന്നിട്ട് 3rd ബയോമെട്രിക്സ് കഴിഞ്ഞു, 6th അവര് ഇൻഫർമേഷൻ ചോദിച്ചു, അത് 8th തന്നെ കൊടുത്തു. എന്നിട്ട് ഇപ്പൊ ഒരു 6 വർക്കിംഗ് ഡേയ്സും കഴിഞ്ഞു ഓൾറെഡി. ഉറപ്പായിട്ടും കിട്ടും, അടുത്ത ദിവസം കിട്ടുന്നേ, ധൈര്യമായിട്ടിരിക്കും. നമുക്ക് ഒരു ക്വസ്റ്റ്യൻ കൂടെ വന്നിട്ടുണ്ട്. സബീൻ, ലിമിറ്റേഷൻ ഓഫ് ടൈം 3 minute ഉള്ളൂ, നമുക്ക് പെട്ടെന്ന് ചോദിക്കാവോ സബീൻ? നമസ്കാരം ജോബി ചേട്ടാ. ഒരു പബ്ലിക് ഫണ്ടിന്റെ ഒരു ഡൗട്ടാണ്. അപ്പൊ എന്റെ മകൻ ഇവിടെ ഒരു പ്രൈവറ്റ് നഴ്സറിയിലാണ് പഠിച്ചത്. അപ്പൊ 15 hours വീക്ക്ലി എന്നുള്ളതുണ്ടല്ലോ, നമ്മളത് യൂസ് ചെയ്തായിരുന്നു. അതൊരു പബ്ലിക് ഫണ്ടിന്റെ ഭാഗമാണോ? അത് ശരിക്കും പറഞ്ഞാൽ അത് പബ്ലിക് ഫണ്ട് അല്ലേ, അത് ചൈൽഡ് കെയറിന്റെ. അതിൻ്റെ അകത്ത് ആ ലിസ്റ്റ് നമുക്ക് ഹോം ഓഫീസിന്റെ പബ്ലിക് ഫണ്ട്സ് എന്ന് പറഞ്ഞൊരു ലിസ്റ്റ് ഉണ്ട്, ഇമിഗ്രേഷൻ റെസ്ട്രിക്ഷൻ പബ്ലിക് ഫണ്ട്സ് എന്ന് പറഞ്ഞ. അതിൻ്റെ അകത്ത് നോക്കിയാൽ മതി. അതിൻ്റെ അകത്ത് ഈ ആ അലവബിൾ ഫീൽഡിന് മുകളിലുള്ളത് പബ്ലിക് ഫണ്ടായിട്ടാണ് അവർ കൂട്ടുന്നത്. പക്ഷെ അത് അതിൻ്റെ അകത്ത് കുഴപ്പമില്ലെങ്കിൽ നമുക്ക് പേടിക്കേണ്ട കാര്യമില്ല. അലവബിൾ പബ്ലിക് ഫണ്ട് ഇല്ലേ, അതിൻ്റെ അകത്തുള്ള അലവബിൾ പബ്ലിക് ഫണ്ടിലുള്ളത് കുഴപ്പമില്ല, അല്ലാത്തത് മാത്രമേ ഉള്ളൂ. ജോബിച്ചേട്ടാ, ഒരു ഫോളോ അപ്പ് ക്വസ്റ്റ്യൻ നേരത്തെ ചോദിച്ചതിന്റെ വേറെ ആരും ഇനി ക്യൂവിലില്ലാത്ത ഇതിലെ ലെറ്ററിൽ എഴുതിയേക്കണ ഞാൻ നോക്കി, വി വിൽ അഡ്വൈസ് അവർ ക്ലയന്റ് ടു ബിഗിൻ ലീഗൽ റിക്കവറി. അതിപ്പോ അത് കോടതി പോയതാണോ അല്ലയോ എന്ന് നമുക്കറിയാം. അവർ ക്ലയന്റ് ടു ബിഗിൻ ലീഗൽ റിക്കവറി, അങ്ങനെയാണ്. കോടതി പോയിട്ടില്ല. അത് ഒരെണ്ണം. വേറെ ഒരെണ്ണം ഇങ്ങനെ തന്നെ എഴുതിയേക്കുന്നത്, നെക്സ്റ്റ് ഓപ്പർച്യൂണിറ്റി ഈസ് ടു ഡിസ്പ്യൂട്ട് ദ ചാർജ് ഇൻ ദ കോർട്ട്. അതും പോയിട്ടില്ല. അവരെ വിളിച്ച് ചോദിക്കുക, ഇത് കാര്യമായിട്ടുണ്ടല്ലോ. കാര്യമായിട്ടുണ്ട്. ഇത് എനിക്ക് തോന്നിയതൊന്നും അടച്ചിട്ടില്ല. മിലൻ ചോദിച്ചതാണ്. മിലൻ അഡീഷണൽ ക്വസ്റ്റ്യൻ ഉണ്ടോ? ഇല്ല. റോഷൻ പറയില്ല സമയത്തെ കുറിച്ച്. പണ്ട് ഞങ്ങൾ ചെയ്തോണ്ടിരുന്നത് എന്താന്ന് ചോദിച്ചാല്, ഈ ഒരു ഇമിഗ്രേഷൻ ഫോറം എന്ന് പറഞ്ഞൊരു ഫോറം വെബ്സൈറ്റ് ഉണ്ടായിരുന്നു. അപ്പൊ അതില് ആൾക്കാര് ഒരു ടൈം ലൈൻ ഇങ്ങനെ ഇടുമായിരുന്നു, ഞങ്ങൾ ഇത്രാം തീയതി അപ്ലൈ ചെയ്തു, ഞങ്ങൾക്ക് ഇത്രാം തീയതി കിട്ടി എന്നും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇടുമായിരുന്നു. അപ്പൊ ഞാൻ അന്ന് പണ്ട് ചെയ്തോണ്ടിരുന്നത് ഞാൻ അവരുടെ അടുത്ത് നോക്കിക്കൊണ്ടിരിക്കുവായിരുന്നു. അപ്പൊ ആ ഒരു അപ്രോക്സിമേറ്റ് സമയത്തിന് ചെയ്തവരുടെ അവർക്ക് കിട്ടിയോ ഇല്ലയോ, അപ്പൊ അത് വെച്ച് ഒരു ഊഹം കിട്ടുമായിരുന്നു നമുക്ക്. ഇതൊരു ലക്കാണ് ലിസ്റ്റ് ചേട്ടാ. കാരണം എന്റെ ഫ്രണ്ട് കഴിഞ്ഞ മൺഡേ സ്റ്റാൻഡേർഡ് സർവീസ് അപ്ലൈ ചെയ്തു, അവന് തേഴ്സ്ഡേ കിട്ടി. ഞാൻ പ്രയോറിറ്റി അപ്ലൈ ചെയ്തിട്ട് ഇതുവരെ കിട്ടിയിട്ടില്ല. ചോദ്യങ്ങൾ കഴിഞ്ഞു. സാബു ചേട്ടാ, ഒരു ഫൈനൽ വേർഡ്സ്. ഒരു മിനിറ്റ് ഞാൻ ചോദിച്ചു. ഞാൻ 2-3 മിനിറ്റ് ഉണ്ടോ?
കുഴപ്പമില്ല എനിക്ക് അല്ല ഞാൻ അതല്ല സാബു ലാസ്റ്റ് പറയാനിട്ടല്ലേ അപ്പൊ അതല്ല ഞാൻ 2-3 ഞാൻ ജനറൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് അപ്പൊ അതിനകത്ത് എനിക്കുള്ള ക്വസ്റ്റ്യൻ അല്ല ഞാനത് ജനറൽ എല്ലാവർക്കും അത് ഉപകാരപ്പെടുമെന്ന് ഓർത്തുണ്ട്. അപ്പൊ ഇന്നോവേറ്റർ വിസയുടെ ഒരു കാര്യം പറഞ്ഞിട്ടല്ലോ ജോബിയെ. ഇപ്പൊ ഇന്നോവേറ്റർ വിസ എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മള് ഇപ്പൊ ഞങ്ങളുടെ ഒരു അലൂമിനി ഇപ്പൊ ഒരു ടെക്നിക്കൽ വന്ന ഒരു കോളേജിൽ നിന്ന് വന്ന പിള്ളേർ ഇപ്പൊ ഞങ്ങൾ ആരെങ്കിലും ഒരാളുടെ ഒരു ഇന്നോവേറ്റർ ഐഡിയ തുടങ്ങിയെന്ന് വിചാരിക്കുക, അങ്ങനെ ഒരു കമ്പനി അല്ലെങ്കിൽ നമുക്ക് ക്വാളിഫൈ അല്ല നമ്മളത് സക്സസ്ഫുൾ ആയി റൺ ചെയ്യുക. അപ്പം കുറച്ച് കഴിയുമ്പോൾ നമുക്ക് അതിനകത്തൊരു പാർട്ട്ണറെ ആഡ് ചെയ്ത് ആ പാർട്ട്ണർക്ക് വിസ അടിക്കാൻ പറ്റുമോ? അല്ല, ആ കമ്പനിക്ക് ലൈസൻസ് എടുക്കാൻ പറ്റൂലോ. ആ കമ്പനിക്ക് ലൈസൻസ് എടുക്കാൻ പറ്റും. ഓക്കെ, കമ്പനിക്ക് ലൈസൻസ് എടുത്ത് വേണേ ഇയാളെ നമുക്ക് വിസ സ്കിൽഡ് വർക്കർ വേണേ കൊടുക്കാമല്ലോ. ഓക്കെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഞാൻ ഇപ്പൊ അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ഞാൻ ഇപ്പൊ ഇവിടെ അതൊന്നും ഒരു ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ നടക്കൂല്ലോ. ഇല്ല അതില്ല, ഞാൻ പറഞ്ഞത് ലോങ് ടൈമിൽ അങ്ങനെ ഒരു പ്ലാൻ ആയിട്ട് തോന്നിയത്. അപ്പം പിന്നെ വന്നത് വെച്ചാൽ ഇപ്പൊ ഒരു വൈഫ് ഡിപ്പെൻഡന്റ് ആയിട്ട് വന്നു. അപ്പം വൈഫിന് ഒരു കമ്പനി തുടങ്ങാലോ. ആ വൈഫിന് കമ്പനി സക്സസ്ഫുൾ ആകുകയെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ നല്ല രീതിയിൽ പോവുക. അപ്പൊ അതിന്റെ ഒരു ടേൺ ഓവർ വെച്ചുകൊണ്ട് പിന്നെ അവർക്ക് വിസ കിട്ടുമോ? ഡിപ്പെൻഡന്റ് ടേൺ ഓവർ വെച്ച് വിസ കൊടുക്കുന്ന ഒരു സാഹചര്യം ഇല്ല. പക്ഷെ ഇവര് സ്കിൽഡ് വർക്കറിന്റെ ലൈസൻസിന് അപ്ലൈ ചെയ്യുമ്പം റീസെന്റ് ക്വസ്റ്റ്യൻസിൽ ഹൗ യു വിൽ അഫോർഡ് എന്നുള്ളൊരു സംഭവം വരുന്നുണ്ട്. അപ്പോഴാണ് നമ്മൾ നെറ്റ് പ്രോഫിറ്റും സാധനവും കാണിക്കേണ്ട ഒരു സാഹചര്യം വരുന്നത്. അത് റീസെന്റ്ലി ഉണ്ടായിരിക്കുന്ന ഒരു ഡെവലപ്മെന്റ് ആണ് ആ ചോദ്യം വരുന്നത് ലൈസൻസ് ആപ്ലിക്കേഷൻ്റെ. അല്ല, കുറെ നാൾ മുമ്പ് നമുക്ക് 200,000 പൗണ്ട്സിന്റെ ഒരു ബിസിനസ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വിസ കിട്ടുന്ന ഒരു സാഹചര്യമാണ്. അല്ല, സാഹചര്യമല്ല, അത് അങ്ങനെയല്ല. 200,000 നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ട് എന്റർപ്രണർ വിസ തുടങ്ങിയിട്ട് നമ്മൾ 2 പേർക്ക് ഐദർ UK സിറ്റിസൺ ഓർ PR ഉള്ളവർക്ക് 2 പേർക്ക് ഫുൾ ടൈം ജോലിയും കൊടുത്ത് ബിസിനസ് ചെയ്യണമായിരുന്നു. അതായിരുന്നു Tier 1 എന്റർപ്രണർ വിസ. അതിപ്പോ നിർത്തിയത്. അതില്ല, അത് നിർത്തി. അതിന്റെ എക്സ്റ്റൻഷൻ മാത്രമേ ഉള്ളൂ. കൊറോണയോട് കൂടി അത് നിർത്തിയത്. ഇല്ല, അത് ചിലപ്പം ഈ പുതിയ ഡെവലപ്മെന്റില് അതിന്റെ അകത്ത് ആ വൈറ്റ് പേപ്പറിൽ പറഞ്ഞിട്ടുണ്ട് ചില അങ്ങനത്തെ കാര്യങ്ങൾ വീണ്ടും സ്റ്റാർട്ട് ചെയ്യുന്നതിനെ കുറിച്ചും ലിബറൽ ആക്കുന്നതിനെ കുറിച്ചും അവർ ആലോചിക്കുന്നുണ്ടെന്ന്. അത് ചിലപ്പം ഒന്ന് ചീഞ്ഞ് മറ്റൊന്ന് വളമാകുന്ന പോലെ ചിലപ്പം ആ ഒരു ഭാഗം വളമാകും. പിന്നെ ഒരു കാര്യം, ഞങ്ങളിപ്പോൾ ഒരു ഈ ഇടയ്ക്കല്ല, ഇപ്പം നമുക്ക് എന്തെങ്കിലും നെഗറ്റീവായിട്ട് വന്നെങ്കിൽ നമ്മൾ MPമാരെ കോണ്ടാക്ട് ചെയ്തിട്ട് എന്തെങ്കിലും സ്പീഡപ്പ് ചെയ്യാൻ പറ്റും. ആ ഒരു പ്രോസസ്സ് എന്നാ പറഞ്ഞ ഒരു അസോസിയേഷൻ അല്ലെങ്കിൽ ഒരു എന്നാ പറയുക ഒരു ഗ്രൂപ്പ് എന്ന രീതിയിൽ നമുക്കത് എന്തെങ്കിലും ഗുണം കിട്ടുമോ? MPമാരെ കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ മോസ്റ്റ് ഓഫ് ദി MPs ഇത് റൈസ് ചെയ്യും. ഓക്കെ. ഞങ്ങളുടെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ ഞങ്ങൾ ഒരിടത്ത് ലൊക്കേറ്റ് ചെയ്തല്ല. ഇതിപ്പോ ഞങ്ങളിപ്പോ ആൾക്കാർ പലയിടത്തു നിന്നുള്ളല്ലോ, സ്പ്രെഡ് അറൗണ്ട് ഈ സൈനിങ് ഇല്ല. സൈനിങ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യണം. പെറ്റീഷൻ അല്ലേ? ഓക്കെ. അപ്പൊ അതുണ്ട്. പിന്നെ ഒരു കാര്യം കൂടെ ചോദിച്ചോട്ടെ. ഞാൻ ജോബി പറഞ്ഞല്ലോ യൂണിയന്റെ കാര്യം. ഇപ്പൊ എനിക്കറിയാം നമുക്ക് യൂണിയൻ ചേരാം. പക്ഷെ എല്ലാവരുടെയും ഒരു പ്രശ്നം ഇപ്പം ഇവിടെ വന്ന എല്ലാവരും തന്നെ യൂണിയൻ ചേരാന്ന് വെച്ചാൽ എല്ലാവർക്കും ഒരു പേടിയുണ്ട്. കാരണം യൂണിയനിൽ ചേർന്ന് കഴിഞ്ഞാൽ നമുക്ക് ജോബിനോ അല്ലെങ്കിൽ പ്രശ്നമുണ്ടോ എന്നുള്ളത് ആരും അറിയുന്നില്ലല്ലോ. ആരും അറിയുന്നില്ല. പക്ഷെ അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു മെജോറിറ്റി ഇന്ത്യൻസും ഇപ്പം വരുന്ന മലയാളീസും വരെ ആരും തന്നെ നമ്മുടെ യൂണിയനിൽ ചേരാറില്ല. അതിന്റെ ഒരു ഇതാണ്. പക്ഷെ ഇവിടെ യൂണിയനിൽ ചേരുന്നതുകൊണ്ട് ഒരു പ്രൊട്ടക്ഷൻ ഉണ്ട്. ഇപ്പം ഞാനത് എൻ്റെ ഒരു റിഡൻഡന്റ് ആയ ജോബുമായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മൾ വന്നത്. അതുകൊണ്ട് ഞാൻ ചോദിച്ചു. അപ്പൊ അതിന്റെ പേടി കൊണ്ടാണ് പലരും യൂണിയനിൽ ചേരാത്തത്. യൂണിയനിൽ ചേർന്ന് കഴിഞ്ഞാൽ നമുക്ക് അവിടെ റേസ് ചെയ്യാന്നല്ലേ ഉള്ളൂ, അല്ലാണ്ട് അതുകൊണ്ട് പിന്നെ നമുക്കൊരു ഇഷ്യൂസ് വന്നാൽ അവർ അഡ്വൈസും കാര്യങ്ങളും തരുമല്ലോ, ഏത് റൂട്ടിൽ പോയാലെന്നുള്ളത്. ഓക്കെ. നമ്മൾ എത്ര പഠിച്ചാലും നമുക്ക് കുറെ ലിമിറ്റേഷൻസ് ഉണ്ടല്ലോ. നമ്മളെ കളറ് നമ്മുടെ കാര്യങ്ങള് ഒക്കെ ഉണ്ടല്ലോ. ഇപ്പം നമ്മുടെ ഒരു കോമൺ ഫ്രണ്ടിന് തന്നെ ഒരു ഇഷ്യൂ കൊണ്ടുണ്ടായപ്പോ യൂണിയനാണ് പുള്ളിയെ രക്ഷപ്പെടുത്തിയത് ഈ സ്പോട്ടില്. പിന്നെ അതേപോലെ കമ്പനി ആരെങ്കിലും ലീഗൽ അല്ലാണ്ട് റിഡൻഡന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ യൂണിയൻ ഇടപെടാൻ പറ്റുമായിരിക്കും. എന്നെ 3 തവണ ഇവിടെ ചെയ്തപ്പോഴും എങ്ങനെ വെച്ചാൽ അവർ ചോദിച്ചായിരുന്നു, നിങ്ങൾക്ക് ഇത്ര 20 നമ്പർ കൂടുതലാണെന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ പുറത്തുനിന്ന് ആൾക്കാരെ കൊണ്ടുവരാം. പിന്നെ ഇപ്പൊ റീസെന്റ് ആയിട്ട് നടന്ന ഒരാൾക്കുടെ എക്സ്പീരിയൻസ് ഞാൻ പറയും. ഒരു കമ്പനിയിൽ നിന്ന് കമ്പനി പറഞ്ഞു, ഈ പുള്ളിയോട് പറഞ്ഞു റിസൈൻ ചെയ്യിപ്പിച്ചു, ഫോഴ്സ്ഫുള്ളി റിസൈൻ ചെയ്യിപ്പിച്ചിട്ട് ബാക്കിയുള്ളവരെ റിഡൻഡന്റ് ആക്കി. അപ്പൊ നമ്മുടെ ഈ ഇന്ത്യക്കാരന് പറ്റിയത് റിഡൻഡന്റ് ആകുമ്പോൾ ഉള്ള ആ ഒരു ബെനിഫിറ്റ് ഒന്നും കിട്ടിയിട്ടില്ല. പുള്ളിക്ക് അങ്ങനെ ഒരു കമ്പനി ഒരു പണി കൊടുത്തു എന്നാ പറഞ്ഞത്. അപ്പൊ അങ്ങനെയുള്ള സിറ്റുവേഷൻസിലൊക്കെ യൂണിയന് ചിലപ്പോൾ എന്തെങ്കിലും ചെയ്യാൻ പറ്റിയേക്കാം.
അപ്പൊ അത് എന്റെ കഷ്ടമുള്ളൂ. ഞാനത് ജനറലായിട്ട് ഇപ്പൊ സംസാരത്തിൽ നിന്ന് എടുത്ത ചില ഇതാണ്, വേറെ ഒന്നുമില്ല. ശരിയെന്ന് ബാക്കി ജോബിജ ബാക്ക് ടു ക്വസ്റ്റ്യൻ. ഒരു സംശയമാണ് ചോദിച്ചോട്ടെ. ഞാനൊരു ജോബിജേട്ടൻ പറഞ്ഞില്ല നമ്മുടെ ഈ ഇപ്പോഴത്തെ സ്പോൺസർഷിപ്പ് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പൊ അതിന് ഇപ്പൊ നമ്മുടെ കൂട്ടത്തിലുള്ള ആൾക്കാർ നോക്കുന്നുണ്ടായിരുന്നേ ലാസ്റ്റ് റിസോർട്ട് എന്നുള്ള രീതിയിൽ ഇവിടെ ഒരു കമ്പനി തുടങ്ങിയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ അന്നേരം ഇപ്പോൾ ഒരാളൊരു ഡയറക്ടറായിട്ടും ഒരു ഓഫീസ് അസിസ്റ്റന്റ് കമ്പൽസറി ആണോ അതിന്? അത് ഒരാൾക്ക് തന്നെ ചെയ്തിട്ട് ജോലി ഉണ്ടെന്നുണ്ടെങ്കിൽ സ്പോൺസർഷിപ്പ് ലൈസൻസിന് അപ്ലൈ ചെയ്യാൻ പറ്റുമോ? ഒരു ഓഫീസ് മാനേജർ വേണോ? ഓഫീസ് മാനേജറൊക്കെ നമുക്ക് കിട്ടാവുന്ന സാധനങ്ങളാണ്. പക്ഷെ ഈ കമ്പനിക്ക് ഒരു എസ്റ്റാബ്ലിഷ്മെന്റും കമ്പനിക്ക് ഒരു ഓഫീസ് കാര്യങ്ങളൊക്കെ വേണ്ടേ? നമുക്ക് പേറോള് വേണം, കമ്പനിക്ക് പേറോള് ഉണ്ടാകണം, അതുപോലെ എംപ്ലോയീസ് ലയബിലിറ്റി ഇൻഷുറൻസ് ഉണ്ടാകണം, ഇതെല്ലാ കാര്യങ്ങളും ഉണ്ടാകണേ. ഇപ്പൊ പലപ്പോഴും ഈ ഹൈദരാബാദ് കേന്ദ്രീകരിച്ചുള്ള IT സെക്ടറിലുള്ളവര് കമ്പനി ക്രിയേറ്റ് ചെയ്ത് പലപ്പോഴും ചെയ്യുന്നുണ്ട്. കുറെ പേർക്ക് കിട്ടുന്നുണ്ട്, കുറെ പേർക്ക് കിട്ടുന്നില്ല. ആ ഒരു ഹൈദരാബാദ് സെക്ടറിൽ നിന്നാണ് ആ ഒരു സംഭവം കൂടുതൽ ഉണ്ടാക്കണം ഇവിടെ. എനിക്കറിയാതെ, കാരണം എന്റെ അടുത്ത് തന്നെ അവിടെ നിന്നുള്ള കുറെ IT ഫേംസ് ഇവിടെ ചോദിച്ചായിരുന്നു. പലപ്പോഴും കാണാറുണ്ട് അത് ഈസ്റ്റ് ലണ്ടൻ കേന്ദ്രീകരിച്ച് ഒത്തിരി പേര് ചെയ്യുന്നുണ്ട്. പിന്നെ അവർ എപ്പോഴാ വാറ്റ് രജിസ്റ്റർ ചെയ്യാൻ നേരത്താണ് അവർ ഓഫീസ് നോക്കി പോകുന്നത്. അതങ്ങനെ, പക്ഷെ സസ്റ്റൈനബിലിറ്റി കുറവാ. അതെ, ഒത്തിരി കാര്യങ്ങൾ ഞങ്ങൾക്ക് ഒത്തിരി ഇൻഫർമേഷൻ തന്നു, ഞങ്ങൾക്ക് ഒത്തിരി കാര്യങ്ങൾ അറിയാൻ പാടില്ലാത്തത് പറഞ്ഞു തന്നു. ടെസ്വിനെ സാബുവിലേക്കല്ലേ? അതെ 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 സാബു ചേട്ടാ. ഞാനേ വൈകിയാണ് ഇതിനകത്തൊന്ന് അറ്റൻഡ് ചെയ്യാൻ പറ്റിയത്. ഒരു ട്രാവലിംഗിലായിരുന്നു. ജോബി ചേട്ടൻ നമ്മൾ കൂടുതൽ ഇനി സംസാരിക്കാം. ഞാൻ പെട്ടെന്ന് താങ്ക്സ് പറഞ്ഞ് ഒരു ഫംഗ്ഷന് വന്നിട്ട് പുറത്തിരിക്കുകയാണ് ഞാനിപ്പോഴും. അവിടേക്ക് കയറിയിട്ടില്ല. അപ്പൊ അത് ഭക്ഷണമൊക്കെ തണുത്തിട്ടുണ്ടാകും, കുഴപ്പമില്ല. എന്നാലും അപ്പം ജോബി ചേട്ടൻ ഞങ്ങളൊരു 200 സ്റ്റുഡൻസ് ആണ് അവിടെ നിന്ന്. 200+ ഉണ്ട്. അതിൻ്റെ അകത്ത് ഇപ്പോൾ ഞാൻ നോക്കിയിട്ട് ഏതാണ്ട് ഒരു 30+ ആൾക്കാർ ഈ പ്രോഗ്രാം അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അതൊരു വലിയൊരു വിജയം തന്നെയായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞില്ല, ഇപ്പൊ എന്നെയൊക്കെ പിടിച്ച് കിണറ്റിൽ വല്ല പൊട്ടക്കിണറ്റിൽ കൊണ്ടുവിടണം. ഇമിഗ്രേഷൻ റൂൾസും റെഗുലേഷൻസും അതൊന്നും നമുക്ക് കാര്യമായിട്ട് അറിയാത്ത ഒരു ഏരിയ ആയതുകൊണ്ട് ഇപ്പൊ ഇത്രയും സംഭവങ്ങൾ പറഞ്ഞപ്പോൾ തന്നെ നമുക്ക് കാര്യം മനസ്സിലായി. ഒരുപാട് കാര്യങ്ങൾ ഉപകാരം മറ്റുള്ള കുട്ടികൾക്ക്, കേട്ടവർക്കും ഇനി കേൾക്കാൻ, ഇത് കേട്ടിട്ട് ഇനി കുറച്ച് പേരുണ്ടല്ലോ, ഇപ്പൊ 30 പേരോളം വന്നിട്ടുണ്ട്. ബാക്കിയുള്ളവർക്ക് ഇനിയും പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാം. അവർക്കൊക്കെ ഇത് ഉപകാരപ്പെടുന്ന രീതിയിൽ ഇതിനെ മാറ്റി ഒരു സക്സസ് ഫാക്ടറാക്കി മാറ്റാനായിട്ട് ജോബിച്ചായിട്ടും ചെയ്തിട്ടുള്ള ഈ ഇനിഷ്യേറ്റീവും അതുപോലെ തന്നെ ഇത്രയും സമയം, നിങ്ങളുടെ വിലപ്പെട്ട സമയം ഇതിനു വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്തതിന് ഒരുപാട് നന്ദിയുണ്ട്. ഇനിയും നമ്മുടെ പിള്ളേർ ചിലപ്പോൾ നിങ്ങളെയൊക്കെ ബുദ്ധിമുട്ടിക്കും വീണ്ടും. അപ്പോൾ ഈ ഇത് അവർക്ക് വീണ്ടും പ്രയോജനം കിട്ടുമെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ അനിൽകുമാർ ചേട്ടനാണ് ഇത് ജോബി ചേട്ടനിലേക്ക് എത്തിച്ചത്. ടെസ്വിനാണ് ഇതൊന്ന് റേസ് ചെയ്തത്, ഇങ്ങനത്തെ ഒരു വർക്ക്ഷോപ്പ് വേണം എന്നുള്ളത്. അപ്പൊ അതിലോട്ട് രണ്ടുപേർക്കും, നമ്മളിലൊരാളാണ് രണ്ടുപേരും, എന്നാലും അവർക്ക് രണ്ടുപേർക്കും പ്രത്യേകം നന്ദി പറയുന്നു. അതുപോലെ തന്നെ ടെസ്വിനും അഖിലയ്ക്കും പിന്നെ സിറിയക്കിനും ഇതിനെ ആങ്കർ ചെയ്യാനും ഇതിനെ ഒരു കോർഡിനേറ്റ് ചെയ്ത് അവരവരുടെ ഒരുപാട് സമയം ഇതിനു വേണ്ടി സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഇന്നലെക്കായിട്ടും 2-3 ദിവസമായിട്ട് അവർ ഇതിനു വേണ്ടിയിട്ട് കോർഡിനേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ അവർക്കും പ്രത്യേകം നന്ദി. അതുപോലെ തന്നെ ഇവിടെയുള്ള നമ്മുടെ ഈ പാർട്ടിസിപ്പൻ്റ് ആയിട്ട് വന്നിട്ടുള്ള 30 പേര് അതിന് ക്വസ്റ്റ്യൻ റൈസ് ചെയ്ത് അവര് ഇതിനൊരു ലൈവാക്കി മാറ്റാനായിട്ട് ശ്രമിച്ചതും, അതുപോലെ തന്നെ ഇനി അറ്റൻഡ് ചെയ്യാത്ത ആൾക്കാർക്കും ഇതിന്റെ പ്രയോജനം കിട്ടുമെന്നുള്ള ആ ഒരു ഉദ്ദേശത്തോടു കൂടി ക്വസ്റ്റ്യൻ റൈസ് ചെയ്ത ആൾക്കാർക്കൊക്കെ പ്രത്യേകം നന്ദി പറയുന്നു. മതിയാവുമെന്ന് വിചാരിക്കുന്ന എന്റെ ഈ നന്ദി ഇതൊരു നല്ലൊരു ഇതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഈ വർക്ക്ഷോപ്പ് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്, വെരി ഇമ്പോർട്ടന്റും ആണ്. അതുപോലെ തന്നെ ഒരുപാട് പേർക്ക് ഇതുകൊണ്ട് ഒരുപാട് ഉപകാരങ്ങൾ കിട്ടിയിട്ടുണ്ടായിരിക്കും. ഒരു പേജിൽ കൂടുതൽ നോട്ട്സ് ഉണ്ട്. വളരെ കോംപ്ലക്സ് ആയിട്ട് പോകുന്ന ഗവൺമെന്റ് റൂൾസും കോംപ്ലക്സ്, അതിനകത്ത് ഇമിഗ്രേഷനിൽ കയറി അങ്ങാട് ചവറ് പോലെ അങ്ങ് പെരുമാറിക്കൊണ്ടിരിക്കുക. ഓരോ ദിവസവും ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് പറയുന്നതല്ല നാളെ പറയുന്നത് ഈ മിനിസ്റ്റേഴ്സ് പറയുന്നില്ല.
അങ്ങനെയൊക്കെ വരുന്ന ഒരു സിറ്റുവേഷനിലല്ല നമുക്കൊന്നും ഇതിനെ പറ്റി കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യാനായിട്ടും പറ്റുന്നില്ല. അങ്ങനത്തെ സിറ്റുവേഷനിൽ ഇങ്ങനെ ഒരു വർക്ക്ഷോപ്പ് കിട്ടുക എന്ന് പറയുന്നത് വലിയൊരു എനിക്ക് നേരത്തെ ഞാൻ പറഞ്ഞൊരു കാര്യം മാത്രമേ ഞാൻ അസർട്ടൈൻ ചെയ്യത്തുള്ളൂ. നിങ്ങള് യൂട്യൂബ് കാണാതിരിക്കുക. അവന് കാശുണ്ടാക്കി കൊടുക്കാതെ മറ്റേ ഈ ഹോം ഓഫീസിന്റെ വെബ്സൈറ്റ് കയറി വെച്ച് സജഷൻസ് വായിച്ചു നോക്കാമോ? അവിടെ ഈ യൂട്യൂബ് ആണ് ഇവിടുത്തെ ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള കാര്യം ഇതിന്റെ അകത്ത്. അതുപോലെ തന്നെ ഉള്ളത് തുറന്ന് ഞാൻ പറയും, വൈദ്യരോടും വക്കീലിനോടും വൈദികനോടും കള്ളം പറയരുതെന്ന് പറയുന്ന ആ ചൊല്ലി ഇവിടെയും ചെയ്യാം. അതായത് ഉള്ളത് നമ്മളെ ചോദിക്കുക, മറ്റുള്ളവരോടൊക്കെ ചോദിച്ച് അല്ലാതെ നമ്മുടെ ഉള്ളിൽ വെച്ചുകൊണ്ടിരുന്നിട്ട് അവസാനം നമ്മളെല്ലാം കൂടി ചെയ്യാന്ന് വിചാരിക്കുകയോ അങ്ങനെ വെച്ചുമ്പോഴാണ് ഈ പ്രശ്നം കൂടുതൽ സങ്കീർണമാകുന്നത്. അപ്പൊ അതിലേക്ക് പോകാതെ ഉള്ള കാര്യങ്ങള് ആകുന്നത്ര ഈ നമ്മുടെ പിള്ളേര് തന്നെ ഒരു പ്രോബ്ലം വരുമ്പം ചോദിക്കാനുള്ള ഒരു മനസ്സ്, ഓപ്പൺ മനസ്സ് അവർക്ക് ആദ്യം ഉണ്ടാകുക എന്നുള്ളതാണ്. അത് നമ്മുടെ കുട്ടികൾക്ക് ഇതോടുകൂടി ഉണ്ടായിക്കോളും. അപ്പൊ ശരി, കുഴപ്പമൊന്നുമില്ലല്ലോ. നമ്മള് ഈ താങ്ക്സിൽ നിർത്തുകയാണ് ഞാൻ. ഇനി കാറിന്റെ സീറ്റൊക്കെ അടിച്ച് ഞാൻ പുറത്തേക്ക്. പിന്നെ വിളിക്കാണ്ട് കാണാം കേട്ടോ. കാണാം. ഈ സമയം we really appreciate that. Thank you. Thanks a lot. Thank you ജോബി ചേട്ടാ. താങ്ക് യു. റെക്കോർഡ് സ്റ്റോപ്പ് ചെയ്തേക്കാണ്.